Okay, guys, welcome to another session of logical reasoning. Hope you are fine. Okay, അപ്പൊ എന്തായിരുന്നു നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെച്ചിരുന്നത്? റിമെമ്പർ എന്തായിരുന്നു ലാസ്റ്റ്? ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തേ, എന്തൊക്കെയായിരുന്നു നമ്മൾ ലാസ്റ്റ് പറഞ്ഞു വെച്ചത്? ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ് പറഞ്ഞു. Then guys, are you there? Please be an interactive session because ഇതൊരു 2 hour സെഷൻ ആണ്. നമ്മളൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആയില്ല എന്നുണ്ടെങ്കിൽ ഇത് ബോറടിക്കും. ഓക്കെ, ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ കോൺഫിഡൻറ്റ് കിട്ടുക. പിന്നെ ഓരോ ക്വസ്റ്റ്യനിൽ ഓരോ പുതുതായിട്ടുള്ള കീവേഡ്സുകളായിരിക്കും, അത് ഐഡന്റിഫൈ ചെയ്യുക. അതിന്റെ മീനിങ് ഒക്കെ അറിയാത്തതാണെങ്കിൽ നമുക്ക് ആദ്യം നോക്കി വെക്കുക. ഇങ്ങനെയുള്ള പിന്നെ അതുപോലെ തന്നെ ഓപ്ഷൻസിൽ കൂടുതലായിട്ട് അങ്ങനെ കാണാറുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ സെഷനിൽ കഴിഞ്ഞ ഡിസംബർ സെഷനിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യന് ഡയറക്റ്റ് ആയിട്ട് ജൂണിൽ റിപ്പീറ്റ് ചെയ്യൂല. പകരം എങ്ങനെ ആയിരിക്കും അതിൽ വന്ന ഓപ്ഷൻസ് മറ്റ് ഡിസംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിൽ ആൻസർ അല്ലാത്ത മറ്റ് ഓപ്ഷൻസ് ആയിരിക്കും ജൂണിലേക്കുള്ള ക്വസ്റ്റ്യന്റെ ആൻസർ. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം, വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ മറ്റു ഓപ്ഷൻസിന്റെ ഡീറ്റെയിൽസും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ തന്നെ ഉഷാറായിട്ട് മുന്നോട്ട് പോവുക, നല്ലോണം പഠിക്കുക. എല്ലാവരും ഈ ഒരു സെഷനിൽ തന്നെ ഈ ഒരു എക്സാമിൽ തന്നെ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ലോജിക്കൽ റീസണിങ്ങിന്റെ 3ാമത്തെ ക്ലാസ് ആണ്. ഇന്നലെ നമുക്ക് ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിന്റെ പകരം ഇന്ന് നമ്മൾ 2 hour ആയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യാണ്. അപ്പൊ എല്ലാവരും എന്താ പറയാ ഫ്രഷ് ആയി പീസായി എന്താ പറയാ നല്ല പീസ്ഫുൾ മൈൻഡ് ആയിട്ട് റീഫ്രഷ് ആയിട്ട് ഇരിക്കുക. 2 hours ഓടാനുള്ളതല്ലേ. ഓക്കെ ഓക്കെ ഗൈസ്. അപ്പൊ നമ്മൾ ഇന്ന് തുടങ്ങുന്നത് പുതിയൊരു സെഷനാണ്. എന്തെങ്കിലും എന്താണ് എറേഴ്സ് ഡിഫിക്കൽട്ടീസ് എന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കട്ടെ ഗൈസ്. ഓക്കെ, ഏതെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ അതും ആ സ്പോട്ടിൽ തന്നെ ചോദിക്കാം. ലാസ്റ്റിലേക്കോ പിന്നേക്കോ വൈകിപ്പിക്കണ്ട, അപ്പൊ തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ക്ലിയർ ആക്കി പോവാം. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു എന്താണ് ഇൻഫറൻഷ്യൽ പ്രോസസ് എന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഡിഡക്റ്റീവ് ഇൻഡക്റ്റീവ് റീസണിങ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഫറൻഷ്യൽ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രിമൈസുകളിൽ നിന്ന് കൺക്ലൂഷൻ ഡ്രോൺ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഫറൻഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത്. ഇവിടെ ഡിഡക്റ്റീവ് ആണ്, ഡിഡക്റ്റീവ് ഇൻഫറൻഷ്യൽ. ഇനി നമ്മൾ ഇൻഡക്റ്റീവിന് അങ്ങനെ മെയിൻ ചെയ്യുന്നേ ഇല്ല. ഇനി നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് ഡിഡക്റ്റീവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇൻഡക്റ്റീവ് നമ്മൾ ആ ഒരു കാറ്റഗറൈസ് ഫസ്റ്റ് ചെയ്ത ആ സമയത്ത് നമ്മൾ അതിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക് പഠിച്ചിരുന്നു അല്ലെ. എന്താണ് സ്പെസിഫിക് ജനറൽ ആണ്, പിന്നെ അതുപോലെ അങ്ങനെ ഓരോ വർക്ക്സ് അണ്ടർ ദ പ്രിൻസിപ്പിൾ ഓഫ് എന്താണ് അങ്ങനെയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഇനി അത് ആ പഠിച്ചതോടുകൂടി ഇൻഡക്റ്റീവിന്റെ മെയിൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ ഡിഡക്റ്റീവിന്റെ കാര്യങ്ങളാണ് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ ഡിഡക്റ്റീവ് ഇൻഫറൻഷ്യൽ പ്രോസസ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഡിഡക്റ്റീവ് ഇൻഫറൻഷ്യൽ പ്രോസസ് തന്നെ 2 ടൈപ്സ് ആണുള്ളത്. ഇമ്മീഡിയറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസും മീഡിയേറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസും. ഇത് രണ്ടായിട്ട് ഡിഡക്റ്റീവ് ഇൻഫറൻസിന് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. എന്താണ് ഇമ്മീഡിയറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസ്? നമുക്ക് ആ ഒരു വേർഡിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ധൃതിയിൽപ്പെട്ട് അല്ലെങ്കിൽ വേഗത്തിൽ എന്നൊക്കെ അല്ലേ അർത്ഥം. അത് തന്നെയാണ് പറയുന്നത്. അതായത് കൺക്ലൂഷൻ ഒറ്റ പ്രൊപ്പോസിഷനിൽ നിന്ന്, അതായത് ഒറ്റ പ്രൊപ്പോസിഷൻ ഉണ്ടാവുള്ളൂ. അതിൽ നമ്മൾ സാധാരണ ഇതുവരെ പഠിച്ചത് 2 പ്രൊപ്പോസിഷൻ ഉണ്ടാവുന്നതാണ് അല്ലെ. പ്രൊപ്പോസിഷൻ 1, പ്രൊപ്പോസിഷൻ 2 അങ്ങനെയാണ് പഠിച്ചത്. പക്ഷെ ഇതിൽ ഇമ്മീഡിയറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസിൽ ഒറ്റ പ്രൊപ്പോസിഷൻ തന്നെ എന്ത് ചെയ്യാൻ പറ്റും,
നമുക്ക് കൺക്ലൂഷൻ ഡ്രോൺ ചെയ്തെടുക്കാൻ പറ്റും. അതെങ്ങനെയാന്നുള്ളതാണ്. അതെങ്ങനെയാന്നുള്ളത് 4 വിധത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അങ്ങനെ കൺക്ലൂഷൻ ഡ്രോൺ ചെയ്തെടുക്കാം. കൺവേർഷൻ, ഒബ്വേർഷൻ, കോൺട്രാപൊസിഷൻ, ഇംപ്ലിക്കേഷൻ, ഇങ്ങനെ 4 വിധത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്മീഡിയറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസ് വഴി നമുക്ക് കൺക്ലൂഷൻ എന്താണ് ഡ്രോൺ ചെയ്തെടുക്കാൻ പറ്റും. ഇനി മീഡിയേറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസ് എന്താണ്? കൺക്ലൂഷൻ ഹാസ് ടു ബി ഡ്രോൺ ഫ്രം 2 പ്രൊപ്പോസിഷൻസ്. മാം സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? കാണുന്നില്ല? ഇല്ല. ഓ സോറി. ഓക്കെ, അപ്പോ നമ്മൾ ഡിഡക്റ്റീവ് ഇൻഫറൻഷ്യൽ പ്രോസസ്സിനെ കുറിച്ചാണ്. സ്ക്രീൻ ഷെയർ ആയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാണ്. നമ്മൾ ഡിഡക്റ്റീവ് ഇൻഫറൻഷ്യൽ പ്രോസസ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഡിഡക്റ്റീവ് ഇൻഫറൻഷ്യൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ പ്രിമൈസുകളിൽ നിന്ന് കൺക്ലൂഷൻ ഡ്രോൺ ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഫറൻഷ്യൽ പ്രോസസ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റിൽ നിന്ന്, അതായത് ഡിഡക്റ്റീവ് ആയിട്ടുള്ള ഇൻഫറൻസ് ആർഗ്യുമെന്റിൽ നിന്ന് ഒരു കൺക്ലൂഷൻ ഡ്രോൺ ചെയ്തെടുക്കുന്ന പ്രോസസ്സുകളെ പറയുന്നത് 2 ടൈപ്സ് ഉണ്ട്. 2 വിധത്തിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസ് ഉണ്ട്, മീഡിയേറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസ് ഉണ്ട്. ഇമ്മീഡിയറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസ് പറഞ്ഞാൽ എന്താണ്? ഒറ്റ പ്രപ്പോസിഷനിൽ നിന്ന്, അതായത് നമ്മൾ ഇതുവരെ പഠിച്ചിരുന്നതിലൊക്കെ 2 പ്രപ്പോസിഷൻസ് നമ്മൾ കണ്ടിരുന്നു. അതിൽ നിന്ന് മൂന്നാമത്തേതായിരുന്നു കൺക്ലൂഷൻ. പക്ഷെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട്, ഒറ്റ എന്താണ് പ്രപ്പോസിഷന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺക്ലൂഷൻ ഡ്രോൺ ചെയ്തെടുക്കാം. അത് കൺവേർഷൻ, ഒബ്വേർഷൻ, കോൺട്രാപൊസിഷൻ, ഇംപ്ലിക്കേഷൻ, ഈ വഴി ആണ്, ഈ ഒരു 4 വഴി മുഖേനയാണ് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിഡക്റ്റീവ് ഇൻഫറൻസ് നടത്താൻ പറ്റുക. മീഡിയേറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ കൺക്ലൂഷൻ ഹാസ് ടു ബി ഡ്രോൺ ഫ്രം 2 പ്രപ്പോസിഷൻസ്, 2 പ്രപ്പോസിഷൻ നിന്ന് നമുക്ക് കൺക്ലൂഷൻ ഡ്രോൺ ചെയ്തെടുക്കാൻ പറ്റും. അതിനെയാണ് നമ്മൾ ഇതുവരെ പഠിച്ച ആ ഒരു മോഡൽ 2 പ്രപ്പോസിഷൻസ് ആയിരുന്നല്ലോ, അതിൽ നിന്ന് കൺക്ലൂഷൻ ഡ്രോൺ ചെയ്തെടുക്കുന്നതിന് നമ്മൾ മീഡിയേറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസ് എന്ന് പറയുന്നത്. അത് അനലിറ്റിക്കൽ മെത്തേഡ്, വെൻ ഡയഗ്രാം മെത്തേഡ് ആണ് വഴിയാണ്. അതിൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ 4 പഠിക്കുന്നുണ്ട്. മീഡിയറ്റില് അനലിറ്റിക്കൽ മെത്തേഡ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. വേണമെന്നുണ്ടെങ്കിൽ പറയാം, പക്ഷെ നമുക്ക് അനലിറ്റിക്കൽ മെത്തേഡ് വഴി കൺക്ലൂഷൻ ഡ്രോൺ ചെയ്തെടുക്കാൻ നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാവില്ല. ഒരു മീഡിയേറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസ് തന്നിട്ട് അതിൽ നിന്ന് കൺക്ലൂഷൻ ഡ്രോൺ ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. അപ്പൊ വെൻ ഡയഗ്രാം നമുക്കൊക്കെ ഫെമിലിയർ ആയിരിക്കും. അപ്പോ വെൻ ഡയഗ്രാം എന്താണ് ഡിപ്പെൻഡ് ചെയ്യായിരിക്കും കൂടുതൽ നല്ലത്. അനലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ 1-2 ക്ലാസ്സുകൾ നമ്മൾ അതിനുവേണ്ടി മാത്രം എന്താണ് ടൈം എടുക്കേണ്ടി വരും. അത്രയും ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പിന്നെ 2-3 ടേബിൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനും ഉണ്ട്. അപ്പോ പൊതുവെ അത് എന്താണ് സ്കിപ്പ് ചെയ്തായിട്ടാണ് കാണാറുള്ളത്. ഞാൻ ഏതായാലും ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസ് ഏതൊക്കെയാ നോക്കാം. നമ്മൾ പറഞ്ഞു കൺവേർഷൻ, ഒബ്വേർഷൻ, കോൺട്രാപൊസിഷൻ ആൻഡ് ഇംപ്ലിക്കേഷൻ ആണ്. അതിലെന്താണ് കൺവേർഷൻ നോക്കാം. Interchange the subject and the predicate term, അതായത് subject of the premise become the predicate of the, ഒന്നുമില്ല. കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഒരു ടേബിൾ നോക്കൂ. നമ്മൾ കൺവേർട്ട് ചെയ്യുന്നതിനെ, അതായത് ഒറ്റ പ്രിമൈസ് ഉണ്ടാവുള്ളൂ കേട്ടോ, അതാലോചിക്കണം. ഇത് ഇമ്മീഡിയറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസ് ആണ്. ഒറ്റ പ്രിമൈസ് ഉണ്ടാവുള്ളൂ, അതിൽ നിന്ന് നമ്മൾ കൺക്ലൂഷൻ ഡ്രോൺ ചെയ്തെടുക്കണം. അപ്പൊ ഈ കൺവേർട്ടന്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രിമൈസ് ആണ് കേട്ടോ. ആ കൺവേർട്ട് ചെയ്യുന്ന പ്രിമൈസിനെ നമ്മൾ കൺവേർട്ടന്റ് എന്ന് പറയും. ആ കൺക്ലൂഷനെ കൺവേർട്ട് ചെയ്തിട്ടുള്ള പിന്നെ ആ കൺക്ലൂഷനെ നമ്മൾ കൺവേഴ്സ് എന്നാണ് പറയാം. അപ്പൊ നമ്മൾ പ്രിമൈസ് അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്ന് പറയുന്നതിന് പകരം കൺവേർട്ടന്റ്, കൺവേഴ്സ് എന്ന് പറയാം. അതൊന്നുമല്ല, പ്രിമൈസും കൺക്ലൂഷനും തന്നെയാണ്. കൺവേർട്ട് ചെയ്തുകൊണ്ട് കൺവേർട്ടന്റും, കൺവേർട്ട് ചെയ്യപ്പെടുന്നത് കൊണ്ട് കൺവേഴ്സ് എന്നും നമ്മൾ പറയും. ഇപ്പൊ ഇങ്ങോട്ട് നോക്കൂ. കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാല് ജസ്റ്റ് എന്താണ് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോ ഇത് ആളിന്റെ ഇതില് നമ്മളെ യൂണിവേഴ്സൽ അഫർമേറ്റീവില് ചെറിയൊരു ഒരു മാറ്റമുണ്ട്. പക്ഷെ അത് അവിടെ നിർത്തിയിട്ട് ബാക്കി നോക്കൂ. ഈ പ്രപ്പോസിഷനും ഐ പ്രപ്പോസിഷനും നോക്കൂ. നോ ഫിഷ് ഈസ് ബേർഡ് എന്നുള്ളതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്, അല്ലെങ്കിൽ അതിന്റെ കൺക്ലൂഷൻ ആണ് എന്ത്, നോ ബേർഡ് ഈസ് ഫിഷ്. ജസ്റ്റ് എന്താണ് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. നിങ്ങൾ കാണുന്നുണ്ടോ എന്താണ് സബ്ജക്റ്റ്, എന്താണ് പ്രെഡിക്കേറ്റ് എന്ന്? എന്താണ് നിങ്ങൾ മറന്നിട്ടുണ്ടോ? ഇല്ലല്ലോ.
ഫസ്റ്റത്തെ ടേമിന് നമ്മൾ സബ്ജക്റ്റ് എന്നും രണ്ടാമത്തെ ടേമിന് പ്രെഡിക്കേറ്റ് എന്നാണ് പറയാ. ഫിഷ് എന്നുള്ളത് ഇവിടെ സബ്ജക്റ്റ് ആണ്, എന്താണ് ബേർഡ് എന്നുള്ളത് പ്രെഡിക്കേറ്റ് ആണ്. ഈ നോ അതുപോലെ തന്നെ നോ പ്രപ്പോസിഷൻ കൺവേർട്ട് ചെയ്യുമ്പോഴും നമ്മൾ നോ തന്നെയാണ് ആവുക. ജസ്റ്റ് നമ്മൾ സബ്ജക്റ്റിന് പ്രെഡിക്കേറ്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കും. കൺഫ്യൂഷൻ ഇല്ലല്ലോ. നോ ഫിഷ് ഈസ് ബേർഡ് കൺക്ലൂഷൻ ആണ് എന്ത്? നോ ബേർഡ് ഈസ് ഫിഷ്. ജസ്റ്റ് പ്രെഡിക്കേറ്റ് സബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തു. ഇനി നോക്കിക്കോളൂ, സം പോയറ്റ്സ് ആർ സിംഗേഴ്സ്. ഇവിടെ ഐ പ്രപ്പോസിഷൻ നോക്കിക്കോളൂ. ഐ പ്രപ്പോസിഷൻ എന്നൊക്കെ പറഞ്ഞാല് ഏതായിരുന്നു ഓർമ്മ ഉണ്ടല്ലോ അല്ലെ? പെർട്ടിക്കുലർ അഫർമേറ്റീവ് സെന്റൻസ് ആണ് അല്ലെ? അപ്പൊ സം ഇതും അങ്ങനെ തന്നെയാണ്, ഒരു മാറ്റമല്ല. സമ്മിനൊന്നും ഒരു മാറ്റമല്ല. ആ സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് ഇവിടെ പോയറ്റ്സ് എന്നുള്ളതായിരുന്നു സബ്ജക്റ്റ്, ഇവിടെ സിംഗേഴ്സ്. ഇവിടുത്തെ പ്രെഡിക്കേറ്റ് ഇങ്ങോട്ട് സബ്ജക്റ്റ് ആയിട്ടും ഇവിടുത്തെ പ്രെഡിക്കേറ്റ് ഇവിടെ ഇവിടുത്തെ സബ്ജക്റ്റ് ഇവിടുത്തെ പ്രെഡിക്കേറ്റ് ആയിട്ടും മാറി. ജസ്റ്റ് എന്താണ് ഇന്റർചേഞ്ച് ചെയ്യുക, പ്രെഡിക്കേറ്റും സബ്ജക്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, ഇന്റർചേഞ്ച് ചെയ്യുക. ഇവിടെ ഇതിന്റെ വാലിഡ് ആയിട്ടുള്ള കൺക്ലൂഷൻ ആണ്. ഈക്കും ഐക്കും വാലിഡ് ആയിട്ടുള്ള കൺക്ലൂഷൻ ആണ്. അതുപോലെ തന്നെ സം ഡോഗ്സ് ആർ, സം നോട്ടിന് ഓ സെന്റൻസിന് ഓ പ്രപ്പോസിഷന് ഒരു വാലിഡ് ആയിട്ടുള്ള കൺവേർഷൻ ഇല്ല. അങ്ങനെയാണ്. അതങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ. ഓ കൺവേർഷൻ നടക്കുമ്പോൾ ഓ അതായത് ഓ പ്രപ്പോസിഷൻ, ഓ എന്ന് പറഞ്ഞാൽ എന്താണ്, പെർട്ടിക്കുലർ നെഗറ്റീവിന് ഒരു വാലിഡ് ആയിട്ടുള്ള കൺവേർഷൻ ഇല്ല. ഇനി നമ്മൾ എ പറഞ്ഞിട്ടില്ല, അത് നോക്കാം. ജസ്റ്റ് എയിലെ ചെറിയൊരു മാറ്റം ഉണ്ട്. നമ്മൾ എല്ലാ ഇയും ഐയും നേരെ എന്താണ് സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എ സെന്റൻസ്, നമ്മളെ യൂണിവേഴ്സൽ അഫർമേറ്റീവ് ആയിട്ടുള്ള എ സെന്റൻസ് ഐയിലേക്കാണ് മാറുക. അത് ഓർത്ത് വെക്കണം. സം ആയിട്ട് അത് മാറും. അതൊരു പെർട്ടിക്കുലർ കേസ് ആണ്. ഓക്കെ, ആൾ ഡോഗ്സ് ആർ മമ്മൽസ്. ഇവിടെ ഇത് മാറുന്നുണ്ട്, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും മാറുന്നുണ്ട്. അതുപോലെ തന്നെ എ സെന്റൻസ് എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്? ഐ സെന്റൻസിലേക്കാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അത് ഒരിക്കലും മാറിപ്പോകരുത്. ഈ ബാക്കി ഇയും ഐയും സെയിം, ഇയും ഐയിലേക്ക് തന്നെയാണ്. ഓക്ക് വാലിഡേഷൻ ഇല്ല. ഇതിന് നമ്മൾ പറയാ ഇത് വാലിഡ് ആണ്, പക്ഷെ വാലിഡ് ബട്ട് ലിമിറ്റേഷൻ എന്നാണ് നമ്മൾ ഇതിന് പറയാം. എന്താണെന്ന് ചോദിച്ചാല് ഇത് എയിലേക്ക് തന്നെ മാറിയില്ലല്ലോ, അതിന് നമ്മൾ വാലിഡ് ബട്ട് ലിമിറ്റേഷൻ അങ്ങനെയാണ് പറയാം. ഓക്കെ, അപ്പോ ഓക്ക് വാലിഡ് കൺവേർഷൻ തന്നെ അല്ല, ഈക്കും ഐക്കും വാലിഡ് ആയിട്ടുള്ള കൺവേർഷൻ ഉണ്ട്, എക്ക് വാലിഡ് ബട്ട് ലിമിറ്റേഷൻ അങ്ങനെയാണ് നമ്മൾ പറയാ കേട്ടോ. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ അതിന്റെയൊക്കെ സെന്റൻസ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അതന്നെയാണ് ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്റർചേഞ്ച് സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ് ടേം, അതായത് സബ്ജക്ട് ഓഫ് ദ പ്രിമൈസ് ബിക്കം ദ പ്രെഡിക്കേറ്റ് ടേം ഓഫ് ദ കൺക്ലൂഷൻ ആൻഡ് ദ പ്രെഡിക്കേറ്റ് ടേം ഓഫ് ദ പ്രിമൈസ് വിൽ ബി ദ സബ്ജക്ട് ഓഫ് ദ കൺക്ലൂഷൻ. അതൊക്കെ ഞാൻ ഇതുവരെ പറഞ്ഞത് തന്നെയാണ്. ദ പ്രിമൈസ് ഈസ് കാൾഡ് ദ കൺവേർട്ടൻ ആൻഡ് ദ കൺക്ലൂഷൻ ഈസ് കാൾഡ് കൺവേഴ്സ്. ദ കൺവേഴ്സ് ഓഫ് ഓൾ ഈസ് സം. അതായത് ഞാൻ പറഞ്ഞു യൂണിവേഴ്സൽ എ സെന്റൻസ് ഐ സെന്റൻസിലേക്കാണ് മാറുക. കൺവേർഷൻ ഫോർ എ പ്രപ്പോസിഷൻ ഈസ് വാലിഡ് ബൈ ലിമിറ്റേഷൻ എന്നാണ് നമ്മൾ പറയാ. അത് വാലിഡ് ആണ്, ബട്ട് ലിമിറ്റേഷൻ ഉണ്ട്. ബട്ട് നോട്ട്, പക്ഷെ എന്തല്ല, ലോജിക്കലി ഈക്വാലന്റ് അല്ല. അപ്പൊ നോക്കൂ, പിന്നെ ഇവിടെ പറഞ്ഞ ഇ ആൻഡ് ഐ പ്രപ്പോസിഷൻ വിൽ കൺവേർട്ടഡ് ഇ ആൻഡ് ഐ റെസ്പെക്റ്റീവ്ലി. അത് അങ്ങനെ തന്നെ പറഞ്ഞു, വാലിഡ് കൺവേർഷൻ ഫോർ ഓ പ്രപ്പോസിഷൻ. ഇപ്പൊ ഇങ്ങോട്ട് നോക്കൂ, ഇതില് നമ്മൾ പറഞ്ഞു എ സമ്മിലേക്ക് മാറുന്നത് കൊണ്ട്, ഓൾ സമ്മിലേക്ക് മാറുന്നത് കൊണ്ട് വാലിഡ് ബട്ട് ലിമിറ്റേഷൻ ആണ്. അതുകൊണ്ട് എന്തല്ല, ലോജിക്കലി അവർ തമ്മിൽ ഈക്വാലന്റ് സെന്റൻസ് അല്ല. ഇവിടെ ലോജിക്കലി ഈക്വാലന്റ് സെന്റൻസ് ഉള്ളത് ഈക്കും ഐക്കും മാത്രമാണ്. കാരണം അത് എന്താണ് ഈ ഇയിലേക്കും ഐയിലേക്കും തന്നെ മാറുന്നത് കൊണ്ട് അവരെന്താണ്, അവർക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ എന്ത് ലോജിക്കലി ഈക്വാലന്റ് ആയിട്ടുള്ള സെന്റൻസ്. ഇത് എന്താന്ന് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻ ഒക്കെ എങ്ങനെയാ ചോദിക്കാന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മൾ കൺവേർട്ടന്റ് കൺവേഴ്സ്ന്നോ അല്ലെങ്കിൽ ഒന്നിലേക്ക് കൺവേർട്ട് ചെയ്യാന്നൊന്നും പറഞ്ഞിട്ടല്ല ചോദിക്കുക. അതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാ വരികയെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും കേട്ടോ. ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഇങ്ങനത്തെ ഒരു സെന്റൻസ് നിങ്ങൾ PYQ ഒക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ലോജിക്കലി ഈക്വാലന്റ് ദ സ്റ്റേറ്റ്മെന്റ് നോ സെയിൻസ് ആർ മെറ്റീരിയൽസ്. ഇങ്ങനെ ഇപ്പൊ റീസെന്റ് ഒരുപാട് ചോദ്യങ്ങൾ ലോജിക്കലി ഈക്വാലന്റ് ആയിട്ടുള്ള സെന്റൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സെന്റൻസ് തരും, അതിൽ ഒരുപാട് സെന്റൻസ് തരും. ഇതിൽ ലോജിക്കലി ഈക്വാലന്റ് ആയിട്ടുള്ള സെന്റൻസ് ചിലപ്പോൾ ഒന്നേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന ഇപ്പൊ നോ സയൻസ് ആർ മെറ്റീരിയൽസ് എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ തന്നിരിക്കുന്ന ഇതിനെ ആദ്യം നമ്മൾ കൺവേർട്ട് ചെയ്യുക. അപ്പൊ അതിന്റെ കൺവേഴ്സ് ആയിട്ടുള്ള സെന്റൻസ് ഇതിലുണ്ടോ എന്ന് നമ്മൾ നോക്കും. അപ്പൊ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ലോജിക്കലി ഈക്വാലന്റ് ആയിട്ടുള്ള സെന്റൻസ് ഒന്നാണതാണ്. ഈ കൺവേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തത് ഒബ്വേർഷൻ നോക്കും. അപ്പൊ ഒബ്വേർഷൻ നോക്കുമ്പോൾ ഒബ്വേർഷനും ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ
നമ്മൾ എന്ത് ചെയ്യും? അടുത്തത് കോൺട്രാപൊസിഷൻ നോക്കും. ഇനി ചിലപ്പോ ഒന്നിൽ കൂടുതൽ സെന്റൻസുകൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും. ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ എന്ത് ചെയ്യാണ്ടാവും? സം പ്രൊഫസേഴ്സ് ആർ സ്പിരിച്വലിസ്റ്റ് എന്നാണ് ഇതിന്റെ ഒരു സെന്റൻസ്. ഇതിന് ഈക്വാലന്റ് ആയിട്ടുള്ള സെന്റൻസുകൾ ഇതിൽ നമുക്ക് ഓപ്ഷൻസിൽ നോക്കിയാൽ അറിയാം. ഒന്നിൽ കൂടുതൽ സെന്റൻസ് നമുക്ക് എന്തായാലും തിരഞ്ഞെടുക്കാണ്ട്. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒന്നെങ്കിൽ പിന്നെ കൺവേർഷൻ ഉണ്ടാവും, ഒബ്വേർഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒബ്വേർഷൻ ഉണ്ടാവും, കോൺട്രാപൊസിഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ മൂന്നും ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ 3 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക. ഇങ്ങനെയാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരിക. അല്ലാതെ ഡയറക്റ്റ് നമ്മളോട് എന്താണ് ഒരു പ്രിമൈസ് തന്നിട്ട് അതിൽ നിന്ന് എന്താണ് കൺവേർഷൻ വഴിയോ അല്ലെങ്കിൽ ഒബ്വേർഷൻ വഴിയോ ലോജിക്കലി ഈക്വാലന്റ് ആയിട്ടുള്ള സെന്റൻസ് കണ്ടെത്തുക, അങ്ങനെ ആയിരിക്കില്ല ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ഇങ്ങനെയാണ് വരിക. ഓക്കെ, അപ്പൊ ഞാനിതൊന്ന് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് എന്നുള്ള ഒരു എന്താണ് ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മനസ്സിലാവുന്നുള്ളതുകൊണ്ടൊന്ന് ജസ്റ്റ് പറഞ്ഞാണ്. ഓക്കെ, ദെൻ നമുക്ക് നമ്മുടെ ഇതിലേക്ക് പോവാം. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾ ഇതിൽ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ടത് വാലിഡ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ഉള്ളത്, വാലിഡ് ആയിട്ടുള്ള ഒരു കൺവേഴ്സ് ഉള്ളത് ഇക്കും ഐക്കും ആണ്. എക്ക് ഉണ്ട് ബട്ട് ലിമിറ്റേഷൻ ആണ്. വാലിഡ് ബട്ട് ലിമിറ്റേഷൻ ബട്ട് ലോജിക്കലി ഈക്വാലന്റ് അല്ല. ഇവർ രണ്ടാളും ലോജിക്കലി ഈക്വാലന്റ് ആണ്. ഇയും ഐയും വാലിഡും ആണ്, ലോജിക്കലി ഈക്വാലന്റും ആണ്. ഇതെന്തല്ല? വാലിഡ് ബട്ട് ലിമിറ്റേഷൻ ലോജിക്കലി ഈക്വാലന്റ് അല്ല. സം നോട്ടിന് പിന്നെ കൺവേർഷൻ തന്നെ ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മള് പിന്നെ കൺവേർഷനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമ്മള് ഇമ്മീഡിയറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസിൽ ഒന്ന് പഠിച്ചു. ഇമ്മീഡിയറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസ് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചു? ഒറ്റ പ്രിമൈസിൽ നിന്ന് കൺക്ലൂഷൻ ഡ്രോൺ ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസ് പറയാം. അതിൽ ഒന്നാമത്തേതായിരുന്നു കൺവേർഷൻ. അപ്പൊ അത് ക്ലിയർ ആണോ ഗൈസ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കോ. Guys, are you clear? Guys, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, ബാസിൽ ഐഫോൺ യെസ്. ഓക്കെ, ക്ലിയർ. ദെൻ നദീറ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാധാരണ പെട്ടെന്ന് കാണാറുണ്ട് കമന്റ് ബോക്സിൽ, കാണാത്തോണ്ട് ചോദിക്കാണ്. എന്തെങ്കിലും ഡൗട്ട്സ് അവിടെ ഇല്ലേ? ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യും? ആരും ക്ലിയർ അല്ലേ ഗൈസ്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? ഓക്കെ, നമ്മൾ പറഞ്ഞു ഇമ്മീഡിയറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസ്. ഡിഡക്റ്റീവ് ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ പ്രിമൈസിൽ നിന്ന് കൺക്ലൂഷൻ ഡ്രോൺ ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ്. ഇമ്മീഡിയറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസ് എന്ന് പറയുമ്പോൾ ഒറ്റ പ്രിമൈസേ ഉണ്ടാവുള്ളൂ. അതിൽ ഒറ്റ പ്രിമൈസിൽ നിന്ന് തന്നെ നമ്മൾ കൺക്ലൂഷൻ ഉണ്ടാക്കണം. അത് ഏതൊക്കെ വഴിയാണ്? കൺവേർഷൻ, ഒബ്വേർഷൻ ആൻഡ് കോൺട്രാപൊസിഷൻ ആൻഡ് ഇംപ്ലിക്കേഷൻ. ഈ 4 എന്താണ് പ്രോസസ് വഴിയാണ്. അതിൽ ഒന്നാമത്തെയാണ് നമ്മൾ കൺവേർഷൻ എന്ന് പറഞ്ഞത്. കൺവേർഷൻ എന്താ ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ഓരോ സെന്റൻസ് തരും. ഇപ്പൊ എന്താണ് പ്രപ്പോസിഷനിൽ നമ്മൾ ഒരു സെന്റൻസ് തന്നു കഴിഞ്ഞാൽ, അതായത് എ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ആൾ ഡോഗ്സ് ആർ മമ്മൽസ്, ഇങ്ങനെ ഒരു പ്രപ്പോസിഷൻ നമ്മൾ തന്നു കഴിഞ്ഞു. അതിന്റെ കൺവേഴ്സ് നമ്മൾ എങ്ങനെയാ കണ്ടെത്തുക? എ എന്നുള്ളത് ഐയിലേക്കാണ് കൺവേർട്ട് ചെയ്യപ്പെടുക. അതായത് ഇപ്പൊ താഴെയുള്ള ഇയും ഐയും ഒക്കെ ഇയും ഐയിലേക്ക് തന്നെയാണ്, അതിൽ മാറ്റല്ല. പക്ഷേ ഈ ഐ എന്ന് പറഞ്ഞാൽ ഏതാണ്? സം അല്ലേ? ഐ പ്രപ്പോസിഷൻ സം ആണ്. അതൊക്കെ നിങ്ങൾക്ക് തറായിരിക്കണം കേട്ടോ മൈൻഡില്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അതായത് അതാ ഞാൻ പറഞ്ഞത്, മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാം പരസ്പരം കണക്റ്റഡ് ആയിട്ടാ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് എന്താണ് പിന്നെ നല്ല ബേസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരാം. അപ്പൊ നമ്മൾ കൺവേർട്ട് ഈ ഒരു എന്താണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ്, ഒരു പ്രപ്പോസിഷൻ നമുക്ക് തന്നു, ആൾ ഡോഗ്സ് ആർ മമ്മൽസ് എന്നുള്ള ഒരു പ്രപ്പോസിഷൻ തന്നു. അതിലെ കൺവേർഷൻ നടത്തണം. അപ്പൊ എങ്ങനെയാ നടത്തുക? എ പ്രപ്പോസിഷൻ ഓൾ എന്നുള്ളത് എപ്പോഴും ഐയിലേക്കാണ് മാറുക. അതായത് അതിന്റെ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാല്, ഓൾ എന്നുള്ളത് സമ്മിലേക്കാണ് മാറുക. ആ സമ്മ് അവിടെ കൊടുക്കുക. ദെൻ ഈ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. ഇവിടുത്തെ സബ്ജക്റ്റ് ഇവിടുത്തെ പ്രെഡിക്കേറ്റ് ആവും. കണ്ടോ? ആൾ ഡോഗ്സ് ആർ മമ്മൽ എന്നുള്ളത് സം മമ്മൽസ് ആർ ഡോഗ്സ് എന്നാവും. ജസ്റ്റ് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും? ഇന്റർചേഞ്ച് ചെയ്യും.
ഇതിന്റെ അതുപോലെ തന്നെ എ എന്നുള്ള എന്താണ് പ്രപ്പോസിഷൻ എന്തിലേക്ക് മാറും? ഐ പ്രപ്പോസിഷനിലേക്ക് മാറും. അതാണ് എന്റെ കൺവേഴ്സ്. അതായത് എ ഓൾ എന്ന് വെച്ചിട്ട് ഏത് എന്താണ് സെന്റൻസ് പ്രപ്പോസിഷൻ നമുക്ക് തന്നാലും അതിനെ കൺവേർട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, സമ്മിലേക്കാണ് മാറുക. സമ്മ് കൊടുക്കുക, ദെൻ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് ഇന്റർചേഞ്ച് ചെയ്യുക. ഇനി ഈ നോക്കിക്കോളൂ. ഈ സെന്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂണിവേഴ്സൽ സമ്മിലേക്ക് മാറിയ പോലെ ഇവിടെ മാറുന്നില്ല. കണ്ടോ? ഇവിടെ നോയിലേക്ക് തന്നെ, പക്ഷെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇവിടുത്തെ ഫിഷ് ഇവിടെ പ്രെഡിക്കേറ്റ് അല്ല ആയത്, ഇവിടുത്തെ പ്രെഡിക്കേറ്റ് ഇവിടുത്തെ സബ്ജക്റ്റ് അല്ല ആയത്. അങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇനി ഐസ് പ്രപ്പോസിഷൻ നോക്കൂ. സം പോയറ്റ്സ് ആർ സിംഗേഴ്സ് എന്നാണ്. ഓക്കെ, അത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ സം വെച്ചിട്ട് ഒരു സെന്റൻസ് നമുക്ക് ചെന്നിട്ട് അത് നമ്മളോട് കൺവേർട്ട് ചെയ്യാൻ പറയാണ്. അത് സമ്മിലേക്ക് തന്നെയാണ് കൺവേർട്ട് ചെയ്യുക. സം സിംഗേഴ്സ് ആർ പോയറ്റ്സ്. ഇവിടുത്തെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഇന്റർചേഞ്ച് ചെയ്താൽ അതിന്റെ കൺവേർട്ടായി, എന്റെ കൺവേഴ്സ് ആയി. ഈ ഒരു കൺവേർട്ടന്റിന്റെ കൺവേഴ്സ് അതിൻ്റെത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടെ വേറെ ഇപ്പോ സം ഡോഗ്സ് ആർ മമ്മൽസ് ആണ് ഇവിടെ ഉണ്ടെങ്കിൽ എങ്ങനെയാ മാറുക? സം മമ്മൽസ് ആർ ഡോഗ്സ് തന്നെ ആയിരിക്കും അതിന്റെ കൺവേർഷൻ. ഇനി ഓ സബ്ജക്റ്റിന് ഓ പ്രപ്പോസിഷന് എന്തില്ല, ഒരു വാലിഡ് ആയിട്ടുള്ള കൺവേർഷൻ, അത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റൂല. ഇത്രയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇത് ഓള് സമ്മിലേക്ക് മാറുന്നത് കൊണ്ട് തന്നെ വാലിഡ് ആയിട്ടുള്ള കൺവേർഷൻ ഉണ്ട്, പക്ഷെ ലോജിക്കലി ഈക്വാലന്റ് അല്ല എന്നാണ് നമ്മൾ പറയാ. അതൊക്കെ എന്തുകൊണ്ട് ലോജിക്കലി ഈക്വാലന്റ് എന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും നമ്മൾ അത്രത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട. പക്ഷെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, കൺവേർഷനിൽ ലോജിക്കലി ഈക്വാലന്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതൊക്കെ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ ആണ് എന്ന് ചോദിക്കും. അപ്പൊ ഈക്കും ഐക്കും മാത്രമേ ഉള്ളൂ എന്ത് ലോജിക്കലി ഈക്വാലന്റ് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ഉള്ളത്. ഇതിന് വാലിഡ് ആണ്, ബട്ട് ലിമിറ്റേഷൻ ഉണ്ട്. എന്താണ് ആ ലിമിറ്റേഷൻ? ഓൾ സമ്മിലേക്കാണ് മാറുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ആ ഓൾ സമ്മിലേക്ക്, ഇവിടൊക്കെ നോയിലേക്കും സമ്മിലേക്കും തന്നെയാണ് മാറിയത്. ഇവിടെ ഓൾ സമ്മിലേക്ക് മാറുന്നതുകൊണ്ടാണ് നമ്മൾ അവിടെ ഒരു വാലിഡ് ബട്ട് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അത് ലോജിക്കലി ഈക്വാലന്റ് അല്ല. അപ്പൊ ഓൾ ലോജിക്കലി ഈക്വാലന്റ് അല്ല. കൺവേർട്ട് ചെയ്യുമ്പോൾ നോയും സമ്മും ലോജിക്കലി ഈക്വാലന്റ് ആണ്. സമ്മിന് പിന്നെ കൺവേർഷൻ തന്നെ ഇല്ല. ഇത്രയാണ് പറഞ്ഞത്. ഓക്കെ ആണോ? ഓക്കെ, ക്ലിയർ. ഇനി നെക്സ്റ്റ്, ഇനി ആകെ തല തിരിയരുത് കേട്ടോ. ഒക്കെ ഒന്നിനോട് എന്താ പറയാ, ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഓരോ ദിവസം കൺവേർഷൻ ഓരോ ദിവസം, ഒബ്വേർഷൻ ഓരോ ദിവസം, കോൺട്രാപൊസിഷൻ ഓരോ ദിവസമൊക്കെ ടൈം എടുത്ത് എന്താ പറയാ അത് നമ്മൾ നല്ലോണം ക്ലിയർ ആക്കിയിട്ട് മറ്റേലേക്ക് പോക്ക് വേണം. അപ്പൊ നിങ്ങൾ ആ കൺഫ്യൂഷൻ ആവരുത്. ഇതിൽ കുറച്ച് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാനോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും ലെക്ചർ നോട്ടൊക്കെ എഴുതി വെച്ചാൽ ആദ്യമായിട്ടാണ് എന്നുള്ളവർക്ക് ആയിരിക്കും കുറച്ച് ഡൗട്ട്. പക്ഷെ രണ്ടാമതും മൂന്നാമതും കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ഞാൻ ടേബിൾ ഒബ്വേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? We change the quality of proposition and replace the predicate term by its complement. Obversion is valid for any standard form of categorical proposition. അതാണ് ഇവിടുത്തെ എന്താണ് വളരെ പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലൊക്കെ കാണാറുണ്ട് കേട്ടോ. എന്തറിയോ, ഞാൻ നേരത്തെ പറഞ്ഞു കൺവേർഷൻ എന്തല്ല വാലിഡ് അല്ല ചില സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിടെയൊക്കെ? പിന്നെ ഇതാ ഓക്ക് വാലിഡ് ആയിട്ടുള്ള കൺവേർഷൻ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒബ്വേർഷൻ അങ്ങനെയല്ല. എല്ലാ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷനും ഒരു കൺവേർഷൻ എന്താ പറയാ വാലിഡ് ആയിട്ടുള്ള ഇതുണ്ട്, ഒബ്വേർഷൻ ഫോം ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലൊക്കെ കാണലുണ്ട്. കോൺട്രാപൊസിഷനും അതുപോലെ എല്ലാ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷനും വാലിഡ് ആയിട്ടുള്ള ഒരു ഫോം ഇല്ല. പക്ഷെ ഒബ്വേർഷന് മാത്രമാണ് എന്തുള്ളത്, ഇതിൽ വാലിഡ് ആയിട്ടുള്ള ഒരു എല്ലാ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷനും വാലിഡ് ഉള്ളത്. അപ്പൊ അത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്. ഇനി എന്താണ് ഒബ്വേർഷൻ നോക്കാം. ആയിക്കോളൂ. ഒബ്വേർട്ടൻ, നമ്മൾ ഒബ്വേർഷൻ ചെയ്യുന്ന പ്രിമൈസിനെ ഒബ്വേർട്ടന്റ് എന്നും പിന്നെ ചെയ്യപ്പെടുന്നതിന്, അതായത് നമുക്ക് കിട്ടുന്ന കൺക്ലൂഷന് ഒബ്വേഴ്സ് എന്നുമാണ് കേട്ടോ പറയാം. അപ്പൊ ഇതെങ്ങനെയാണ് ഒബ്വേർട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ നോക്കൂ, ഓളിന്റെ നേരെ ആ സ്ക്വയർ ഓഫ് ഓപ്പോസിഷൻ നമ്മൾ പഠിച്ച സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു റെക്ടാങ്കിൾ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരും. ഓളിന്റെ നേരെ ആരായിരുന്നു? നോ അല്ലേ? നമ്മൾ ഇങ്ങനെ ഒരു പിന്നെ സ്ക്വയർ ഓഫ് ഓപ്പോസിഷന്റെ
ഇതൊക്കെ വരച്ചപ്പോ എ ഇവിടെ കൊടുത്തു, നമ്മള് ഇവിടെ നോ കൊടുത്തു, അങ്ങനെയല്ലേ? എന്റെ നേരെ നോ, അതായത് യൂണിവേഴ്സൽ അഫർമേറ്റീവും യൂണിവേഴ്സൽ നെഗറ്റീവും നേരെ ആയിരുന്നേ. അപ്പൊ അവര് തമ്മിൽ പരസ്പരം എന്ത് ചെയ്യും? ഇവിടെ ഓൾ എന്നുള്ളത് നോ ആവും, നോ എന്നുള്ളത് ഓൾ എന്നാവും. ഒന്നുമില്ല, എന്താണ് കൺഫ്യൂഷൻ ആവാനില്ല. ഒബ്വേർഷൻ നടത്തുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഓൾ എന്നുള്ളത്, അതായത് നേരെ ഉള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. ഓൾ ഉള്ളത് നോയും ആവും, നോ ഉള്ളത് ഓളും ആവും ഫസ്റ്റ് സെന്റൻസുകൾ. എ സെന്റൻസ് ഇയിലേക്കും ഈ സെന്റൻസ് എയിലേക്കും ആവും. ഇനി നേരെ താഴേക്ക് നോക്കൂ. സം ഉള്ളത് സം നോട്ടിലേക്കും മാറും, സം നോട്ട് ഉള്ളത് എന്തിലേക്കും മാറും? സമ്മിലേക്കും മാറും. അതാണ് ഫസ്റ്റത്തെ ഇവര് എന്താണ് ഒബ്സർവേഷൻ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നും കൂടെ പറയാം. ഓൾ നോയിലേക്ക് എങ്ങനെയാണ് ആ നേരെയുള്ള, അതായത് ഓളും നോയും എന്ന് പറഞ്ഞാല് നമ്മൾ സ്ക്വയർ ഓഫ് ഓപ്പോസിഷന്റെ ആ ഒരു പിക്ചർ മൈൻഡിലേക്ക് കൊണ്ട് നേരെയുള്ളവരായിരുന്നില്ലേ? മുകളിലുള്ള രണ്ടാളുകളായിരുന്നു യൂണിവേഴ്സൽ അഫർമേറ്റീവും യൂണിവേഴ്സൽ നെഗറ്റീവും. ഓളും നോയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഓള് നോയിലേക്ക്. ഇനി നോ സെന്റൻസ് എങ്ങോട്ടാ മാറുന്നത്? ഓളിലേക്ക്. ഇനി സം സെന്റൻസ് എങ്ങോട്ട് മാറും? സമ്മിന്റെ നേരെയായിരുന്നു സം നോട്ട് ഉണ്ടായിരുന്നത്. സം നോട്ട് സെന്റൻസിലേക്കും സം നോട്ട് എന്ത് ചെയ്യും? സം സെന്റൻസിലേക്കും മാറും. ഇത്രയും ക്ലിയർ ആണോ? ജസ്റ്റ് അതൊന്ന് പറഞ്ഞേ, ഇത്രയും ക്ലിയർ ആണോ? ഒബ്സർവേഷൻ നടത്തുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അറിയിക്കോ? അത് ക്ലിയർ ആക്കിയിട്ട് പോയാൽ മതിയല്ലോ അടുത്തതിലേക്ക്. അതായത് ഓൾ നോയിലേക്കും നോ ഓളിലേക്കും, സം നോട്ടിലേക്കും സം നോട്ട് സമ്മിലേക്കും. ഓക്കെ, ക്ലിയർ ആണ്? ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഓൾ നോയിലേക്കും നോ ഓളിലേക്കും, സം നോട്ടിലേക്കും സം നോട്ട് സമ്മിലേക്കും. എന്താണ് ഓൾ ഓളിലേക്കും എന്നൊക്കെ പറയാം, ഓൾ നോയിലേക്കും. അതായത് ആ സെന്റൻസിന്റെ ഏത് എ ഈ സെന്റൻസ് ആയി മാറും, ഈ സെന്റൻസ് എ സെന്റൻസ് ആയി മാറും, ഐ സെന്റൻസ് ഓ സെന്റൻസും ഓ സെന്റൻസ് ഐ സെന്റൻസും ആയിട്ട് മാറും. ഓക്കെ, ഇനി നോക്കിക്കോളൂ. ഇവിടെ എന്താണ്? സബ്ജക്റ്റിന് ഒരു മാറ്റമില്ല. സബ്ജക്റ്റിന് നമ്മൾ ഒന്നും ചെയ്യണ്ട. ഇവിടെ കൺവേർഷൻ ചെയ്തതുപോലെ ഇന്റർചേഞ്ച് ഒന്നും വേണ്ട. സബ്ജക്റ്റ് അതുപോലെ തന്നെ ഇതാ കണ്ടോ? നോ നമ്മൾ ഇവിടെ മാറ്റി. പിന്നെ ഡോഗ്സ്, ഇവിടെയും ഡോഗ്സ് ആണ്, ഇവിടെയും ഡോഗ്സ് ആണ്. പിന്നെന്താ വേണ്ടത്? ഇവിടെ പ്രെഡിക്കേറ്റിന്റെ കോംപ്ലിമെന്റ് ചേർത്ത് കൊടുക്കുക. എന്താണ് കോംപ്ലിമെന്റ് പറഞ്ഞാൽ? ഒരു വേർഡിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അതിനോട് കൂടെ നോൺ ചേർക്കുക, അത്രേ ഉള്ളൂ. നോൺ മമ്മൽസ് എന്നുള്ളതിന്റെ കോംപ്ലിമെന്റ് ആണ് നോൺ മമ്മൽ. സിംഗേഴ്സ് എന്നുള്ളതിന്റെ നോൺ സിംഗേഴ്സ്, അതാണ് അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല്. അപ്പോ ആദ്യം നമ്മൾ ഓൾ എന്താണ് അതിന്റെ ക്വാളിറ്റി മാറ്റി, നമ്മൾ അങ്ങനെയാണ് പറയാ. ഒരു എന്താണ് ഡെഫിനിഷനായി പറയുമ്പോൾ ക്വാളിറ്റി മാറ്റി, ക്വാളിറ്റി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. ആൾ നോയിലേക്കും, ആൾ എന്നുള്ള ഇവിടെ പോസിറ്റീവ് ആയിരുന്നു, ഇവിടെ നെഗറ്റീവ് ആക്കി. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആക്കുന്നില്ല, ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ഓൾ നോയിലേക്കും നോ ഓളിലേക്കും, സം നോട്ടിലേക്കും സം നോട്ട് സമ്മിലേക്കും. പിന്നെ സബ്ജക്ട് നമ്മൾ അതുപോലെ എഴുതി. പ്രെഡിക്കേറ്റിനെ നമ്മൾ മാറ്റുന്നത് അതിന്റെ കോംപ്ലിമെന്റ് ആക്കിയിട്ടാണ് മാറ്റുന്നത്. മനസ്സിലായോ? അതായത് ഇവിടെ മമ്മൽസ് എന്നുള്ളത് നോൺ മമ്മൽസ്, ഇവിടെ സിംഗേഴ്സ് എന്നുള്ളത് നോൺ സിംഗേഴ്സ്, ഡോക്ടേഴ്സ് എന്നുള്ളത് നോൺ ഡോക്ടേഴ്സ്, പിന്നെ സ്റ്റേറ്റ്സ്മാൻ എന്നുള്ളത് നോൺ സ്റ്റേറ്റ്സ്മാൻ. അങ്ങനെയാണ് നമ്മൾ മാറ്റുക. അതാണ് ഒബ്വേർഷൻ എന്ന് പറഞ്ഞാല്. അതായത് ഫസ്റ്റ് നമ്മൾ അതിന്റെ ക്വാളിറ്റി മാറ്റി കൊടുക്കുന്നു, ദെൻ സബ്ജക്ട് അതുപോലെ തന്നെ എഴുതുന്നു, പ്രെഡിക്കേറ്റ് അതിന്റെ കോംപ്ലിമെന്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു. ഇത്രയും ക്ലിയർ ആണോ ഗൈസ്? ഇത്രയേ ഉള്ളൂ ഒബ്വേർഷൻ എന്ന് പറഞ്ഞാല്. ക്ലിയർ ആണോ? ആരൊന്നും പറയുന്നില്ലല്ലോ. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഇനി റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഒന്നും കൂടെ പറയാം. റിപ്പീറ്റ് ചെയ്യണോ ഗൈസ്? ഫസ്റ്റ് ആയിട്ട് കേൾക്കുമ്പോ സ്വാഭാവികമാണ്, കൺഫ്യൂഷൻ ആണ്. ഓക്കെ, ഒരാൾ ക്ലിയർ ആണ്, അടുത്ത ആള്. ഓക്കെ ആണെന്നുള്ളത് ഇനി പറയണോ? ഓക്കെ, ഇനി പറയണോ എന്നുള്ളതിനല്ലല്ലോ. ഓക്കെ, ഒബ്വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നും കൂടെ പറയാൻ ആർക്കെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ, ഓളിനെ നമ്മൾ ഇങ്ങനെ എ സെന്റൻസിനെ ഇയിലേക്ക്, ഈ സെന്റൻസിലേക്ക്, ഈ സെന്റൻസിനെ എ സെന്റൻസിലേക്ക്, ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഫസ്റ്റ്. അതായത് എ ഇയിലേക്ക് ഇ, പിന്നെ ഐയും ഓയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അതായത് ഇതാ തന്നിട്ടുള്ള, നമ്മൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഇതുപോലെ ഒരു ഒബ്വേർട്ടന്റ് ആയിരിക്കും തരിക. എന്നിട്ട് അതിന്റെ ലോജിക്കലി ഈക്വാലന്റ് ആയിട്ടുള്ള സെന്റൻസ് കണ്ടുപിടിക്കാനാണ് അതിൽ ഏതാണുള്ളത് എന്നൊക്കെ. അപ്പൊ നമ്മൾ ഫസ്റ്റ് കൺവേർഷൻ നോക്കും. ആ സെന്റൻസിന്റെ കൺവേർഷൻ നോക്കുമ്പോൾ
അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ഒബ്വേർഷൻ നോക്കും. ഒബ്വേർഷൻ നോക്കുമ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ അടുത്തത് മൂന്നാമത്തെ കോൺട്രാപൊസിഷൻ നോക്കും. ആ കോൺട്രാപൊസിഷനും അതിലേതെങ്കിലും ഒന്നും ഉണ്ടാവും, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഉണ്ടാവും. കാരണം 2-3 സെന്റൻസ് സെലക്ട് ചെയ്യാനുണ്ടെങ്കിൽ 1, 2, 3 ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് തരാൻ പറ്റും. ഇപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഈ ഓൾ ഡോഗ്സ് ആർ മമ്മൽസ് എന്നുള്ളതിന്റെ നമ്മളിപ്പോ ഒബ്വേർഷൻ ആണ് പറയുന്നത്. ഒരു കൺവേർട്ടഡ് സ്റ്റേറ്റ്മെന്റ് കൺവേഴ്സ് എന്തായിരിക്കും? ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് കമന്റ് ബോക്സിൽ ഓൾ ഡോഗ്സ് ആർ മമ്മൽസ്. ഇത് ഒബ്വേർഷൻ ആണ് കേട്ടോ, ഇതല്ല ഞാൻ ചോദിക്കുന്നത്, കൺവേർഷൻ ആണ് ചോദിക്കുന്നത്. ആൾ ഡോഗ്സ് ആർ മമ്മൽസ്, അതിന്റെ ഒരു കൺവേർഷൻ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള ആ കൺവേർഷന്റെ കൺവേഴ്സ് എന്തായിരിക്കും, കൺവേർഷൻ വഴി ഡ്രോൺ ചെയ്തെടുത്ത. ഓക്കെ, സം മമ്മൽസ് ആർ ഡോഗ്സ്. പിന്നെ അടുത്തത് സം മമ്മൽസ് ആർ ഡോഗ്സ്. യെസ്, അതാണ്. അതായത് നമ്മൾ പറഞ്ഞു കൺവേർഷനിൽ ഓൾ സമ്മിലേക്ക് മാറും എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തത് ഈ സെന്റൻസ് ഉണ്ടല്ലോ ഇവിടെ, നോ പോയറ്റ്സ് ആർ സിംഗേഴ്സ്. ഇതിന്റെ ഒരു കൺവേർഷൻ ഒന്ന് പറഞ്ഞേ, അതും കൂടെ ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് പറയും. നോ പോയറ്റ്സ് ആർ സിംഗേഴ്സ്, ഇതിന്റെ ഒരു കൺവേർട്ടഡ് ഫോമും കൂടെ പറഞ്ഞേ. നോ പോയറ്റ്സ് ആർ സിംഗേഴ്സ്. ഞാൻ ഇപ്പൊ ഒബ്വേർഷൻ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൺവേർഷൻ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നോ സിംഗേഴ്സ് ആർ പോയിറ്റ്സ്. യെസ്, അതെ, നോയിലേക്ക് തന്നെയാ മാറുക. ജസ്റ്റ് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഇന്റർചേഞ്ച് ചെയ്താൽ നമുക്ക് കൺവേർഷൻ കിട്ടും. ഇപ്പൊ നമ്മൾ ഒബ്വേർഷനും പഠിച്ചു. ഒബ്വേർഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാളിറ്റി മാറ്റും, അതായത് എ ഇയിലേക്കും ഇ എയിലേക്കും ഐ ഒയിലേക്കും ഒ ഐയിലേക്കും മാറ്റും. ദെൻ സബ്ജക്റ്റ് അതുപോലെ എഴുതും, പ്രെഡിക്കേറ്റ് അതിന്റെ കോംപ്ലിമെന്റ് കൊണ്ട് എന്ത് ചെയ്യും, റീപ്ലേസ് ചെയ്യും. അതായത് ഇവിടെ മമ്മൽസ് എന്നാണെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് ആണ് എന്താണ് അതിന്റെ കൺക്ലൂഷനിൽ ഉണ്ടാവുക. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഒന്നും ആലോചിക്കണ്ട, അതിന്റെ കൂടെ ഒരു നോൺ ചേർക്കുക, അത്രേ ഉള്ളൂ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. PPT കാണുന്നില്ല ഗൈസ്? ഹലോ, PPT ഓക്കെ അല്ലേ? കാണുന്നില്ലേ? PPT ഷെയർ ചെയ്യില്ലെന്ന് വെച്ചാല് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്ന അതാണോ ചോദിക്കുന്നത്? അത് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്തതിലേക്ക് പോവാട്ടോ, കോൺട്രാപൊസിഷൻ. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ കുറിച്ച് കൂടുതലും മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, എന്താണ് കോൺട്രാപൊസിഷൻ? To get the contraposition of a statement, first ഇനിയിപ്പോ നേരത്തെ കൺവേർഷനിലും ഒബ്വേർഷനിലും പറഞ്ഞതല്ലാത്ത കുറച്ചും കൂടി അതെല്ലാം മൂന്നും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിയരുത് ഗൈസ്. ജസ്റ്റ് എന്ത് ചെയ്യാം, പിന്നെ ഓരോന്ന് നമ്മൾ ഇനി ക്ലാസ് കേട്ട് കഴിഞ്ഞ് പഠിക്കുന്ന സമയത്ത് ഒന്ന് പഠിച്ചു കഴിഞ്ഞ് കുറച്ച് ടൈം എടുത്തിട്ട് അടുത്ത് പഠിക്കുക. അത് വീണ്ടും വീണ്ടും മൈൻഡിൽ റിവൈസ് ചെയ്ത് ജസ്റ്റ് എന്താണ് നമുക്ക് അവിടെ ഒരു പിന്നെ തറ ആയതിനു ശേഷം അടുത്തത് പഠിക്കുക കേട്ടോ. പെട്ടെന്ന് ഡൗട്ട് ആവുന്നവർക്ക് കേട്ടോ, അല്ല എല്ലാം ഒപ്പം പഠിച്ചാലും കുഴപ്പമില്ല എന്നുള്ളവരോടല്ല പറയുന്നത്, എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നവരോടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ കോൺട്രാപൊസിഷൻ നമ്മൾ മൂന്നാമത്തെ ഇമ്മീഡിയറ്റ് ഡിഡക്റ്റീവ് പ്രോസസ് പറയാണ്. കോൺട്രാപൊസിഷൻ. To get the contraposition statement, first replace the subject and predicate term in the proposition and exchange both these terms with their complement. Okay, ഇതിലെ പറഞ്ഞുതരാം. എന്താണ് കോൺട്രാപൊസിഷൻ എന്ന് പറഞ്ഞാല്, ഓള് നമ്മൾ നേരത്തെ പറഞ്ഞു ഒബ്വേർഷനില് ഓള് നോയിലേക്കൊക്കെ മാറും. ഇവിടെ ഒന്നും എങ്ങോട്ടും മാറുന്നില്ല. അതാണ് ഇതിന്റെ ഒരു എന്താണ് ഇത്, ഒന്നിൽ എങ്ങോട്ടും മാറുന്നില്ല കേട്ടോ. ഓൾ SESP എന്നുള്ളത് എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഇന്റർചേഞ്ച് ചെയ്യും. നമ്മൾ ഏതിൽ ചെയ്ത പോലെ, കൺവേർഷനിൽ ചെയ്ത പോലെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഇന്റർചേഞ്ച് ചെയ്യും. രണ്ടിന്റെയും കൂടെ നോൺ എന്ന് ചേർക്കും ചെയ്യും. അതാണ് ഇവിടെ ഉള്ളൊരു നമ്മൾ എന്താണ് കോൺട്രാപൊസിഷനിൽ ചെയ്യേണ്ടത്. മനസ്സിലായോ? ഓളും നോയും സമ്മും സംനോട്ടൊന്നും ഒന്നും ആവുന്നില്ല, അത് അതുപോലെ തന്നെയാണ് ആവുക. അതിലൊരു മാറ്റമല്ല. നമ്മൾ കൺവേർഷനിൽ ഓള് സമ്മിലേക്ക് മാറുന്നു പറഞ്ഞിരുന്നു, ഒബ്വേർഷനിൽ ഓള് നോയിലേക്ക് മാറുന്നു പറഞ്ഞിരുന്നു. കോൺട്രാപൊസിഷൻ എത്തിയപ്പോൾ ഓളിൽ തന്നെയാണ്. ഓള് ഇങ്ങോട്ട് മാറുന്നില്ല, നോ മാറുന്നില്ല, സമ്മു മാറുന്നില്ല, സം നോട്ട് മാറുന്നില്ല. ഓക്കെ, ഇതൊന്നും മാറുന്നില്ല. പകരം നമ്മൾ കൺവേർഷനിൽ നടന്ന പോലെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുന്നു. നോക്കൂ, സം SESP എന്നുള്ളത് ഇവിടെ PES എന്നാണ് ഇല്ലേ? സബ്ജക്റ്റും പ്രെഡിക്കേറ്റും, ഇവിടെ സബ്ജക്റ്റ് ആയിരുന്നത് ഇവിടെ പ്രെഡിക്കേറ്റ് ആയില്ലേ? ഇവിടെ പ്രെഡിക്കേറ്റ് ആയത് ഇവിടെ സബ്ജക്റ്റ് ആയില്ലേ?
ഓക്കെ. പിന്നെ രണ്ടിന്റെ കൂടെ ഒരു നോൺ ചേർക്കുക, അതായത് അതിന്റെ കോംപ്ലിമെന്റ് ചേർക്കുക. അത്രേ ഉള്ളൂ കോൺട്രാപൊസിഷനിൽ. ക്ലിയർ ആണോ? ഇവിടെ നോയിലേക്ക് തന്നെ എസും പിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. പിന്നെന്ത് ചെയ്യും? രണ്ടിന്റെ കൂടെ നോൺ ചേർക്കും. സമ്മും അതുപോലെ തന്നെ സം എസ് ഈസ് പി എന്നുള്ളത് സമ്മിൽ തന്നെ പിയും എസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി രണ്ടിന്റെ കൂടെ നോൺ ചേർത്തു. സം എസ് ഈസ് നോട്ട് പി, സം നോട്ട് സെന്റൻസും അതുപോലെ തന്നെ സമ്മും എന്താണ് സം നോട്ട് അതുപോലെ തന്നെ ഉണ്ട്. പിയും എസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി രണ്ടിന്റെ കൂടെ നോൺ ചേർത്തു. ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണോ ഗൈസ്? കൺഫ്യൂഷൻ ആയോ എല്ലാം കൂടെ? കോൺട്രാപൊസിഷനിൽ നമ്മൾ എ പ്രപ്പോസിഷൻ എയിലേക്കും ഇ പ്രപ്പോസിഷൻ ഇയിലേക്കും ഐ പ്രപ്പോസിഷൻ ഐയിലേക്കും ഓ പ്രപ്പോസിഷൻ ഓയിലേക്കും തന്നെയാണ് പോകുന്നത്. ഇവിടെ അതിനൊന്നും ഒരു മാറ്റമല്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യും, രണ്ടിന്റെ കൂടെ നോൺ ചേർക്കും. അത്രേ ഉള്ളൂ. ഇവിടെ ഒബ്വേർഷനിൽ നമ്മൾ എന്താ ചെയ്തിരുന്നത്? എല്ലാം കൂടെ കൺഫ്യൂഷൻ ആകരുത് ഗൈസ്. ആള് നോയിലേക്കും നേരെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മാറി സബ്ജക്റ്റ് അവിടെ അതുപോലെ നിർത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കായിരുന്നു? പ്രെഡിക്കേറ്റിന്റെ കോംപ്ലിമെന്റ് ടൈം എടുത്തിരിക്കായിരുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ നോക്കൂ, ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ഓളിലേക്കും സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് രണ്ടിന്റെ കൂടെ കോംപ്ലിമെന്റ് ചേർത്തു. കോംപ്ലിമെന്റ് ചേർക്കുക എന്ന് പറഞ്ഞാൽ നോൺ ആഡ് ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഇതിന്റെ ഒരു വാലിഡിറ്റി നോക്കാനുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒബ്വേർഷന് എല്ലാ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷനും വാലിഡ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ ഉണ്ട്. നമ്മൾ കൺവേർഷനിൽ നമുക്ക് ആർക്കില്ലായിരുന്നു? ഓയിനില്ലായിരുന്നു. ഇവിടെ നോക്കൂ ഗൈസ്, കോൺട്രാപൊസിഷനിൽ നമ്മൾ ഓളിനും സംനോട്ടിനും ഓളിനും സമ്മിനും വിത്ത് വാലിഡിറ്റി ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ വാലിഡ് ആണ്. ഓളിനും സംനോട്ടിനും കേട്ടോ, ഏറ്റവും മുകളിലും താഴേക്കും ഒരു കുഴപ്പമില്ലാതെ രണ്ടും വാലിഡ് ആണ്. നോക്ക് എന്താണ്? വാലിഡ് വിത്ത് ലിമിറ്റേഷൻ ആണ്. അത് അതുപോലെ പഠിച്ചു വെക്കേണ്ടവർക്ക് പഠിച്ചു കൊടുക്കുക. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. പക്ഷെ സമ്മിന് എന്തില്ല? ഒരു വാലിഡിറ്റിയേ ഇല്ല. അപ്പോ കോൺട്രാപൊസിഷനിൽ വാലിഡിറ്റി തീരെ ഇല്ലാത്തത് ആരാണ്? സമ്മാണ്. അതായത് ഐ സെന്റൻസ്. ഈ പ്രൊപ്പോസിഷൻ എന്താണ്? വാലിഡ് വിത്ത് ലിമിറ്റേഷൻ ആണ്. വാലിഡ് ആണ്, പക്ഷെ ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ ഈ സംഭവം സെയിം അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, കൺവേർഷനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ഓൾ സെന്റൻസ് സമ്മിലേക്ക് മാറുമ്പോ വാലിഡ് വിത്ത് ലിമിറ്റേഷൻ ആയിരുന്നു. ഇത് ഇവിടെ സെയിം സാധനം തന്നെയാണ് വരുന്നത്. അതെങ്ങനെയാ വരുന്നത് എന്ന് ഞാൻ കൺഫ്യൂഷൻ ആവില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഇനി എല്ലാം കൂടി കൺഫ്യൂഷൻ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് പഠിച്ചാൽ മതി. എന്തുകൊണ്ടാണ് എന്നുള്ളത് ക്വസ്റ്റ്യൻ വരില്ല. പക്ഷെ ചിലർക്ക് എന്തുകൊണ്ടാണ് എന്ന് അറിഞ്ഞാലേ മൈൻഡിൽ നിൽക്കും. അങ്ങനെ ഉണ്ടാവുമല്ലോ ചിലവര്. അതായത് എന്തുകൊണ്ടാന്ന് അറിഞ്ഞാലേ പഠിക്കും അറിയില്ലേ, അതുപോലെ ഉണ്ടാവും ചിലര്. അവർക്ക് എന്താണ് എന്തുകൊണ്ടാണെന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പക്ഷെ കൺഫ്യൂഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ബോക്സിൽ എന്തില്ല, വലിയ റെസ്പോൺസ് ഒന്നും കാണാനില്ല. എന്തെങ്കിലും തല തിരിഞ്ഞോ എന്തോ അറിയില്ല. അപ്പൊ നോക്കിക്കോളൂ കേസ്, ഇവിടെ നിങ്ങൾ കോൺട്രാപൊസിഷൻ എന്താണ് വാലിഡിറ്റി ഉള്ളത് ആർക്കൊക്കെയാണ്? സമ്മിനല്ലാത്തവർക്കൊക്കെ വാലിഡ് ആണെന്ന് നമുക്ക് പറയാം. പക്ഷെ നോക്ക് വാലിഡ് വിത്ത് ലിമിറ്റേഷൻ ആണ്. ഓളും സംനോട്ടും കംപ്ലീറ്റ്ലി വാലിഡ് ആണ്. അത്രയെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി എന്തുകൊണ്ടാണ് കോൺട്രാപൊസിഷനിൽ എന്താണ് സമ്മിന് തീരെ വാലിഡിറ്റി ഇല്ലാത്തതും അതുപോലെ തന്നെ നോക്ക് വാലിഡ് വിത്ത് ലിമിറ്റേഷനും എന്നുള്ളത് എങ്ങനെയാന്ന് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാല് ഇതാ, there is another way through which we can get contraposition. അതായത് കോൺട്രാപൊസിഷൻ നമ്മൾ അതായത് ഇങ്ങനെ നേരെ ആൾ എന്നുള്ളത് ഓളിലേക്കും മമ്മൽസും ഡോഗ്സും അങ്ങോട്ടും ഇങ്ങോട്ടും സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് മാറി അതിന്റെ കൂടെ നോൺ ചേർക്കുക എന്നുള്ളത് എന്താണ്? നമ്മളൊരു എന്താ പറയാ കുറുക്ക് വഴി ട്രിക്കിലൂടെ നമ്മൾ കണ്ടെത്തിയതാണ്. ശരിക്കും നമ്മളത് എന്താണ് 3 സ്റ്റെപ്പ് ഉണ്ട്. ഒരു സെന്റൻസിന്റെ കോൺട്രാപൊസിഷൻ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ 3 സ്റ്റെപ്പ് ഉണ്ട്. ആ 3 സ്റ്റെപ്പിലൂടെ ഇങ്ങനെ കടന്നു വരുമ്പോൾ ചിലയിടത്ത് നമ്മൾ സ്റ്റെക്ക് ആവും. അതായത് എവിടെയാണ് സ്റ്റെക്ക് ആവുക? ചിലതിന് നമ്മൾ കൺവേർഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കൺവേർഷൻ ഇല്ലാത്തൊരു സ്ഥലമൊക്കെ എത്തും. സംനോട്ടിന് നമ്മൾ കൺവേർഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എന്താണ് ഇവിടെ അതായത് ഇവിടെ എന്താ സ്റ്റെപ്പ് 1 നമ്മളൊരു ആദ്യം നമുക്ക് തന്ന സെന്റൻസിനെ ഒബ്വേർട്ട് ചെയ്യും. ഫസ്റ്റ് ഒബ്വേർഷൻ നടക്കും.
ആ ഒബ്വേർഷൻ നടന്ന സെന്റൻസിനെ നമ്മൾ വീണ്ടും കൺവേർഷൻ നടത്തും. ആ വീണ്ടും കൺവേർഷൻ നടത്തിയ സെന്റൻസിനെ നമ്മൾ വീണ്ടും ഒബ്വേർഷൻ നടത്തും. അപ്പോഴാണ് നമുക്ക് ശരിക്കും ഒരു സെന്റൻസിന്റെ അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസിഷന്റെ കോൺട്രാപൊസിഷൻ കിട്ടുന്നത്. പക്ഷെ ഇത് നമ്മൾ ഒറ്റ ഇത് വഴി എന്താണ് ചെയ്യുന്നത്, നമ്മള് ഒരു ട്രിക്കിലൂടെ നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് കണ്ടെത്തുകയാണ്. ആ ട്രിക്കിലൂടെ നമ്മൾ കണ്ടെത്തുമ്പോൾ അതിൽ ചില വഴികളൊക്കെ എന്നിട്ടുണ്ട് നമ്മൾ കണ്ടില്ല എന്ന് നടിച്ചിട്ടുണ്ട്. ആ കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, വാലിഡിറ്റിന്റെ കാര്യത്തിൽ പറ്റൂല. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. അതായത് ഇവിടെ ഇങ്ങനെ വാലിഡിറ്റി ഇല്ലാത്തത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് നമ്മൾക്ക് സം നോട്ടിന് കൺവേർഷൻ ഇല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇവിടെ എത്തുമ്പോ ഒരു സെന്റൻസ് സം നോട്ടിന്റെ അവിടെ എത്തുമ്പോൾ ഇവിടെ സ്റ്റെക്ക് ആവും. അപ്പൊ അതിനെന്താണ്, ഒരു കൺക്ലൂഷൻ ഡ്രോൺ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇവിടെ വാലിഡിറ്റി ഇല്ല അല്ലെങ്കിൽ വാലിഡ് വിത്ത് ലിമിറ്റേഷൻ. അതായത് സം നോട്ടിന്റെ അവിടെ എത്തുകയാണെങ്കിൽ കൺക്ലൂഷൻ തന്നെ കിട്ടൂല, അപ്പൊ വാലിഡ് അല്ലാന്ന് നമുക്ക് കിട്ടും. പിന്നെ ഓളിന്റെ അവിടെ എത്തും, ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് ഓൾ സെന്റൻസിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടും. അപ്പൊ ഓൾ സെന്റൻസിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കിട്ടുമ്പോൾ നമ്മൾ ഓൾ സെന്റൻസ് സമ്മിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതേ പഠിച്ചിട്ടുണ്ട്, വാലിഡ് വിത്ത് ലിമിറ്റേഷൻ. അതുകൊണ്ടാണ് ഇവിടെ ഓൾ അല്ല, എന്താ വെച്ചാൽ ആദ്യം ഒബ്വേർട്ട് ചെയ്യുമ്പോ ഈ ഒരു ഇവിടെ നോക്കല്ലേ, നോ ആദ്യം ഒബ്വേർട്ട് ചെയ്യുമ്പോ എന്താവും, ഓൾ ആവും. ആ ഓളിനെ ഇങ്ങനെ വീണ്ടും കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, നോ സെന്റൻസിൽ എന്ത് ചെയ്യാം, വാലിഡ് വിത്ത് ലിമിറ്റേഷൻ കിട്ടുക. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണ്ട, പഠിക്കണം എന്നില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഇത് പഠിച്ചേക്കണം. വാലിഡ് എയിലൊക്കെയാണ് ഈ 3 സ്റ്റെപ്പുകൾ വേണമെന്നുള്ളവർക്ക് പഠിച്ചു വെക്കുക ഫസ്റ്റ്. അതായത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, കൺഫ്യൂഷൻ ആവരുത്. വേണ്ട എന്നുള്ളവര് ഈ ടേബിൾ പഠിക്കുന്നു എന്നുള്ളവര് ഇത് പഠിച്ചു വെച്ചാൽ മതി. ഇത് ശ്രദ്ധിക്കണ്ട കേട്ടോ, കൺഫ്യൂസ്ഡ് ആവുന്നുള്ളവർക്ക് ഇത് പഠിക്കണ്ട, അത് ശ്രദ്ധിക്കണം. ഇനി എന്തുകൊണ്ടാണ് അത് എന്നുള്ളവർ വേണം എന്നുള്ളവരാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ. നമ്മൾ ഒരു സെന്റൻസ് കിട്ടുകയാണ്, കോൺട്രാപൊസിഷൻ ശരിക്കുള്ള അതിന്റെ സ്റ്റെപ്പ് 3 സ്റ്റെപ്പ് വഴിയാണ്. ആൾ ഡോഗ്സ് ആർ മമ്മൽ. അതിന് നമ്മൾ ഫസ്റ്റ് ഒബ്വേർട്ട് ചെയ്യും. ഒബ്വേർട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, ഓളിനെ ഒബ്വേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചു നോയിലേക്കാണ് മാറുക എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഡോഗ്സ് സബ്ജക്റ്റ് അതുപോലെ എടുക്കും. പിന്നെ ആർ മമ്മൽസിന്റെ കോംപ്ലിമെന്റ് കൊണ്ട് ഇതിൽ റീപ്ലേസ് ചെയ്യും. മമ്മൽസ് എന്നുള്ളത് നോൺ മമ്മൽസ് ആണ്. എന്നിട്ട് അപ്പൊ അതിന്റെ ഒരു ഒബ്വേഴ്സ് കിട്ടി. ആ ഒബ്വേഴ്സ് കിട്ടുന്നതിനെ നമ്മൾ വീണ്ടും കൺവേർട്ട് ചെയ്യണം. നോയിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തിലേക്ക് തന്നെയാണ്, നോനെ പിന്നെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോയിലേക്ക് തന്നെയാണ് കൺവേർട്ട് ചെയ്യാന്നാൽ എന്താണ്, ജസ്റ്റ് നോയിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒന്നും നോക്കല്ല, നോയിലേക്ക് തന്നെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക അല്ലെ. അപ്പൊ നോൺ മമ്മൽസ്, ഇവിടുത്തെ മമ്മൽസ് ഇനി ഈ സെന്റൻസിൽ നോക്കരുത് കേട്ടോ. ഇനി നമ്മൾ ഇതിനെയാണ് മാറ്റുന്നത്, ഈ സ്റ്റെപ്പ് 1 സെന്റൻസിനെയാണ് നമ്മൾ നോക്കുന്നത്. ഇതിന്റെ നോയിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഇവിടുത്തെ ഡോഗ്സ് ഇവിടെ പ്രെഡിക്കേറ്റ് ആയി, ഇവിടുത്തെ മമ്മൽസ് ഇവിടെ നോൺ മമ്മൽസ്, ഇവിടുത്തെ നോൺ മമ്മൽസ് ഇങ്ങോട്ട് വന്നപ്പോ നോൺ മമ്മൽസ് അങ്ങോട്ട് സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറി. ദെൻ ഇനി സ്റ്റെപ്പ് 3 ഒബ്വേർട്ട്. വീണ്ടും ഈ കൺവേർട്ട് ചെയ്തതിനെ ഒബ്വേർട്ട് ചെയ്യും. ഓക്കെ, എങ്ങനെയാ ഒബ്വേർട്ട് ചെയ്യുക, എന്താണ് ഒബ്വേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോ നോ ഏതിലേക്കാണ് മാറുക എന്ന് പറഞ്ഞത്, നമ്മൾ ഓളിലേക്കാണ് മാറുക. ഒബ്വേർഷൻ ആണ് കേട്ടോ, നമ്മൾ പറഞ്ഞു നേരെ ഉള്ളത് രസപരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. നോ ഓളിലേക്കും. പിന്നെന്ത് ചെയ്യും, നോൺ മമ്മൽസ് അതുപോലെ തന്നെ വെക്കും അല്ലെ. സബ്ജക്റ്റ് ഒബ്വേർഷനിൽ സബ്ജക്റ്റിൽ ഒരു മാറ്റം ഉണ്ടാവില്ല, ആർന്ന് അതുപോലെ എഴുതും. പ്രെഡിക്കേറ്റിനെ അതിനെ കോംപ്ലിമെന്റ് കൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യും, നോൺ ഡോഗ്സ് എന്ന് കിട്ടും. ഇതാണ് ശരിക്കും എന്താണ് ഓൾ ഡോഗ്സ് ആർ മമ്മൽസ് എന്നുള്ളതിന്റെ ഓൾ നോൺ മമ്മൽസ് ആർ നോൺ ഡോഗ്സ് നമുക്ക് ഇവിടെ കിട്ടിയില്ലേ. അത് ശരിക്കും ഇങ്ങനെയാണ് കിട്ടേണ്ടത്. പക്ഷെ നമ്മൾ കുറുക്ക് വഴിയിലൂടെ പെട്ടെന്ന് പഠിക്കുകയാണെങ്കിൽ ഓൾ അതുപോലെ തന്നെ എഴുതുക, സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുക, പിന്നെ അതിന്റെ കോംപ്ലിമെന്റ് രണ്ടിന്റെ കൂടെ ചേർക്കുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്യുമ്പോൾ ഓളിന് സ്റ്റെപ്പായി ചെയ്യുമ്പോൾ നമുക്ക് വാലിഡിറ്റി യെസ് ആണ്. പക്ഷെ നോയിനെയും സമ്മിനെയും ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ചിലതിനൊന്നും ഒബ്വേർഷനും കൺവേർഷനും ഇല്ലാത്തത് കൊണ്ട് സ്റ്റെക്കായി പോകും. നമ്മൾ ഇത് ഫുൾ കൺക്ലൂഷൻ നമുക്ക് കിട്ടൂല. ഏതിനൊക്കെ കിട്ടും, ഇതിന് കിട്ടും, നോക്ക് ഒരു കൺക്ലൂഷൻ കിട്ടും. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ വാലിഡ് വിത്ത് ലിമിറ്റേഷൻ അയക്കാൻ സമ്മിന് കൺക്ലൂഷൻ തന്നെ കിട്ടൂല. അപ്പൊ അതിന് വാലിഡിറ്റി ഇല്ല എന്നാണ് അർത്ഥം. പക്ഷെ സം നോട്ടിന് കിട്ടും. എന്തുകൊണ്ടാണ് സം നോട്ടിന് കിട്ടുന്നത്, സമ്മിന് കിട്ടാതെ സം നോട്ടിന് കിട്ടുന്നത് എന്തുകൊണ്ടാണ്, ഇവിടെ സം നോക്കൂ, സമ്മിനെ നമ്മൾ ഒബ്വേർട്ട് ചെയ്യുമ്പോൾ അത് സം നോട്ടിലേക്ക് മാറും. മനസ്സിലാക്കണം. സമ്മിനെ ഫസ്റ്റ് ഇവിടെ ഒരു സം സെന്റൻസ് ആണെന്നുണ്ടെങ്കിൽ, സം ഡോഗ്സ് ആർ മമ്മൽസ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഏതിലേക്കാണ് ഒബ്വേർട്ട് ചെയ്യുക, പറയൂ, സം നോട്ടിലേക്കല്ലേ ഒബ്വേർട്ട് ചെയ്യുക. അപ്പൊ സം നോട്ട് സെന്റൻസ് ആണ് ഇവിടെ കിട്ടുക. ആ സം നോട്ട് സെന്റൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ കൺവേർട്ട് ചെയ്യുക. സം നോട്ട് സെന്റൻസിന് കൺവേർഷൻ ഉണ്ടോ,
ഉണ്ടോ ഗൈസ്? ഇല്ല. അപ്പൊ ഇവിടെ സ്റ്റെക്കായി നമ്മള്. പിന്നെ അതിനെന്തില്ല, ഒരു കൺക്ലൂഷൻ നമുക്ക് ഡ്രോ ചെയ്യാൻ, വാലിഡ് ആയിട്ടുള്ള കൺക്ലൂഷൻ ഡ്രോ ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് എന്ത്, പിന്നെ സമ്മിലല്ല നമ്മൾ പറഞ്ഞത്. ഓക്കെ, സമ്മിന് ഇല്ലാത്തത്. ഇനി നോ നോക്കിക്കോളൂ. ഒരു നോ സെന്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് വാലിഡ് വിത്ത് ലിമിറ്റേഷൻ എന്നുണ്ട്. സമ്മിന് സംനോട്ടിന്റെ എന്താണ്, സോറി, സംനോട്ടിന്റെ കൺവേർഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സം അവിടെ സ്റ്റെക്ക് ആയി പോയി. ഇനി നോ സെന്റൻസ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നോ നമ്മൾ ഓൾ, ഈ നോനെ ഒബ്വേർട്ട് ചെയ്യുമ്പോൾ ഓളിലേക്ക് മാറ്റും, അല്ലെ അല്ലെ ഗൈസ്? പിന്നെ ഓളിനെ നമ്മൾ ഇവിടെ കിട്ട പിന്നെ ഒരു ഓൾ സെന്റൻസ് ആയിരിക്കും. അതായത് ഇവിടെ ഫസ്റ്റ് നമ്മൾ എക്സാമ്പിൾ നോ സെന്റൻസ് ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒബ്വേർട്ട് ചെയ്യുമ്പോൾ എന്താവും, ഓളിലേക്ക് മാറും, അല്ലെ? ഒബ്വേർട്ട് ചെയ്യുമ്പോൾ ആൾ നോയിലേക്കും നോ ഓളിലേക്കും അല്ലേ മാറാം. ഇപ്പൊ ഇവിടെ നോ സെന്റൻസ് ആണെങ്കിൽ ഇവിടെ ഓൾ കിട്ടും. പിന്നെ നമ്മൾ ആ ഓൾ സെന്റൻസിനെ കൺവേർട്ട് ചെയ്യാണ്, അല്ലെ? ഓൾ സെന്റൻസിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താവും, ഓൾ സെന്റൻസിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ സമ്മിലേക്ക് മാറും, അല്ലെ? സമ്മ് നമ്മൾ എന്താ പഠിച്ചത്, സമ്മിന്റെ കൺവേർഷൻ എന്താണ്, വാലിഡ് ബട്ട് ലിമിറ്റേഷൻ അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ നോ സെന്റൻസിന്റെ കോൺട്രാപൊസിഷൻ വാലിഡ് വിത്ത് ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇത്രയും മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ കോൺട്രാപൊസിഷൻ ഇങ്ങനെ കണ്ടെത്തുക, വാലിഡ് ആയിട്ടുള്ളത് ഇത് രണ്ടും ആണെന്ന് മാത്രം മനസ്സിലാക്കുക, ഓളും സം നോട്ടും ആണെന്ന് മനസ്സിലാക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ടേ ഉള്ളൂ എന്നാണോ? എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടോ ഗൈസ്? നിങ്ങൾ അതൊക്കെ വിട്ട് ഇത് മാത്രം നോക്കിക്കോളൂ. കോൺട്രാപൊസിഷൻ എങ്ങനെ കണ്ടെത്തുക? ഓൾ ഡോഗ്സ് ആർ മമ്മൽ എന്നുള്ളൊരു സെന്റൻസ് ആണെങ്കിൽ ഓൾ അതുപോലെ എഴുതുക. ഡോഗ്സും മമ്മൽസും, അതായത് സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഇന്റർചേഞ്ച് ചെയ്തിട്ട് അതിന്റെ രണ്ടിന്റെ കൂടെ നോൺ ആഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. അത്രയെങ്കിലും ഓർത്തിരിക്കുക മിനിമം. മറ്റേതൊക്കെ എന്താണ് ട്രിക്കി, അതായത് എന്താണ് ഇൻഡെപ്തായിട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇങ്ങനെ ഇതിൽ നിന്നൊക്കെ വരാതിരിക്കാം, എന്തോ ആവാം, NT അല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതെങ്കിലും ഓർത്തിരിക്കണം കേട്ടോ. കോൺട്രാപൊസിഷൻ എന്ന് പറഞ്ഞാൽ ഓളിലേക്ക് തന്നെ ഡോഗ്സും മമ്മൽസും സബ്ജക്ട് പ്രെഡിക്കേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തിട്ട് നോൺ ആഡ് ചെയ്യുക. ഇനി ഇവിടെ ഒബ്വേർഷൻ എങ്ങനെയായിരുന്നു, ഓൾ നോയിലേക്കും നോ ഓളിലേക്കും മാറും. സബ്ജക്റ്റ് അതുപോലെ തന്നെ എഴുതും, പ്രെഡിക്കേറ്റിന്റെ കോംപ്ലിമെന്റ് ആഡ് ചെയ്യും. ഇനി കൺവേർഷൻ എങ്ങനെയായിരുന്നു, ഓള് സമ്മിലേക്ക് മാറും, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യും. നോയിലേക്കും സമ്മിലേക്കും തന്നെ, ബാക്കിയൊന്നും മാറ്റില്ല എന്നല്ല, സബ്ജക്റ്റ് പ്രെഡിക്കേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, നോയും സമ്മും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നില്ല എന്ന് മാത്രം. ഇത്രയും 3 എണ്ണം ക്ലിയർ ആണോ? ഇംപ്ലിക്കേഷൻ ഒന്നുമില്ല. ഇംപ്ലിക്കേഷനിൽ നമ്മൾ എന്താണ് വാലിഡ് സ്റ്റേറ്റ്മെന്റിൽ ഈ 3 എണ്ണമാണ് നമ്മൾ നോക്കാറ്. ഇംപ്ലിക്കേഷൻ എന്താന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. ഇഫ് എ ഗിവൺ പ്രൊപ്പോസൽ എ ടൈപ്പ് ദെൻ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് ഐ ടൈപ്പ് കൺക്ലൂഷൻ മസ്റ്റ് ബി ട്രൂ. അതായത് എ എന്ന് പറഞ്ഞാല് ഓൾ എന്താണ് ഡോഗ്സ് ആർ മമ്മൽസ് നമ്മൾ പറഞ്ഞാല് അതിന്റെ ഐ ടൈപ്പ് ഏതാണ്, സം ഡോഗ്സ് ആർ മമ്മൽ. അതായത് ഓൾ ഡോഗ്സ് ആർ മമ്മൽസ് എന്ന് പറഞ്ഞാലും എന്താണ് ട്രൂ ആണെങ്കിൽ സം ഡോഗ്സ് ആർ മമ്മൽസ് അതും ട്രൂ അല്ലേ? അതായത് നമ്മള് ഈ എന്താണ് കോൺട്രാഡിക്ടറി അല്ല, സബാൾട്ടേൺസിന്റെ ഇത് പഠിച്ചില്ലേ, സബാൾട്രേഷന്റെ ഇല്ലേ, പഠിച്ചില്ലേ? അതിന്റെ ഒരു ബന്ധം പഠിച്ചില്ലേ, മുകളിലെ എയും ഐയും തമ്മിലുള്ള അതൊന്ന് എന്താണ് ട്രൂ ആയാൽ മറ്റേതും ട്രൂ ആവും, അത്രേ ഉള്ളൂ ഇംപ്ലിക്കേഷൻ അങ്ങനെ വരാറില്ല. ഒന്നുമില്ല, ഓൾ ഡോഗ്സ് ആർ മമ്മൽസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് സം ഡോഗ്സ് ആർ മമ്മൽസ് എന്നും അതും ട്രൂ ആയിരിക്കും, അല്ലെ? എല്ലാരും എന്താണ് എല്ലാ ഡോഗ്സും മമ്മലാണ്, എല്ലാ നായകളും എന്താണ് മമ്മലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നായകളും മമ്മലാണ് എന്നുള്ളത് സത്യം തന്നെയല്ലേ, അതിലൊരു കൺഫ്യൂഷനും ഇല്ല. പിന്നെ നമ്മൾ പറയാണ് ഈ പ്രപ്പോസിഷൻ നോ ഡോഗ്സ് ആർ മമ്മൽസ്, ഒറ്റ ഡോഗ്സ് മമ്മൽസ് അല്ല എന്ന് പറഞ്ഞാല് കുറച്ച് ഡോഗ്സും അതിന്റെ എന്താണ് ഓ പ്രപ്പോസിഷൻ അതിന്റെ താഴെ വരുന്നത് ഓ അല്ലേ, അത് വരുന്നത് എങ്ങനെയാ, ഓ വരുന്നത് എന്താണ് സംനോട്ടിലും, അതായത് ഒറ്റ നായയും മമ്മൽസ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് നായയും മമ്മൽസ് അല്ല തന്നെയല്ലേ അർത്ഥം. അതാണ് ഇംപ്ലിക്കേഷൻ. ഒന്നുമില്ല, മുകളത്തത് ഫുള്ളായിട്ട് നമ്മൾ ഒന്നാണെന്ന് പറഞ്ഞാൽ അതിന്റെ കുറച്ചും അതന്നെയാണ്, ഒന്നും അല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ കുറച്ചും അല്ല, അങ്ങനെ മീനിങ് വരില്ലേ? അതായത് നമ്മൾ സബാൾട്ടർനേഷന്റെ ഒരു റിലേഷൻ. The immediate inference by implication is quite similar to the concept of subalternation in the square of opposition. അതായത് മുകളിലെ നമ്മൾ എ ട്രൂ ആണെങ്കിൽ അടിയിലുള്ള ഐയും ട്രൂ ആണെന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലെ? അത്രേ ഉള്ളൂ. ഇത് മൂന്നും ക്ലിയർ ആണ്. ഇത് മൂന്നും ആണ് നമ്മൾ സെന്റൻസിൽ എന്ത് ചെയ്യാറ്, നമ്മൾ അപ്ലൈ ചെയ്യാറ് ക്വസ്റ്റ്യനിൽ. ഇനി ഒരു ക്വസ്റ്റ്യൻ PYQ നോക്കാം.
അപ്പൊ അറിയാം എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത്. നോക്കിക്കോളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ലോജിക്കലി ഈക്വലന്റ് ടു ദ സ്റ്റേറ്റ്മെന്റ് നോ സയൻസ് ദേ ആർ മെറ്റീരിയലിസ്റ്റ്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലോജിക്കലി ഈക്വാലന്റ് കാണാനായിട്ട് നമ്മൾ ഇപ്പോൾ പഠിച്ച ഇമ്മീഡിയറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസിലെ 3 പ്രോസസ്സുകൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, ആദ്യം തന്നിരിക്കുന്ന ഇതുപോലെ ഒരു സെന്റൻസ്, ഒരു പ്രിമൈസ് അതായത് നമുക്ക് തരും. അതിന്റെ കൺക്ലൂഷൻ ആയിട്ട് ഇതിൽ ഏതാണുള്ളത് എന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഈ 3 പ്രോസസ്സുകളും ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കുക. ഏത് അപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ ആണ് ഇതിലുള്ളത് എന്നുണ്ടെങ്കിൽ അതാണ്. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഉണ്ടായിരിക്കാം. അപ്പോ ഒന്നാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കൺവേർഷനോ ഒബ്വേർഷനോ കോൺട്രാപൊസിഷനോ ഒന്നായിരിക്കും. അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സെന്റൻസുകൾ സെലക്ട് ചെയ്യാണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ അതിന്റെ കാര്യങ്ങൾ അതിലുണ്ടാവും. ഈക്വലന്റ് ആയിട്ട് ചിലപ്പോൾ കൺവേർഷനും ഒബ്വേർഷനും ഉണ്ടാവും, ചിലപ്പോൾ ഒബ്വേർഷനും കോൺട്രാപൊസിഷനും ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് ഇതിനൊന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് ഇതിൽ ഏതാ എ ബി സി ഡി ഏതാ വരും? നോ സയൻസ് ആർ മെറ്റീരിയലിസ്റ്റ്. നോ സയൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഏതാണ്? ഏത് സെന്റൻസ് ആണ് ഗൈസ്? ഈ ടൈപ്പ് ആണ് അല്ലെ? എയും ബി ഒക്കെ വന്നിട്ടുണ്ട്, ശരിക്കും നോക്കിക്കോളൂ. ഇത് ഫസ്റ്റ് നമുക്ക് ഇത് നോക്കാം. കഴിഞ്ഞോ? 2 ആളുകളോ? ഒന്നും കൂടെ 2 ആൻസറും കൂടി ഒക്കെ വരാലോ. ബാക്കിയുള്ളവരെന്തൊന്നും റെസ്പോണ്ട് ചെയ്യാത്ത? മനസ്സിലാവുന്നില്ലേ ക്ലാസ്? ഗൈസ്, നമ്മൾ ആദ്യം ഒന്ന് കൺവേർഷൻ അപ്ലൈ ചെയ്ത് നോക്കൂ. അതന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മറ്റേതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഒറ്റ സെന്റൻസ് ഇതിൽ സെലക്ട് ചെയ്യാനുള്ളൂ. അങ്ങനെ കുറെ എന്താ പറയാ ലോജിക് ഇതിൽ ഉൾപ്പെടുത്തണം കേട്ടോ. നമ്മൾ 2 എണ്ണം ഉണ്ടോ അല്ലെങ്കിൽ കൺവേർഷൻ ഒബ്വേർഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കുക. നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കണം. സെലക്ട് ചെയ്യാൻ ഒന്നേ ഉള്ളൂ. അപ്പോ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ, നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നോക്കാം നമുക്ക്. തന്നെയാണ്, നോക്കിക്കോളൂ. നോ സയൻസ് ആർ മെറ്റീരിയൽസ്. ഇത് ഈ ടൈപ്പ് സെന്റൻസ് ആണ്. ഇതിന്റെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ കൺവേർഷൻ ഇതിലുണ്ടോ നോക്കും. ഫസ്റ്റ് തന്നെ ഇതിൽ കൺവേർഷൻ തന്നെ ഉണ്ട് ഗൈസ്. എന്താണ് കൺവേർഷൻ എന്ന് പറഞ്ഞാല് നോയിലേക്ക് തന്നെയാണ് കൺവേർഷന്. നമ്മൾ ആകെ ഓള് സമ്മിലേക്ക് മാറുന്നേ ഉള്ളൂ. നോയിലേക്ക് തന്നെ മാറുന്നത്. ഇവിടെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തിരിക്കുകയാണ് അല്ലെ? നോ സയൻസ് ആർ മെറ്റീരിയൽസ്. ഒന്നാമത്തത് നോക്കൂ, നോ മെറ്റീരിയലിസ്റ്റ് ആർ സയൻസ്. മനസ്സിലായോ? ഇതിൽ തന്നെ ഉണ്ട്, ഫസ്റ്റിൽ തന്നെ ഉണ്ട് ഇതിന്റെ ആൻസർ. ഒന്നുമില്ല, നോയിലേക്ക് നമ്മൾ ആ ഓർഡറിൽ നോക്കണം. ഫസ്റ്റ് കൺവേർഷൻ നോക്കണം, ഒബ്വേർഷൻ നോക്കണം, കോൺട്രാപൊസിഷൻ നോക്കണം. ആ കൺവേർഷൻ തന്നെ ഉണ്ട്. ഇനി ഇതിന്റെ വേറെ ഏതെങ്കിലും ഉണ്ടോ നോക്കൂ. ഇതിന്റെ ഒബ്വേർഷൻ വരികയാണെങ്കിൽ ഏതായിരിക്കും സെന്റൻസ് വരിക? നോ സയൻസ് ആർ മെറ്റീരിയൽസ് എന്നുള്ളതിന്റെ ഒബ്വേർഷൻ എന്ത് വരും? എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മളെ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായിക്കണമെന്ന് പറയാം. നോ സയൻസ് ആർ മെറ്റീരിയലിസ്റ്റ് എന്നുള്ളതിന്റെ ഒബ്വേർഷൻ എന്ത് വരും? നമ്മൾ ആൻസർ കണ്ടെത്തി, കൺവേർഷൻ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടി. ഇനി നമുക്ക് എന്ത് വേണം? ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായത് ഇതിന്റെ ഒബ്വേർഷൻ എന്ത് വരും? നോ സയൻസ് ആർ മെറ്റീരിയൽസ് എന്നതിന്റെ ഒബ്വേർട്ടഡ് ഫോം, ഒബ്വേഴ്സ് എന്ത് വരും? I expect your answers. Okay, Nadira. Yes, അതല്ലേ വരിക. ഓൾ അതായത് ഒബ്വേർട്ടഡ് ഫോം എന്ന് പറഞ്ഞാല് എന്ത് ചെയ്യോ? നോ ഓളിലേക്ക് മാറും എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നോ എന്നുള്ളത് ഓൾ ആവും. സയൻസ് അതുപോലെ നിൽക്കും. പിന്നെ മെറ്റീരിയലിസ്റ്റ് അതിന്റെ കോംപ്ലിമെന്റ് കൊണ്ട് എന്ത് ചെയ്യും? നമ്മൾ റീപ്ലേസ് ചെയ്യും. അപ്പൊ ഓൾ സയൻസ് ആർ നോൺ മെറ്റീരിയലിസ്റ്റ് എന്നാണ് വരിക. അത് ഇതിലുണ്ടോ? ഇല്ല, അത് ഇതിലില്ല. അങ്ങനത്തെ ഒരു എന്താണ് പിന്നെ ഓപ്ഷൻ ഇതിലില്ല. ഇനി ഇതിന്റെ കോൺട്രാപൊസിഷനും കൂടി ഒന്ന് ടൈപ്പ് ചെയ്തേ. ഇതിന്റെ കോൺട്രാപൊസിഷൻ എന്ത് വരും?
വേറെ ഏതോ സെന്റൻസുകളാ തന്നിട്ട് ഇതിന്റെ കോൺട്രാപൊസിഷൻ എന്ത് വരും? കോൺട്രാപൊസിഷനിൽ നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യല് നോക്കുക. നോ സയൻസ് ആർ മെറ്റീരിയൽസ് എന്നുള്ളതിന്റെ കോൺട്രാപൊസിഷൻ എന്ത് വരും? നമുക്ക് പരസ്പരം ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നും കൂടി അറിയണം. വെറുതെ ഇങ്ങനെ പ്രസംഗിച്ച് പോയിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ, നോ എന്നുള്ളത് മാറൂല. രണ്ട് സബ്ജക്റ്റ് പ്രെഡിക്കേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും എന്തും ഓക്കെ. ബാസിൽ ജസ്റ്റ് ഒന്നും കൂടെ നോക്കൂ. ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നോ എന്നുള്ളത് നോയിലേക്ക് തന്നെ. പിന്നെ നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് പരസ്പരം ഇന്റർചേഞ്ച് ചെയ്തിട്ടാണ് നോ ആൻഡ് കോംപ്ലിമെന്റ് ചേർക്കേണ്ടത്. ഓക്കെ, നദീറ യു ആർ കറക്റ്റ്. നോ നോൺ മെറ്റീരിയൽ സ്റ്റാർ നോൺ സയൻസ് എന്നാണ് വരിക കേട്ടോ. ജസ്റ്റ് നമ്മൾ ഒന്ന് മാത്രം അപ്ലൈ ചെയ്ത് നിർത്തരുത്, രണ്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഓരോ കോൺട്രാപൊസിഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് വരണം. കൺവേർട്ട് ചെയ്യുമ്പോൾ ഒറ്റ കാര്യം, സബ്ജക്റ്റും പ്രെഡിക്കേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഓളിന്റെ കേസിൽ സം ആവുന്നുണ്ട് ഇതുള്ളത്. ഒബ്വേർഷനിൽ നമ്മൾ ഓൾ നോയിലേക്ക്, നോ ഓളിലേക്ക് സബ്ജക്റ്റ് അവിടെ നിർത്തുന്നു, പ്രെഡിക്കേറ്റിന്റെ കോംപ്ലിമെന്റ് ചേർക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ നമുക്ക് നോക്കാം. ഇതിൽ തന്നെ മനസ്സിലാവും, ക്വസ്റ്റ്യൻ തന്നെ മനസ്സിലാവും നമ്മൾ എന്താണ്. ഒന്നാവില്ല, കൺവേർഷൻ മാത്രം ആവില്ല. ഒന്നെങ്കിൽ കൺവേർഷൻ, ഒബ്വേർഷൻ, അല്ലെങ്കിൽ ഒബ്വേർഷനും കോൺട്രാപൊസിഷൻ, അങ്ങനെ മൾട്ടിപ്പിൾ പ്രൊസീജിയർ ഇവിടെ ഉണ്ടാവും. നമുക്ക് ഇതൊന്ന് മനസ്സിലാക്കാം. അപ്പൊ ഏതാണെന്ന് സെലക്ട് ചെയ്ത് പറഞ്ഞേ. സം പ്രൊഫസേഴ്സ് ആർ സ്പിരിച്വലിസ്റ്റ് എന്നാണ്. ആദ്യം ഈ സം പ്രൊഫസേഴ്സ് ആർ സ്പിരിച്വലിസ്റ്റ് എന്നുള്ളതില് നമ്മൾ ഫസ്റ്റ് കൺവേർഷൻ അപ്ലൈ ചെയ്യുക, ഒബ്വേർഷൻ നോക്കുക, ദെൻ കോൺട്രാപൊസിഷൻ നോക്കുക. ഏതിലാണ് ഇതുള്ളത് നോക്കുക. കുറച്ച് സമയം എടുക്കും, ഓവർ സമയം എടുക്കണ്ട. എന്നാലും ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താന്ന് വെച്ചാല് നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു ടൈം പോവലാണ്. പക്ഷെ നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് അല്ലേ. പെട്ടെന്നൊന്ന് നോക്കൂ. Some professors are spiritualists. ടു. ഓക്കെ, എ ആൻഡ് ഡി എന്ന് ബാസിൽ പറയുന്നു, നദീറയും പറയുന്നു 2 ആണെന്ന്. ബാക്കിയുള്ളവർ നോക്കണേ. ഹക്കീം 1 ആണെന്ന് പറയുന്നുണ്ട്. നോക്കാം നമുക്ക്. സം പ്രൊഫസേഴ്സ് ആർ സ്പിരിച്വലിസ്റ്റ്. 2 ആണ് കേട്ടോ ആൻസർ. നമുക്ക് നോക്കാം. സം പ്രൊഫസേഴ്സ് ആർ സ്പിരിച്വലിസ്റ്റ് ഏതാണ്? ഇത് ഏത് സെന്റൻസ് ആണ്? ഐ സെന്റൻസ് ആണ്. സം പ്രൊഫസർ. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് കൺവേർട്ടഡ് 2 എന്ന് പറയുമ്പോൾ എ ആൻഡ് ഡി ആണ് ഇതിൽ കറക്റ്റ് എന്നുള്ളത്. നമുക്ക് നോക്കാം എങ്ങനെയാ വരുന്നത്. ഓക്കെ, സം പ്രൊഫസേഴ്സ് ആർ സ്പിരിച്വലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് ഐ സെന്റൻസ് ആണ്. ഇതിന്റെ ഫസ്റ്റ് നമ്മൾ കൺവേർട്ടഡ് വേർഷൻ നോക്കാം. ഇതിന്റെ കൺവേഴ്സ് എങ്ങനെ വരും? ഇതിന്റെ കൺവേർഷൻ ഇതിലുണ്ടോ നോക്കാം. എങ്ങനെ വരും കൺവേർസ്? സമ്മിലേക്ക് തന്നെയാണ്. സം സബ്ജക്റ്റും പ്രെഡിക്കേറ്റും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യും. അപ്പോ സം സ്പിരിച്വലിസ്റ്റ് ആർ പ്രൊഫസേഴ്സ് എന്ന് പറയും. അതിലുണ്ടോ? ഫസ്റ്റ് ഓപ്ഷൻ തന്നെ അതാണ്. സം സ്പിരിച്വലിസ്റ്റ് ആർ പ്രൊഫസേഴ്സ്. ഇതാണ് ഇതിന്റെ എന്ത് കൺവേർഷൻ ഇവിടെ നടന്നു. ഇനി അടുത്ത നമുക്ക് മനസ്സിലായ ഓപ്ഷൻ നോക്കിയപ്പോ ഒന്ന് മാത്രം സെലക്ട് ചെയ്താൽ പോരാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ കൺവേർഷൻ ഏതായാലും ഒന്നേ ഉണ്ടാവുള്ളൂ. ഇനി അടുത്ത ഒബ്വേർഷൻ നമ്മൾ നോക്കും. ഒബ്വേർഷൻ നോക്കാം. സമ്മ് എങ്ങോട്ടാണ് ഒബ്വേർട്ട് ചെയ്യാം? സം നോട്ടിലേക്കാണ് അല്ലെ. നമ്മൾ പറഞ്ഞു ഓള് നോയിലേക്കും നോ ഓളിലേക്കും. ഓൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സമ്മും സംനോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. സമ്മ് സംനോട്ടിലേക്കും സംനോട്ട് സമ്മിലേക്കും മാറും. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള സെന്റൻസ് സമ്മിലാണ്. അപ്പൊ എന്താണ് ഒബ്വേഴ്സ് ഏതിലായിരിക്കും? സംനോട്ടിലായിരിക്കും. പിന്നെന്താണുള്ളത്? പ്രൊഫസർ നമ്മൾ അതുപോലെ, അതായത് സബ്ജക്ട് അതുപോലെ നിർത്തും. അതായത് ഇപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കി. സംനോട്ടിലുള്ള സെന്റൻസ് ഉണ്ടോ നോക്കുക. ഓക്കെ, ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ഒബ്വേർഷനിൽ എന്താ ചെയ്യുന്നത്? പ്രൊഫസർ സബ്ജക്റ്റിനെ അതുപോലെ നിർത്തും. അതെ, ഇവിടെ ഉണ്ട്. പിന്നെ എന്ത് ചെയ്യും? നമ്മുടെ പ്രെഡിക്കേറ്റിനെ അതിനെ കോംപ്ലിമെന്റ് കൊണ്ട് എന്ത് ചെയ്യും? റീപ്ലേസ് ചെയ്യും. സ്പിരിച്വലിസ്റ്റ് എന്നുള്ളതിന്റെ കോംപ്ലിമെന്റ് നോൺ സ്പിരിച്വലിസ്റ്റ് ആണ്. ഓക്കെ ആണോ? അപ്പോ എ എന്നുള്ളത് ഈ ഒരു സെന്റൻസിന്റെ കൺവേഴ്സും
ഇത് ഇതിന്റെ ഒബ്വേഴ്സുമാണ്. അപ്പോ എ ആൻഡ് ഡി കറക്റ്റ് സെന്റൻസ് ആണ്. ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. ഡൗട്ട് ഉണ്ടോ ഹക്കീം? ക്ലിയർ ആണോ? ഡി എന്തുകൊണ്ടാണ് പറഞ്ഞത്? സോറി, ബി എന്ത്? എ ആൻഡ് ഡി കറക്റ്റ് ആണ്. ബി എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഇവിടെ ഇത് നോക്കൂ, ഇത് ഇതിന്റെ കോൺട്രാപൊസിഷൻ ആണ് എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവിടെ ഹക്കീം 1 എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഇതിന്റെ കോൺട്രാപൊസിഷൻ ആണോ ഗൈസ്? സം പ്രൊഫസേഴ്സ് ആർ സ്പിരിച്വലിസ്റ്റ് എന്നുള്ളതിന്റെ കോൺട്രാപൊസിഷൻ ആണോ സം ബി സെന്റൻസ്? ആണോ? യെസ് ഓർ നോ? രണ്ടിലും നോൺ ഉണ്ട്. രണ്ടിലും എന്താണ്, പ്രൊഫസറും സ്പിരിച്വലിസ്റ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും. ആണോ? യെസ് ഓർ നോ? ഈ സെന്റൻസിന്റെ കോൺട്രാപൊസിഷൻ ആണോ ബി സെന്റൻസ്? നോ. വൈ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോൺട്രാപൊസിഷനിൽ സമ്മിലേക്ക് തന്നെയാണ് മാറുക. ഇവിടെ എന്തിലേക്ക് മാറിയിട്ടുണ്ട്? സം നോട്ടിലേക്ക്. ഇവിടെ നോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ എന്താണ് പിന്നെ അത്രയും സൂക്ഷ്മമായി നിരീക്ഷിക്കണം ഗൈസ്, അല്ലെങ്കിൽ നമ്മൾ ഈ നോട്ട് കാണാതെ പോകും. നമ്മൾ ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യും, നമ്മളെ 2 മാർക്ക് അതാ പോണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല സൂക്ഷിച്ചു നോക്കണം. ഈ നോട്ടിനെ ഒരിക്കലും നിങ്ങൾ മിസ്സാവരുത്. കോൺട്രാപൊസിഷനില് സമ്മിലേക്കും സംനോട്ടിലേക്കുമാണ് മാറുക. സംനോട്ടിലേക്ക് ഒരിക്കലും മാറൂല. അപ്പൊ ബി എന്തല്ല? ഇവിടെ ഓപ്ഷൻ അല്ല ഗൈസ്. അപ്പൊ ഇവിടെ വരികയാണെങ്കിൽ എന്തായിരുന്നു ഇതിന്റെ കോൺട്രാപൊസിഷൻ? സം നോൺ സ്പിരിച്വലിസ്റ്റ് ആർ നോൺ പ്രൊഫസേഴ്സിനെ വരുള്ളൂ. ഇവിടെ നോട്ട് വന്നതുകൊണ്ട് ബി ഓപ്ഷൻ അല്ല. ഓക്കെ, അപ്പോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Which of the following statement equivalent to all philosophers are non-conservatives? All philosophers are non-conservatives. ഓപ്ഷനിലേക്ക് നോക്കുക. പിന്നെ നമ്മൾ എപ്പോഴും അങ്ങനെ വേണ്ട, ക്വസ്റ്റ്യൻ വായിക്കുന്നതോട് കൂടെ നമ്മൾ ഓപ്ഷനും വായിക്കണം, ഓപ്ഷനിലേക്ക് നോക്കണം. അപ്പൊ ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലാവുന്നത് ഒറ്റ സെന്റൻസേ സെലക്ട് ചെയ്യാനുള്ളൂ. അത് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ ഫസ്റ്റ് മുതൽ കൺവേർഷൻ ഡൗണിന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്ലൈ ചെയ്തിട്ട് പറഞ്ഞേ, പെട്ടെന്ന് പറയൂ. ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരെ ചെറിയൊരു ചാൻസ് ഉണ്ട്. ബി വന്നിട്ടുണ്ട് നദീറ. ഓക്കെ, ഇപ്പൊ നമ്മള് ഇപ്പൊ കൺവേഴ്സില് നമ്മൾ കൺവേർഷൻ അല്ല, ഒബേർഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ കോംപ്ലിമെന്റ് ആഡ് ചെയ്യാന്ന് പറഞ്ഞു. കോംപ്ലിമെന്റ് ആഡ് ചെയ്യുമ്പോൾ ഒരു വേർഡിന്റെ കൂടെ അതിന്റെ നോൺ ചേർക്കാന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? നോൺ ഉള്ള ഒരു വാക്കിന്റെ കോംപ്ലിമെന്റ് പറഞ്ഞാൽ നോൺ ഒഴിവാക്കുക എന്നാണ് അർത്ഥം കേട്ടോ. നോൺ ഇല്ലാത്തൊരു വാക്കിന്റെ കോംപ്ലിമെന്റ് പറഞ്ഞാൽ നോൺ ചേർക്കുക. ആൾറെഡി നോൺ കൺസർവേറ്റീവ്സ് എന്നാണ് ഇവിടെ ഉള്ളത്. ആൾറെഡി നോൺ ഉള്ള വാക്കിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല് നോൺ ഒഴിവാക്കുക. അതാണ്. അപ്പൊ കിട്ടും. അപ്പൊ അതാണ് ഇപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് വന്നത്. ആൻസറിന് ബാക്കി വരട്ടെ. ഉണ്ട്. സീന ഒന്നും കൂടെ നോക്കി. നമ്മൾ ഫസ്റ്റ് നോക്കാം. 2 ആൻസർ കേട്ടോ. ഒന്ന് നോക്കിക്കോളൂ എങ്ങനെയാണ് വരിക എന്നുള്ളത്. ഓൾ ഫിലോസഫേഴ്സ് ആർ നോൺ കൺസർവേറ്റീവ് എന്നുള്ള ഒരു സെന്റൻസ് ആണ്. ഇത് ഏത് സെന്റൻസ് ആണ്? ഓൾ ആകുമ്പോ എ സെന്റൻസ് ആണ്. നമുക്ക് മനസ്സിലായി. അപ്പോ നമ്മൾ ഫസ്റ്റ് എ സെന്റൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് നമ്മൾ കൺവേർഷൻ ചെയ്ത് നോക്കും. കൺവേർഷൻ ചെയ്ത് നോക്കുമ്പോൾ ഓൾ എന്തിലേക്ക് മാറും? സമ്മിലേക്ക് മാറും. ഓൾ സമ്മിലേക്ക് മാറുമ്പോൾ
എന്താവും, പിന്നെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അങ്ങോട്ട് ഇങ്ങോട്ട് ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പൊ എന്താവും, സം നോൺ കൺസർവേറ്റീവ്സ് ആർ ഫിലോസഫേഴ്സ് എന്ന് വരും അതിന്റെ കൺവേർഷൻ. സം, അതായത് ഓൾ എന്നുള്ളതിന്റെ സം ആക്കും. പിന്നെ ഇവിടുത്തെ പ്രെഡിക്കേറ്റിനെ നമ്മൾ സബ്ജക്റ്റിലേക്ക് കൊണ്ടുവരും. അപ്പോ സം നോൺ കൺസർവേറ്റീവ്സ് ആർ എന്ന് വരും, ആർ ഫിലോസഫർ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. സം നോൺ ഫിലോസഫേഴ്സ് ആർ സം നോൺ കൺസർവേറ്റീവ്സ് ആർ ഫിലോസഫേഴ്സ് എന്നാണ് കൺവേർഷൻ വരിക. അങ്ങനെ ഒരു സെന്റൻസ് ഇല്ല. ദെൻ നമ്മൾ അടുത്തത് ഒബ്വേർഷൻ നോക്കും. ഒബ്വേർഷൻ നോക്കിക്കേ, ആളിനെ എന്തിലേക്ക് മാറും? ഓൾ നോയിലേക്ക് തന്നെ മാറും അല്ലേ? ഓൾ നോയിലേക്ക് മാറും, സബ്ജക്റ്റ് അതുപോലെ നിർത്തും. അപ്പോ നോ ഫിലോസഫേഴ്സ്, യെസ്, അവിടെ രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ നോ ഫിലോസഫേഴ്സ് വരെ കറക്റ്റ് ആണ്. പിന്നെ നമുക്ക് പ്രെഡിക്കേറ്റിന് എന്ത് ചെയ്യണം? അതിന്റെ കോംപ്ലിമെന്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യണം. അപ്പൊ ഇവിടെ നോൺ കൺസർവേറ്റീവ്സ് എന്നാണ് ഉള്ള വേർഡ്, അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ ആ നോൺ ഒഴിവാക്കിയിട്ടുള്ള കൺസർവേറ്റീവ്സ്. അപ്പോ നോ ഫിലോസഫേഴ്സ് ആർ കൺസർവേറ്റീവ്സ്. ഇതാണ് ആൻസർ. ഓക്കെ ആണോ? ഗൈസ്, റസീന ഓക്കെ ആണോ? ഓക്കെ, ഇതും കൂടെ നോക്കിക്കോളൂ. ഇത് നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കാം, നമുക്ക് മനസ്സിലാവും. ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് സ്പീഡ് കൂടുട്ടോ. നമ്മൾ കൺവേർഷനും ഒബ്വേർഷനും കൊണ്ട ക്വസ്റ്റ്യനും അപ്ലൈ ചെയ്യുന്നതിന്റെ സ്പീഡ് കൂടും. അപ്പൊ നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ലോജിക്കലി ഈക്വലന്റ്? സം ക്രിക്കറ്റേഴ്സ് ആർ, ഇങ്ങനെയും വരാം. അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ സെന്റൻസ് എടുത്തിട്ട് നമ്മൾ എന്താക്കുക, ഇതിന് മുന്നേ വരെ നമുക്കൊരു സെന്റൻസ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. ഇതില് ഒരു ക്വസ്റ്റ്യനും അങ്ങനെ എന്താണ് ഒരു സെന്റൻസും മെയിൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, ഓപ്ഷനിലാണ് സെന്റൻസ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇതിലെ ഫസ്റ്റത്തെ സെന്റൻസിനെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മള് നേരത്തെ ക്വസ്റ്റ്യനിലുള്ള സെന്റൻസ് പോലെ നോക്കിയ പോലെ നോക്കാം. അപ്പൊ ഇതിനെ നോക്കുക, ബാക്കിയൊക്കെ ചെയ്യാം. എന്നിട്ട് ഇതിന്റെ എന്താണ്, അപ്പൊ ഇതിനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സെന്റൻസ് നോക്കേണ്ടി വരും. നോക്കിക്കോളൂ അപ്പൊ ഏതൊക്കെയാണ് എന്നുള്ളത്. ഫസ്റ്റ് നമ്മൾ ആദ്യത്തെ സെന്റൻസ് എടുക്കുക, അതിന് 3 അപ്ലൈ ചെയ്ത് നോക്കുക. ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വരും. ഒരു ഇതുവരെ ഉള്ളതിനൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇനി അഥവാ നിങ്ങളെ ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സെന്റൻസ് എടുത്തിട്ട് 3 അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പൊ ഏതെങ്കിലുമൊക്കെ കിട്ടും. നോക്കിയേ, സം ക്രിക്കറ്റേഴ്സ് ആർ കൈൻഡ് മാൻ. ഓക്കെ, ബാസിൽ പറഞ്ഞിട്ടുണ്ട് 3 ആണ് ആൻസർ എന്ന്. 3 എന്ന് പറഞ്ഞാല് എയും ബിയും സിയും പരസ്പരം ലോജിക്കലി ഈക്വാലന്റ് ആയിട്ടുള്ള സെന്റൻസ് ആണെന്ന് ബാസിൽ പറയുന്നുണ്ട്. വേറെ ആർക്കാ പറയാനുള്ളത്? ഒന്ന് പെട്ടെന്ന് പറഞ്ഞേ, നമുക്ക് ആൻസറിലേക്ക് പോവാം. ഇങ്ങനെ വരുമ്പോ ഞാൻ പറഞ്ഞു, ആദ്യത്തെ സെന്റൻസിനെ നമ്മൾ ബേസ് സെന്റൻസ് ആക്കിയിട്ട് എടുത്തിട്ട് നോക്കുക, അതിൽ തന്നെ കിട്ടും. ഇനി അഥവാ കിട്ടുന്നില്ല, എക്സാമിന് അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധയോടെ അപ്ലൈ ചെയ്യണം കേട്ടോ. ചിലപ്പോ നിങ്ങൾ ശ്രദ്ധ മാറി അപ്ലൈ ചെയ്തത് കിട്ടാതെ പോയത് സെന്റൻസിന്റെ കുഴപ്പമായിരിക്കില്ല, നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന്റെ കുഴപ്പമായിരിക്കും. ഓക്കെ, അപ്പോ വേറെ ആർക്കില്ലേ? ABC. ഓക്കെ, നമുക്ക് നോക്കാം. സം ക്രിക്കറ്റേഴ്സ് ആണ് ഓപ്ഷൻ 3 ആണ് ആൻസർ. സം ക്രിക്കറ്റേഴ്സ് ആർ കൈൻഡ് മാൻ. ഇതിനെ നമ്മൾ ബേസ് സെന്റൻസ് ആക്കി എടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിൽ എന്ത് ചെയ്യും, കൺവേർഷൻ അപ്ലൈ ചെയ്ത് നോക്കും. അപ്പൊ എന്ത് ചെയ്യും, കൺവേർഷൻ എന്ന് പറഞ്ഞാൽ സമ്മിലേക്ക് തന്നെയാണ്. ക്രിക്കറ്റേഴ്സ് കൈൻഡ് മാൻ, സബ്ജക്റ്റും പ്രെഡിക്കേറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, ഇന്റർചേഞ്ച് ചെയ്യും. അപ്പോ എ ബിയുടെ എന്താണ്, കൺവേഴ്സ് ആണ്. അപ്പൊ ഇത് രണ്ടും ലോജിക്കലി ഈക്വലന്റ് ആണ്. നമ്മൾ നിർത്തരുത്, കാരണം ഓപ്ഷൻസിലൊക്കെ എന്തുണ്ട്, ഓപ്ഷൻസിൽ നമ്മൾ എന്താണ് 3 സെന്റൻസ് ഒക്കെ കാണാനുണ്ട്. അപ്പൊ നമ്മൾ അത് വെച്ച് മാത്രം നിർത്തരുത്. മാത്രമല്ല എയും ബിയും അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അങ്ങനെ തരും. എയും ബിയും മാത്രം തരും, എയും ബിയും സിയും തരും. അപ്പൊ നമ്മൾ എയും ബിയും അതിന്റെ കൺവേർട്ടഡ് ഫോം കിട്ടി എന്ന് വിചാരിച്ച് നിർത്തരുത്. വേറെയും ഓപ്ഷൻസിൽ 3 ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും നോക്കണം. അപ്പൊ പിന്നെ നമ്മൾ അടുത്തത് അതിന്റെ ഒബ്വേർഷൻ നോക്കും. ഒബ്വേർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്,
സമ്മ് സംനോട്ടിലേക്കാണ് മാറുക. അപ്പൊ ഇവിടെ നോക്കൂ, സമ്മ് സംനോട്ടിലേക്ക് മാറിയ ഒരു സെന്റൻസ് ഉണ്ട്. ഇനി ബാക്കിയും കൂടി അപ്ലൈ ചെയ്ത് നോക്കാം. സബ്ജക്റ്റ് അതുപോലെ നിർത്തി പ്രെഡിക്കേറ്റിന്റെ കോംപ്ലിമെന്റ് കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ നോക്കുക. കറക്റ്റ് അല്ലേ? കൈൻഡ്മെൻ എന്നുള്ളതിന് നോൺ കൈൻഡ്മെൻ എന്ന് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോ എയും ബിയും സിയും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഒന്നും നോക്കാല്ല, സെലക്ട് ചെയ്യാം, 2 മാർക്ക് വാങ്ങിക്കാം. ഓക്കെ ഓക്കെ. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നോക്കിയേ. Given below are two statements. First statement 1 എന്താ പറയുന്നത്? To obvert a preposition, we change its quality and replace the predicate term with its complement. Then statement 2, obversion is valid for any standard form or form categorical preposition. ഇത് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. Both statement are true, both are false. One true, second false, one false, second true. ഏതാണ്? ഫസ്റ്റ് വൺ ആണെന്ന് ബാസിൽ പറയുന്നുണ്ട്. വേറെ ആർക്കില്ല ആൻസർ? പെട്ടെന്ന് പറഞ്ഞേ, നോക്ക്. ഒബ്വേർട്ട് ചെയ്യുമ്പോൾ എന്താണ് നോക്കുക? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കുക. ആൻസർ പറ്റേ നദീറ വീണ്ടും 1 ആണ്. അപ്പൊ നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 എല്ലാവരുടെ ആൻസേഴ്സ് വരുന്നതാണ് എനിക്കിഷ്ടം. പക്ഷെ അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യും. പിന്നെ ബാക്കിയുള്ളവരൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പൊ അവർക്ക് വേണ്ടി ടൈം വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. റെസ്പോണ്ട് ചെയ്യുന്നവരെ 1-2 ആൻസേഴ്സ് കാണുമ്പോൾ തന്നെ പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് 1 നോക്കൂ. To obvert a preposition, we change its quality and replace the predicate term with its complement. To obvert a preposition, നമ്മൾ ഒബ്വേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? We change the quality. നമ്മൾ പറഞ്ഞു ക്വാളിറ്റി ഒബ്വേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ക്വാളിറ്റി മാറ്റാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്വാളിറ്റി മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ്? നെഗറ്റീവ് പോസിറ്റീവിലേക്കും പോസിറ്റീവ് നെഗറ്റീവിലേക്കും അല്ലേ മാറ്റുന്നത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ക്വാണ്ടിറ്റിയും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് പോസിറ്റീവ് എന്നുള്ള ഒരു ഇതാണ് വരുന്നത്. അപ്പൊ നമ്മൾ എ നോയിലേക്ക് മാറും. എ പോസിറ്റീവ് ആയിരുന്നു, ഓൾ പോസിറ്റീവ് ആയിരുന്നു, നോയിലേക്ക് മാറുമ്പോൾ നെഗറ്റീവായി. നോ എന്നുള്ളത് നെഗറ്റീവ് ആയിരുന്നു, അത് ഓളിലേക്കാണ് ഒബ്വേർഷനിൽ നടക്കുക. അതിന്റെ എന്താണ്? നെഗറ്റീവ് പോസിറ്റീവിലേക്കായി. സമ്മു സംനോട്ടും അങ്ങനെ തന്നെയല്ലേ? സമ്മു പോസിറ്റീവ് സംനോട്ട് നെഗറ്റീവ് അല്ലേ? അത് പരസ്പരം മാറുമ്പോൾ ക്വാളിറ്റി ചേഞ്ച് ആവുന്നില്ലേ? അപ്പൊ ഇത്ര കറക്റ്റ് ആണ്. ആൻഡ് റീപ്ലേസ് ദ പ്രെഡിക്കേറ്റ് ടെം വിത്ത് ഇറ്റ്സ് കോംപ്ലിമെന്റ്. നമ്മൾ പ്രെഡിക്കേറ്റ് ടെം അതിന്റെ കോംപ്ലിമെന്റ് കൊണ്ട് നമ്മൾ പറഞ്ഞു, കോംപ്ലിമെന്റ് കൊണ്ട് പ്രെഡിക്കേറ്റ് അതിനെ റീപ്ലേസ് ചെയ്യാണ്. അപ്പൊ എന്താണ്? സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് അല്ലേ? യെസ്. സ്റ്റേറ്റ്മെന്റ് 2 എന്നാണ് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒബ്വേർഷൻ ഈസ് വാലിഡ് ആണ് ഫോർ എനി സ്റ്റാൻഡേർഡ് ഫോം ഓഫ് കാറ്റഗറി പ്രൊപ്പോസിഷൻ. അതായത് 4 ഫോമിന് AEIOക്ക് 4നും ഒബ്വേർഷനിൽ മാത്രമേ ഒരു വാലിഡ് ഫോം ഉള്ളൂ. നമ്മൾ കൺവേർഷനിൽ പറഞ്ഞപ്പോ സംനോട്ടിനില്ലായിരുന്നു, കോൺട്രാപൊസിഷനിൽ പറഞ്ഞപ്പോ സമ്മിനില്ലായിരുന്നു ഇല്ലേ? അപ്പോ ഒബ്വേർഷനിൽ മാത്രമാണ് എന്താണ് എല്ലാവർക്കും എല്ലാ കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷനും, അതായത് എക്കും ഇക്കും ഐക്കും ഓക്കും എന്തുള്ളത് ഗൈസ്, അതിനൊരു വാലിഡ് ആയിട്ടുള്ള ഒബ്വേഴ്സ് ഉള്ളത്. അപ്പൊ അത് ഞാൻ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടും കറക്റ്റ് ആണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ എന്നാണ് ആൻസർ കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ജസ്റ്റ് ഒന്ന് പിന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഇത് ഹോംവർക്ക് ആണ്, സെയിം ആണ്. For which of the following form of category proposition contraposition is valid? ഏതിനൊക്കെയാണ്? ഇത് ഞാൻ ആ ലാസ്റ്റ് പറഞ്ഞില്ലേ, ഞാൻ ആ വാലിഡിറ്റി നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലുള്ള ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞുതരാം. ഏതിലൊക്കെയാണ് കോൺട്രാപൊസിഷൻ വാലിഡ് ആയിട്ടുള്ളത് എന്നാണ് ഇതിൽ ചോദിക്കുന്നത്. Some S is P, some S is not P, no S is P, all S is P. ഏതിനാണ് വാലിഡ് അല്ലാത്തത് നമ്മൾ പഠിച്ചത്? കോൺട്രാപൊസിഷനില് ആ ടേബിൾ നോക്കുക. സമ്മിന് അല്ലെ, സമ്മിനായിരുന്നു എന്തില്ലാത്തത്? സംനോട്ടിനും ഓളിനും ഈക്വാലന്റും വാലിഡും ആയിട്ടുള്ള കൺക്ലൂഷൻ ഉണ്ടായിരുന്നു ഇല്ലേ? പിന്നെ നമുക്ക് സമ്മിനൊന്നുമില്ല. നോക്ക് എന്തുണ്ടായിരുന്നു? വാലിഡ് ആണ്, പക്ഷെ എന്തുണ്ട്? ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് വാലിഡ് ആയിട്ടുള്ള ഇല്ലാത്തത് ഏതാണ് എന്നാണ്. Which of the following form of category proposition ഇല്ലാത്തല്ല, വാലിഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ്. ഈക്വാലന്റ് ചോദിച്ചിട്ടില്ല. വാലിഡ് വിത്ത് ഈക്വാലന്റ് ചോദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സംനോട്ടും ഓളും ആണ്.
ഇവിടെ വാലിഡിറ്റി മാത്രം ചോദിച്ചുകൊണ്ട് നമുക്ക് സമ്മിനെ ഒഴിവാക്കിയിട്ട് BCD ആൻസർ ആക്കാം. മനസ്സിലായിട്ടുണ്ടോ? അതായത് ഈ ഒരു ടേബിൾ നോക്കൂ. അതിനാണ് ഞാൻ ഈ വാലിഡിറ്റിന്റെ കാര്യം ഇത് പഠിച്ചു വെക്കാൻ പറഞ്ഞത്. കോൺട്രാപൊസിഷനില് ഓളും സം നോട്ടും എപ്പോഴും വാലിഡ് ആണ്. വാലിഡും ആണ് ഈക്വാലന്റും ആണ് രണ്ടും. ഓക്കെ, ഓളും സം നോട്ടും, അതായത് ആദ്യത്തതും ലാസ്റ്റത്തതും. പിന്നെ സമ്മ് ഒരിക്കലും എന്തല്ല, വാലിഡും അല്ല ഈക്വാലന്റും അല്ല. നോ എന്നുള്ളത് വാലിഡ് ആണ്, പക്ഷെ ലിമിറ്റേഷൻ ഉണ്ട്. വാലിഡ് ആണ്, ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോ വാലിഡ് അല്ലാത്തത് വാലിഡും പിന്നെ വാലിഡ് വിത്ത് ലിമിറ്റേഷൻ ആണെന്ന് പറഞ്ഞാൽ ഈക്വാലന്റ് അല്ല എന്നർത്ഥം. യെസ് ഓളും സം നോട്ടും വാലിഡും ആണ്, ഈക്വാലന്റും ആണ്. നോ വാലിഡ് ആണ്, ഈക്വാലന്റ് അല്ല. സമ്മിനൊന്നുമില്ല. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏതാണ്? ചോദിച്ചിട്ടുള്ളത് ഈക്വാലന്റ് ചോദിച്ചിട്ടില്ല, വാലിഡ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമുക്ക് സമ്മിനെ ഒഴിവാക്കി മറ്റ് 3 സെന്റൻസുകളും 3 പ്രപ്പോസിഷൻസും ഓളും നോയും സം നോട്ടും നമുക്ക് എന്ത് പറയാം? വാലിഡ് ആണ് എന്ന് പറയാം കോൺട്രാപൊസിഷനിൽ. അപ്പൊ BCD 4th ആണ് ആൻസർ. ക്ലിയർ ആയിട്ടുണ്ടോ? ക്ലിയർ ആയിട്ടുണ്ടോ ഗൈസ്? ആ ഒരു ടേബിൾ ഒന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ഇനി നമ്മള് മീഡിയേറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസിലേക്ക് വരുന്നത്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനലിറ്റിക്കൽ മെത്തേഡും വെൻ ഡയഗ്രാമും ആണ് നമുക്ക് എന്ത് ചെയ്യാൻ മീഡിയേറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസ്. മീഡിയേറ്റ് ഡിഡക്റ്റീവ് ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പ്രിമൈസ്. ഇപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ നമ്മളെ ക്വസ്റ്റ്യനിലൊക്കെ കണ്ടോ, ഒറ്റ പ്രിമൈസ് അല്ലേ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നാണ് നമ്മൾ കൺക്ലൂഷൻ കണ്ടെത്തിയത്. ഇനി നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്ന 2 പ്രിമൈസ് തന്നിട്ടുള്ള ഒരു പിന്നെ ആർഗ്യുമെന്റിൽ നിന്ന് നമ്മൾ അതിലൊരു കൺക്ലൂഷൻ കണ്ടെത്തണം. ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ 2 പ്രിമൈസിൽ നിന്ന് കൺക്ലൂഷൻ കണ്ടെത്തുക. ഇതുവരെ നമ്മൾ ഒറ്റ പ്രിമൈസിൽ നിന്ന് തന്നെ കണ്ടെത്തണം. അതിൽ ഒരു മെത്തേഡ് ഉണ്ട്, അനലിറ്റിക്കൽ മെത്തേഡ്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഒരു 2 ക്ലാസ് അത് മാത്രം വേണ്ടി വരും. എന്നാലും ഒന്ന് മനസ്സിലാവാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാല് പിന്നെ അറിയില്ല. അപ്പൊ നമുക്ക് വെൻ ഡയഗ്രാം എല്ലാവർക്കും എന്താണ് ഫെമിലിയർ ആയിരിക്കും. നമുക്ക് അത് വെച്ച് ഏതെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇന്നത് വെച്ചിട്ട് പിന്നെ സോൾവ് ചെയ്യണം എന്ന് ക്വസ്റ്റ്യനിൽ ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് പിന്നെ ഏത് വെച്ചിട്ടും പിന്നെ സോൾവ് ചെയ്യാം. വെൻ ഡയഗ്രാം കൂടുതൽ ഈസി ആയതുകൊണ്ട് അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കമ്പാരിറ്റീവ്ലി ഈസി ആണ് കേട്ടോ. ഈസി ആണെന്നേ പറയാൻ പറ്റുള്ളൂ. ചിലപ്പോ വഴിയെ കോംപ്ലിക്കേഷൻ തോന്നിയാൽ ഞാൻ ആളല്ല. ഓക്കെ, വെൻ ഡയഗ്രാം നോക്കും. A Venn diagram is a widely used diagram style that shows the logical relationship between sets popularized by John Venn in 1880s. Okay, Venn diagram എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇപ്പൊ ഈ ലോജിക്കലി കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻസ് പഠിച്ചില്ലേ, അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സെറ്റുകളാക്കിയിട്ട് ഡയഗ്രാം ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്താ പറയാ, ഇതുപോലെ എന്ത് ചെയ്യാം, നമ്മള് ഇപ്പൊ ഓൾ ഡോഗ്സ് ആർ മമ്മൽസ് എന്നൊക്കെ പറഞ്ഞതിനെ ഇങ്ങനെ ഡയഗ്രാം ആക്കിയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. A Venn diagram uses overlapping circles or other shapes to illustrate the logical relationship between 2 or more sets of items. Often they serve to graphically organize. ഇതിന്റെ ഡെഫിനിഷൻ ആണ്. എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കാം. ഇപ്പൊ നമ്മള് ഇവിടെ നോക്കൂ. നമ്മളിപ്പോ ഇങ്ങനെ 3 സാധനങ്ങൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പിന്നെ വെൻ ഡയഗ്രാം വഴി അതിനെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. നമുക്ക് നോക്കാം. ആപ്പിൾ, ഓറഞ്ച്, ലെമൺ 3 ഫ്രൂട്ട്സ് ആണ്. പക്ഷെ ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ലല്ലോ. ആപ്പിൾ ഒരു എന്താണ് ഓറഞ്ചുമായിട്ട് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ലെമൺ അതുപോലെ തന്നെ വേറൊരു ഫ്രൂട്ടാണ്. അപ്പൊ നമ്മൾ അതിനെ 3ഉം ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക: ആപ്പിൾ, ഓറഞ്ച്, ലെമൺ. ഓക്കെ, ഇനി ആപ്പിൾ, ഓറഞ്ച്, ഫ്രൂട്ട്സ് ഒരു എസ് ഇവിടെ ആഡ് ചെയ്തോളൂ കേട്ടോ. ആപ്പിൾ, ഓറഞ്ച്, ഫ്രൂട്ട്സ് ഇങ്ങനെ 3 സെറ്റിനെയാണ് നമുക്ക് എന്താണ് വെൻ ഡയഗ്രാം വഴി റെപ്രസെന്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് നിൽക്കുക. അതായത് ഓറഞ്ചും ആപ്പിളും വേറെ വേറെ ഫ്രൂട്ടുകളാണ്, പക്ഷേ ഫ്രൂട്ട്സ് എന്ന കാറ്റഗറിയിൽ ഇത് രണ്ടും പെടും അല്ലെ. ഓറഞ്ചും ആപ്പിളും തമ്മിൽ ബന്ധമൊന്നുമില്ല, പക്ഷെ ഓറഞ്ചും ആപ്പിളും ഫ്രൂട്ട്സ് എന്നുള്ളതിൽ ഇത് രണ്ടും പെടും. മനസ്സിലായിട്ടുണ്ടോ? ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക അല്ലെ. ഓറഞ്ചും ആപ്പിളും ഫ്രൂട്ട് എന്ന കാറ്റഗറിയിൽ പെടും. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക.
ഇനി നോക്കൂ, ഇത് ആക്ച്വലി ഗൈസ് ഇവിടെ ഈ ഒരു പോർഷൻ ഇങ്ങനെ വരണം കേട്ടോ. ഇത് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ട് കിടക്കണം. എനിക്കത് ഞാൻ PPT തയ്യാറാക്കിയ സമയത്ത് എനിക്ക് ഇതിലൊക്കെ അത്ര വലിയ നോളജ് കുറവുണ്ട്. അപ്പൊ എനിക്ക് ഇത് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ടുള്ള എന്താണ് ഒരു സർക്കിൾ വരയ്ക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ കുറെ ശ്രമിച്ചു. ഞാൻ ഇന്ന് ഈ ഒരു സർക്കിൾ ഡയഗ്രാംസ് ആഡ് ചെയ്യാനുള്ളത് കൊണ്ട് ഇന്ന് ഡേ ഫുൾ ഞാൻ ഈ PPT ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇവിടെ ഇതിങ്ങനെയല്ല വരേണ്ടത്, ഇങ്ങനെയാണ് വരേണ്ടത് കേസ്. ഇവിടെ ഇത്രയും ഇതിങ്ങനെ ഓവർലാപ്പ് ചെയ്ത് കിടക്കണം. നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു പിന്നെ നമ്മളെ പിന്നെ എന്താണ് ഒളിമ്പിക്സിന്റെ ഒക്കെ ആ ഒരു ഏത് സർക്കിൾസ് ഇത് വരാറില്ല, അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഓവർലാപ്പ് ചെയ്തിട്ടാണ് കേട്ടോ കിടക്കേണ്ടത്. ഇത് അങ്ങനെ ഞാൻ ചെയ്തപ്പോൾ വരാത്തത് കൊണ്ടാണ് ഇങ്ങനെ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ വരച്ചിട്ട് ഇടണ്ട്. അപ്പൊ നോക്കൂ, ബോയ്സ് ഗേൾസ് ആർ സ്റ്റുഡൻസ് എന്നുള്ള 3 കാറ്റഗറിയെ നമ്മൾ ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. എങ്ങനെയാണ്? ബോയ്സും ഗേൾസും തമ്മിൽ എന്ത് ചെയ്യില്ല, പരസ്പരം പിന്നെ കണക്ഷൻ ഒന്നുമില്ല. പക്ഷെ ബോയ്സും ഗേൾസും എന്താണ് സ്റ്റുഡൻസിൽ പെടും അല്ലേ? ഗേൾസ് എല്ലാവരും സ്റ്റുഡന്റ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും, ബോയ്സും ഗേൾസും നേരത്തെ ഫ്രൂട്ട്സ് ഇതും ആക്കിയ പോലെ ബോയ്സും ഗേൾസും എന്നിട്ട് ഒന്നായിട്ട് സ്റ്റുഡൻസ് ആക്കാൻ പറ്റുമോ? നമുക്ക് പറ്റുമോ? ഇല്ല. സ്റ്റുഡൻസ് അല്ലാത്ത ബോയ്സും ഗേൾസും ഉണ്ടാവില്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റുഡൻസിൽ കുറച്ച് ബോയ്സും ഉണ്ടാവാം, ഗേൾസും ഉണ്ടാവാം അല്ലെ? ഗേൾസിൽ സ്റ്റുഡൻസ് ഉള്ളവരും ഉണ്ടാവും, അല്ലാത്തവരും ഉണ്ടാവാം. ഈ കിടക്കുന്ന ആളുകളൊക്കെ സ്റ്റുഡൻസ് അല്ലാത്തവരാണ്. ഇവിടെ കിടക്കുന്ന ഇത്ര കുറച്ച് ഭാഗമാണ് ആരുള്ളത്? സ്റ്റുഡൻസ് ഉള്ളത്. ഓക്കെ, ഈ ബോയ്സില് ഈ കിടക്കുന്ന ഭാഗമൊക്കെ സ്റ്റുഡൻസ് അല്ലാത്ത ബോയ്സ് ആണ്. ഈ എന്താണ് കിടക്കുന്ന ഭാഗത്താണ് സ്റ്റുഡൻസ് ആയിട്ടുള്ള ബോയ്സ് ഉള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുക. ഇനി ഇതിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് കിടക്കണേ. ഇത് കേട്ടോ, ഇത് ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ട് വരണം. ഇത് ഞാൻ വരച്ചു കൊടുത്ത മിസ്റ്റേക്ക് ഗൈസ്, നിങ്ങൾക്ക് ഡൗട്ട് ആവരുതേ. ബോയ്സ് സിംഗേഴ്സ് അത്ലറ്റ്സ് ഇതിലേറെ വരച്ചിട്ട് ആഡ് ചെയ്താൽ മതി എന്നും തോന്നുന്നു. ഇപ്പൊ നോക്കൂ, ബോയ്സ് സിംഗേഴ്സ് അത്ലറ്റ്സ് ഇത് 3 എങ്ങനെയാണ് ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നത്? ബോയ്സിൽ എന്തുണ്ടാവും? ഇവിടെ G അല്ല കേട്ടോ, സോറി, ഇവിടെ A ആണ് വേണ്ടത്. അവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ A അത്ലറ്റ്സ് ആണ്. ഇത് സിംഗേഴ്സ്, ഇത് ബോയ്സ്. ബോയ്സില് അത്ലറ്റ്സും ഉണ്ടാവും, സിംഗേഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ ബോയ്സിന്റെ സർക്കിള് ഇവരെ കൂടി ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഓവർലാപ്പ് ചെയ്ത് വരക്കും. ഇനി പിന്നെ ഇവിടെ അത്ലറ്റ്സ് എടുക്കാം. ഇത് A ആണ്. അത്ലറ്റ്സ് എടുക്കാം. അത്ലറ്റ്സിൽ അതുപോലെ തന്നെ അല്ലാത്തവരുണ്ടാവും. ഈ എന്താണ് അത്ലറ്റ്സും സ്റ്റുഡൻസും പിന്നെ സിംഗേഴ്സും അല്ലാത്ത ബോയ്സ് ഉണ്ടാവില്ലേ, അവരാണ് ഇവരൊക്കെ. മനസ്സിലാക്കണ്ടേ? ഇത് പരിചയമുള്ളതായിരിക്കും അല്ലെ? ഇനി അത്ലറ്റ്സ് എടുക്കാം. അത്ലറ്റ്സിലെ കുറച്ചാള് ബോയ്സ് അത്ലറ്റ്സ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. സോറി, ബോയ്സ് ഉണ്ടാവും. ദെൻ സിംഗേഴ്സ് ഉണ്ടാവില്ലേ? അല്ലാത്തവരും ഉണ്ടാവില്ലേ അത്ലറ്റ്സില്? സിംഗേഴ്സും ബോയ്സും അല്ലാത്ത അത്ലറ്റ്സ് ഉണ്ടാവില്ലേ? അവരാണ് ഇവര്. ഇനി സിംഗേഴ്സ് എടുക്കാം. സിംഗേഴ്സിൽ ബോയ്സ് ഉണ്ടാവും, അത്ലറ്റ്സ് ഉണ്ടാവും ഇല്ലേ? അല്ലാത്തവരും ഉണ്ടാവും. ഇത്രയും ഭാഗം കിടക്കുന്നതൊക്കെ അല്ലാത്തവരാണ്. ഇങ്ങനെയാണ് ഇത് റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. ഇനി ലയൺ, കൗസ്, കാർണിവേഴ്സ് ഇതെങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക? കൗവും ലയണും തമ്മിൽ യാതൊരു ബന്ധമില്ല അല്ലേ? അവർ രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടില്ല. പക്ഷെ ലയൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കാർണിവേഴ്സിൽ ഉൾപ്പെടുന്നതാണ് അല്ലേ? അപ്പോ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ലയണിനെ കാർണിവേഴ്സിന്റെ ഉള്ളിൽ റെപ്രസെന്റ് ചെയ്യും. അതായത് എല്ലാ ലയൺസും എന്താണ്? കാർണിവേഴ്സ് ആണ്. അപ്പൊ അതിന്റെ ഉള്ളിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, കൗ യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തു വെക്കും. ഇത് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സ് പറഞ്ഞേ. സിമ്പിൾ ആണ്, നമുക്ക് ലോജിക് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. ക്ലിയർ? ദെൻ വേറെ ആരുമില്ലേ? ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നമ്മളെ മെയിൻ കാര്യത്തിലേക്ക് പോവാം. അപ്പൊ ഇതുവരെ ഞാൻ അതായത് എങ്ങനെയാണ് ഇതൊന്നിലേക്ക് ഉൾക്കൊള്ളിക്കുന്നതെന്ന് പറയാനാണ് അത്രയും വന്നത്. ഇതൊന്നും നമ്മൾ എന്തുണ്ടാവില്ല, ഈ സംഭവങ്ങളൊന്നും നമുക്ക് സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് 2 മാർക്ക് വാങ്ങല്ലോ. പക്ഷെ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ്. ഇത് നോക്കിക്കോളൂ. റെപ്രസെന്റേഷൻ ഓഫ് 4 കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ ഇൻ വെൻ ഡയഗ്രാം. വെൻ ഡയഗ്രാമിൽ എങ്ങനെയാണ് നമ്മളെ 4 കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ, അതായത് AEIO സെന്റൻസ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യും എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ഇതിന്റെ ക്വസ്റ്റ്യൻ വരിക. ആദ്യം ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പൊ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഇത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തരിക.
ഇഫ് ദ സ്റ്റേറ്റ്മെന്റ് ആൾ അടുത്തുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ ഗൈസ്. ഇതിപ്പോ പറഞ്ഞോ, അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ഇത് തന്നെ പറഞ്ഞുതരാം. റെപ്രസെന്റേഷൻ ഓഫ് 4 കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ. ഓക്കെ ഓളൂ. ഓൾ SRP, അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ ഒരു ഡയഗ്രാം വരിക. ഫസ്റ്റ് സെന്റൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾ സെന്റൻസ് ആണ്, എ സെന്റൻസ് ആണ്. നോക്കിക്കോളൂ. ഓൾ SRP, അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഓൾ എസ്, എല്ലാ എസും പി ആണ്. ഇതാണ് ഈ വലിയ സർക്കിൾ ആണ് പി. അപ്പൊ നമ്മള് ഇവിടെ വരയ്ക്കാൻ പറ്റുമോ? എസിന് ഇവിടെ വരയ്ക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാ എസും പി ആണെന്നാ പറയുന്നത്. അപ്പൊ പിന്റെ ഉള്ളിൽ നമ്മൾ ആരെ വരക്കണം? എസിനെ വരക്കണം. മനസ്സിലായോ? ഓൾ SRP എന്ന് പറഞ്ഞാല് നമ്മൾ എല്ലാ എസും എന്താണ്? പി ആണ്. അപ്പൊ പിന്റെ ഉള്ളിലാണ് നമ്മൾ എല്ലാ എസും ഉൾപ്പെടുന്നത്. അങ്ങനെ വരയ്ക്കുക. ഓക്കെ. അടുത്തത് നോ SRP. ഒറ്റ എസും പി ഇല്ല എന്ന് പറഞ്ഞാല് രണ്ടാളും എന്താണ്? പരസ്പരം തെറ്റിയിരിക്കാണ്. കണ്ടില്ലേ? ഇവിടെ ഒരു ഭയങ്കര ഇണക്കത്തിലായിരുന്നു, ഇവിടെ ആയപ്പോഴേക്കും അവർ പിണങ്ങി. നോ SRP, ഒറ്റ എസ് എന്തില്ല? പി അല്ല. അതിങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി സം SRP. സം SRP ഇതിൽ ചിലപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരാൻ സാധ്യത ഉണ്ട്. എന്നാലും നോക്കാം. സം SRP എന്ന് പറയുമ്പോൾ നമുക്ക് 3 വിധത്തിൽ നമുക്ക് വരക്കാം. 3 നിങ്ങൾ നല്ലോണം മനസ്സിലാക്കി വെക്കണം കേട്ടോ ഗൈസ്, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. സം SRP എന്നുള്ളതില് 3 ഡയഗ്രാം വരാം. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെ എന്താണ് ഓവർലാപ്പിംഗ് ആണ് കേട്ടോ ഗൈസ്, ഇവിടെ ഓവർലാപ്പിംഗ് ആണ്. സം SRP എന്ന് പറഞ്ഞാല് ഇങ്ങനെ വരക്കാം നമുക്ക്. സം എസും ഈ ഓവർലാപ്പ് ചെയ്ത സ്ഥലത്താണ് സം SRP എന്നുള്ളത്. കുറച്ച് എസ് എന്താണ്? പി ആണ്. ഈ ഓവർലാപ്പ് ചെയ്തിട്ട് ഇവിടെ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് സം SRP ഇതില്. ഇനി ഇങ്ങനെ ഒരു ഡയഗ്രാം വരച്ചു. എന്ത്? സം SRP എന്ന് പറയുമ്പോ ഇങ്ങനെയും വരച്ചൂടെ? ബാക്കിയുള്ള എസ് പി അല്ല, സോറി ഇവിടെ ബാക്കിയുള്ള എസ് പി അല്ല എന്ന് പറയുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ? നമുക്ക് സം SRP എന്ന് ഇങ്ങനെയും ഡയഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യാം. അതായത് ഇവിടെ നമ്മൾ നോ SRP എന്ന് പറഞ്ഞപ്പോ ഒറ്റ എസും പി അല്ല എന്ന് പറഞ്ഞോടുകൂടി ബാക്കി എല്ലാ കാര്യത്തെയും നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ സമ്മിന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷെ അപ്പൊ നമുക്ക് അങ്ങനെ പറയുമ്പോ സം SRP എല്ലാ എസും എന്താണ് അല്ലെങ്കിൽ എല്ലാ എസും പി ആവുന്നതിന് കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ എല്ലാ പിയും എസ് ആവുന്നതിനും കുഴപ്പമില്ല. മനസ്സിലായോ? കൺഫ്യൂഷൻ ആയോ? ഇതില് 3 ആയിട്ട് നമുക്ക് ഡയഗ്രാം റെപ്രസെന്റ് ചെയ്യാം ഇതില്. അല്ലെങ്കിൽ നിങ്ങൾ ഇനിയിപ്പോ അതിന്റെ ഒരു പിന്നെ ലോജിക്ക് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് മൈൻഡ് മനസ്സിലാക്കണില്ല എന്നുണ്ടെങ്കിൽ ഈ സം SRPക്ക് 3 ഡയഗ്രാം ഉണ്ട് എന്ന് ഓർത്ത് വെക്കുക. അതായത് രണ്ടും കൂടി ഓവർലാപ്പ് ചെയ്യുന്ന ഒരു ഡയഗ്രാം ഉണ്ട്. എസിന്റെ ഉള്ളിൽ മുഴുവനായിട്ട് പി വരുന്ന ഒരു ഡയഗ്രാം ഉണ്ട്. പിന്റെ ഉള്ളിൽ എസ് മുഴുവനായിട്ട് വരുന്ന ഒരു ഡയഗ്രാം ഉണ്ട്. അങ്ങനെ 3 ആക്കി മനസ്സിൽ വെച്ചാലും മതി. ഇതിന്റെ ഒരു ലോജിക്ക് എന്താന്ന് ചോദിച്ചാല് ഇതിന്റെ ഒരു പിന്നെന്താന്ന് വെച്ചാല് സം SRP എന്ന് പറയുമ്പോ ഇങ്ങനെയും വരക്കാം. അതായത് നമുക്ക് ബാക്കിയുള്ള എസിന്റെ കാര്യം നമ്മൾ പുറത്താണോ എന്താണ് പി ആണോ അല്ലേ എന്ന് നമ്മളോട് പറയുന്നില്ല. അപ്പൊ നമുക്ക് എന്താണ് നമ്മൾ പറയുന്നില്ലാത്തത് കൊണ്ട് ബാക്കി എസ് മുഴുവൻ പിയുടെ പുറത്താണ് നമുക്ക് അങ്ങനെ അനുമാനിച്ച് എഴുതാൻ പറ്റൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഏതൊക്കെ എന്താണ് ചാൻസസ് വരാം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ വരാം എന്നുള്ള രീതിയിൽ 3 നമ്മൾ എന്ത് ചെയ്യണം? വരച്ചു വെക്കണം. അതായത് നമ്മൾ ഡൗട്ടിൽ ചെയ്യാൻ പറ്റൂല. ഡൗട്ടിൽ ചെയ്യുമ്പോൾ 3 ഡൗട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ പറയണം. അത്രേ ഉള്ളൂ അല്ലെ? സം SRP എന്ന് പറയുമ്പോ സം SRP നമ്മൾ ഇവിടെ വരച്ചു. ബാക്കിയുള്ള എസ് എന്താ പി അല്ലാന്ന് നമ്മളോട് പറയുന്നില്ല, പി ആണെന്നും പറയുന്നില്ല. രണ്ടും പറയാത്തത് കൊണ്ട് ഇവിടെ എന്ന് പറഞ്ഞാല് എല്ലാ എസും പി അല്ലാന്ന് തീർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തീർത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരക്കാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ തീർത്ത് പറയാത്തത് കൊണ്ട് നമുക്ക് 3 പോസിബിലിറ്റി നമ്മൾ വരച്ചു വെക്കണം. ഓക്കെ, അതാണ് ഇവിടെ 3 ഡയഗ്രാം വരുന്നത്. ഇനി സം SR നോട്ട് പി, ഇതിലും എന്തുണ്ട്? 3 പോസിബിലിറ്റി ഉണ്ട്. നോക്കിക്കോളൂ. ഒന്ന്, സം SR നോട്ട് പി എന്ന് പറയുമ്പോ ഇത്രയും ഭാഗം ഈ ഒരു ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്ന ഭാഗം എന്താണ്? അവര് സം SRP ആണ്. കുറച്ച് എസ് പി ആണ് ഇവിടെ. സം SR നോട്ട് പി എന്ന് പറയുമ്പോ ഈ എസ് ഇല്ലേ,
ഈ എസ് ആണ് ഇവിടെ സം എസ് ആർ നോട്ട് പി. കുറച്ച് എസ് എന്തല്ല, പി അല്ല. ഇനി ഇവിടെ നോക്കൂ, ഈ സെന്റൻസ് നോക്കൂ, ഈ ഒരു ഡയഗ്രം നോക്കൂ. ഇത് സം എസ് ആർ നോട്ട് പി എന്ന് പറഞ്ഞൂടെ? ഇവിടെ ഇതിലും സം എസ്, എല്ലാ പിയും ഇതിൽ എസ് ആണ്, പക്ഷെ എല്ലാ എസും പി ആണോ? അപ്പൊ സം എസ് ആർ നോട്ട് പി ഇങ്ങനെ വരച്ചൂടെ? ഇതില് തെറ്റുണ്ടോ? സം എസ് ആർ നോട്ട് പി, ഇതില് ഇതല്ലാത്ത ഭാഗങ്ങളൊക്കെ, ഈ പിന്റെ സർക്കിളിന്റെ ഉള്ളിൽ അല്ലാത്ത ഭാഗങ്ങളൊക്കെ എന്താണ്, പി അല്ലാത്ത എസ് അല്ലേ? സം എസ് ആർ നോട്ട് പി അല്ലേ? ഒന്ന് അതിന്റെ മീനിങ് ആലോചിച്ച് ഒന്ന് മനസ്സിലാക്കി നോക്കട്ടോ, അപ്പൊ ക്ലിയർ ആവും. ഇങ്ങനെയും വരച്ചൂടെ? ഇങ്ങനെയും വരക്കാം, ഇങ്ങനെയും വരക്കാം. പോസിബിലിറ്റീസ് മുഴുവൻ നമ്മൾ വരക്കണം. ഇനി സം എസ് ആർ നോട്ട് പി, കുറച്ച് എന്താണ്, കുറച്ച് എസ് പി അല്ല എന്ന് പറഞ്ഞു. അതിന്റെ ബാക്കി എസും പി അല്ലാന്നും ആണോന്നും അല്ലാന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ പരസ്പരം എന്താണ് ടച്ച് ചെയ്യാതെ നമുക്ക് ഈ ഒരു സം എസ് ആർ നോട്ട് പിനെ വരക്കാം. ഡൗട്ടായോ? സം എസ് ആർ നോട്ട് പി ഇവിടെ ഇതിൽ ഈ പിക്ചറില്, ഒന്നാമത്തെ പിക്ചറില് ഏതാണ്? ഈ ഭാഗമാണ് സം എസ് ആർ നോട്ട് പി. ഇവിടെ എന്താണ്? സം എസ് ആർ പി ആണ്. ഇവിടെ ഇങ്ങനെ വരക്കാം സം എസ് ആർ നോട്ട് പി. ഇങ്ങനെയും വരക്കാം സം എസ് ആർ നോട്ട് പി. അതായത് കുറച്ച് എസ്സുകൾ എന്താണ്, സം എസ്, കുറച്ച് എസ്സുകൾ പി അല്ല, ഇതിന്റെ ഉള്ളിലുള്ളത് മാത്രമാണ് പി, ബാക്കി ഇതൊന്നും പി അല്ല. ഇനി സം എസ് ആർ നോട്ട് പി ഇങ്ങനെ വരച്ചൂടെ? ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഒന്ന് അറിയിക്കോ, എന്താണ് അവസ്ഥ? ആകെ കൺഫ്യൂസ്ഡ് ആയോ? ഒന്നാമത്തെ രണ്ടാമത്തെ പിന്നെ ആർക്കും ഡൗട്ട് ഉണ്ടാവില്ല. മൂന്നാമത്തെ മുതലായിരിക്കും, 3, 4 ആയിരിക്കും ചെറിയൊരു കൺഫ്യൂഷൻ. അത് നിങ്ങൾ ഒന്ന് എന്ത് ചെയ്യാം, ക്ലാസ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഈ ഒരു ഞാൻ PPT ഷെയർ ചെയ്യാം, അപ്പൊ തന്നെ നിങ്ങളൊന്ന് നോക്കാം. സം എസ് ആർ പിനെ ഇങ്ങനെയൊക്കെ വരക്കാം. ജസ്റ്റ് ഒന്ന് മൈൻഡ് വെച്ചിട്ട് ഒന്ന് ചിന്തിച്ചാൽ മതി. ഒന്ന് ആഴത്തിൽ ഇൻഡെപ്തായി ചിന്തിച്ചു നോക്ക്. സം എസ് ആർ പി എന്ന് പറയുമ്പോൾ ഈ ഓവർലാപ്പ് ചെയ്ത ഭാഗമാണ് ഇവിടെ സം എസ് ആർ പി. മനസ്സിലായോ? ഇവിടെ സം എസ് ആർ പി എന്ന് പറഞ്ഞാല് ഇവിടെ ഇതാ ഈ ഒരു ഭാഗമാണ് ഇതില് സം എസ് ആർ പി. അതായത് സം എസ് ആർ പി എന്ന് പറയുമ്പോ എല്ലാ ഭാഗങ്ങളും എന്താണ്, കണ്ടോ? സം എസ് ആർ പി ഇങ്ങനെ വരച്ചൂടെ? ഇങ്ങനെ വരക്കുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എല്ലാ പിയും ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല, എന്താണ് മുഴുവൻ പിയും എസ് ആണോ അല്ലേന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമുക്ക് എന്താണ്, എല്ലാ പോസിബിലിറ്റീസും നമ്മൾ വരക്കണം. ഇങ്ങനെയും വരച്ചൂടെ? ഇനി സം എസ് ആർ പി, അതായത് പിന്റെ എല്ലാ ഭാഗവും ഇവിടെ എന്താണ്, എസിന്റെ എല്ലാ ഭാഗവും ഇവിടെ പിയിലാണ്, പക്ഷെ എന്താണ് പിന്റെ എല്ലാ ഭാഗവും എസിലാണോ എന്ന് ഇവിടെ പറയുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയും വരച്ചൂടെ? ജസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കട്ടോ, ഇങ്ങനെ വരച്ചൂടെ? സം എസ് ആർ പി എന്നുള്ളത് സം എസ്, സം, അതായത് ഇവിടെ സമ്മിന്റെ കാര്യം പറയുള്ളൂ, ബാക്കി സമ്മിന്റെ കാര്യം ഇവിടെ പി ആണോ അല്ലേന്ന് പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്താണ് സം അല്ലാത്തതിന്റെ ബാക്കി കാര്യങ്ങളും കൂടി ചേർത്തുകാണ്ട് നമ്മൾ ഇവിടെ എന്താണ് മുഴുവനായിട്ടും എടുത്തിട്ടും അങ്ങനെ ചെയ്യാണ്. എന്താണ് അവസ്ഥ? ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവട്ടോ. ജസ്റ്റ് നോക്കാം. ഇതിൽ if the statement all students are intelligent is true, which of the following statement are false? ഇത് വെൻ ഡയഗ്രാം വെച്ചിട്ടാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യനിൽ അധികവും കാണാറുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ അങ്ങനെ ചേർത്തില്ല, ചിലപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആൾ സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ് എന്നുള്ളതിന്റെ ഇത് ട്രൂ ആണെന്നുണ്ടെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഫോൾസ്, അത് നോക്കണം കേട്ടോ, അത് നല്ലോണം നോക്കണം. ചിലപ്പോ ഇത് ട്രൂ ആണെങ്കിൽ ഇവിടെയും ട്രൂ ആണ് ചോദിക്കുക, ഇവിടെ ട്രൂ ആണെങ്കിൽ ഇവിടെ ഫോൾസ് ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ ഇപ്പൊ ഇവിടെ ട്രൂ തന്നിട്ടുണ്ട്, ഫോൾസ് ആണ് ചോദിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. ഇത് ഓക്കെ 2 എന്നൊക്കെ പറയുന്നുണ്ട്, അത് ആൻസേഴ്സ് ആണോ പറയുന്നത്? ഓക്കെ, നോക്കിക്കോളൂ. ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമോ? ഒന്ന് വെൻ ഡയഗ്രാം വരച്ചിട്ട് ആൾ സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ് എന്നുള്ള ഒരു ഡയഗ്രാം വരയ്ക്കുക. ഫസ്റ്റ് സ്റ്റുഡൻസിന് ഒരു എസ് സർക്കിളും വരയ്ക്കുക, ഇന്റലിജന്റിന് ഐ സർക്കിളും വരയ്ക്കുക. അപ്പൊ എങ്ങനെയാ വരയ്ക്കാന്ന് നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇതിൽ ഓരോ സെന്റൻസും അതിലിങ്ങനെ വരച്ചു നോക്കുക.
ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരട്ടോ ഗൈസ്. ഇഫ് ആൾ സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ്, എങ്ങനെ വരയ്ക്കുക? ഓൾ സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ്. അപ്പൊ ഇന്റലിജന്റ് ആണ് എന്താണ്, ഇന്റലിജന്റിന്റെ ഉള്ളിലാണ് സ്റ്റുഡൻസ് വരേണ്ടത്. അതിൽ ഡൗട്ട് ഉണ്ടോ ഗൈസ്? ഓൾ സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ് എന്നാണ്. അപ്പൊ ഓൾ സ്റ്റുഡൻസ് തന്നെ, എല്ലാ സ്റ്റുഡൻസും അതാ ഇന്റലിജന്റ് ആണ്. ഇന്റലിജന്റിന്റെ ഉള്ളിൽ തിരിച്ചു വരയ്ക്കരുത് കേട്ടോ, അപ്പൊ തെറ്റും. അതായത് എല്ലാ ഇന്റലിജന്റും സ്റ്റുഡന്റ് ആണെന്ന് നമ്മളോട് പറയുന്നില്ല. എല്ലാ സ്റ്റുഡന്റും ഇന്റലിജന്റ് ആണെന്നേ പറയുന്നുള്ളൂ. അപ്പൊ എന്താണ്, ഈ ഡയഗ്രാം ആണ് എന്തുള്ളത്, ഈ ഇതുപോലെ തന്നെ വരക്കണം. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ നമ്മൾ ആൻസർ മുഴുവൻ തെറ്റും. അപ്പൊ ആൾ സ്റ്റുഡൻസ്, എല്ലാ സ്റ്റുഡൻസും ആണ് ഇന്റലിജന്റ്. ഓക്കെ അല്ലേ? ഇനി ഇതിൽ ഓരോന്ന് നോക്കാം. ഇതിൽ ഈ ഒരു സെന്റൻസിലേക്ക് ഏതാണ് കറക്റ്റ് നോക്കാം. ഫസ്റ്റ് നോക്കാം. ഇത് ട്രൂ ആണെങ്കിൽ ഫാൾസ് ആയ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് കേട്ടോ. നോ സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ്, ഇത് ഏതാണ്? നോ സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ് ട്രൂ ആണോ ഫാൾസ് ആണോ? ഈ ഒരു പിക്ചർ നോക്കിയിട്ട് നിങ്ങൾ പറയണം നോ സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ് എന്നുള്ളത്. ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ? ഫാൾസ് ആണ്, ഉറപ്പല്ലേ? നമ്മൾ ഓൾ സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളോട് പറയാം നോ സ്റ്റുഡൻസ് ആർ, ഒറ്റ സ്റ്റുഡൻസും ഇന്റലിജന്റ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്നാമത്തെ സെന്റൻസ് ഫാൾസ് ആണ്. അപ്പൊ ഒരു സെന്റൻസ് ഫാൾസ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ട്രൂ ആയിരിക്കാൻ ചോദിച്ചത്. അപ്പൊ ഒരു സെന്റൻസ് നമുക്ക് കിട്ടി ഏണ്ട്. ഇനി സം സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ്, അതാണ് സം സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ്. കറക്റ്റ് ആണോ? ഈ ഒരു പിക്ചർ നോക്കിയിട്ട് നമ്മൾ പറഞ്ഞു ഓൾ സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ് കറക്റ്റ് ആവില്ലേ? ഉറപ്പല്ലേ? എല്ലാ സ്റ്റുഡൻസും ഇന്റലിജന്റ് ആണെന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് സ്റ്റുഡൻസ് ഇന്റലിജന്റ് ആണ്, സത്യല്ലേ? ട്രൂ ആണത്. അപ്പൊ ബി എന്നുള്ളത് എന്താണ്? ട്രൂ ആണ്. അപ്പൊ ഈ സെന്റൻസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിന് ഈ ഒരു ഡയഗ്രാമിനെ സംബന്ധിച്ച് ഈ സെന്റൻസ് ട്രൂ ആണ് അല്ലെ? സം സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ് എന്നുള്ളത് കറക്റ്റ് ട്രൂ ആണ്. കാരണം എന്താണ്, ഓൾ സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ് ആയിട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊരു കുറച്ച് സ്റ്റുഡൻസ് എടുത്താൽ അവരെന്തായാലും ഇത് മൊത്തം ഇന്റലിജന്റ് ആകുമ്പോ ഇതിന്റെ കുറച്ചെടുത്താലും അവർ ഇന്റലിജന്റ് ആയിരിക്കും. അപ്പൊ ഇത് ട്രൂ ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ഉൾപ്പെടുത്താൻ പറ്റില്ല. ഇനി സം സ്റ്റുഡൻസ് ആർ നോട്ട് ഇന്റലിജന്റ്, അതാണ് അടുത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത സെന്റൻസ് ഇതാണ്. സം സ്റ്റുഡൻസ് ആർ നോട്ട് ഇന്റലിജന്റ്. അത് ട്രൂ ആണോ ഫാൾസ് ആണോ? ഫാൾസ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്റ്റുഡൻസും ഇന്റലിജന്റ് ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ സം സ്റ്റുഡൻസും ഇന്റലിജന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സം സ്റ്റുഡന്റ് ആർ നോട്ട് ഇന്റലിജന്റ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കുറച്ച് എല്ലാ സ്റ്റുഡൻസും ഇന്റലിജന്റ് ആണ് എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റുഡൻസ് ഇന്റലിജന്റ് അല്ല എന്ന് പറയാൻ പറ്റൂല. അപ്പൊ അതും ഫാൾസ് ആണ്. മനസ്സിലായോ? അപ്പൊ ഈ എന്താണ് ആൾ സ്റ്റുഡൻസ് ആർ ഇന്റലിജന്റ് എന്നുള്ളതിന്റെ രണ്ട് ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഏതൊക്കെ? എ ആൻഡ് സി. അപ്പോ ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. ക്ലിയർ ആണോ ഗൈസ്? ക്ലിയർ ആണോ? ഓക്കെ, ഇതൊന്ന് നോക്കിയെന്നാ. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ്, ഇതില് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് വരും? ട്രൂ ആയിട്ട് വരും. നിങ്ങൾ ഇത് മറ്റേതാണോ എന്ന് ആലോചിക്കരുത് കേട്ടോ. ഇമ്മീഡിയറ്റ് ഇൻഫറൻസ് വഴിയാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആണോ അല്ലെങ്കിൽ വെൻ ഡയഗ്രാം വെച്ചിട്ടാണോ ചെയ്യേണ്ടതെന്ന് എങ്ങനെ മനസ്സിലാക്കുക? ചിലപ്പോൾ നിങ്ങൾ യൂസിങ് വെൻ ഡയഗ്രാം നിങ്ങളെ ക്വസ്റ്റ്യൻസിൽ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം ഇമ്മീഡിയറ്റ് ഡിഡക്റ്റ് ഇൻഫറൻസ്, അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള കൺവേർഷൻ, ഒബ്വേഷൻ, കോൺട്രാപോസിഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഈക്വാലന്റ് സെന്റൻസിനെ കണ്ടെത്താനായിരിക്കും. ഇവിടെ വെൻ ഡയഗ്രാം വെച്ച് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ട്രൂ ഓർ ഫോൾസ് എന്നുള്ള രീതിയിലാണ് വരിക കേട്ടോ. ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. ചിലപ്പോൾ എന്താണ് വെൻ ഡയഗ്രാം വെച്ചിട്ട് തന്നെ ഉണ്ടാവും. ഇപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്, ഡൗട്ട് വരരുത്. കാരണം ട്രൂ ഫോൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പാക്കണം ഇത് വെൻ ഡയഗ്രാം വെച്ചിട്ട് ചെയ്യേണ്ടതാണ് എന്നുള്ളത്. ഇവിടെ ഒരു കൺഫ്യൂഷൻ ആവാം. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ് എന്ന് പറഞ്ഞാല് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് എന്നുള്ളത് ഏത് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷനാ? മോസ്റ്റ് ഓഫ് ദ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള ഏത് കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷനുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്? ഓൾ ആണോ, നോ ആണോ, സം ആണോ, സം നോട്ട് ആണോ? മോസ്റ്റ് ഓഫ് ദ എന്ന് പറഞ്ഞാല് യെസ് സം ആണ്.
ഓൾ എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? മോസ്റ്റ് ഓഫ് ദ എന്ന് പറഞ്ഞാല് എന്താണ്, കൂടുതൽ കുട്ടികൾ എന്ന് പറഞ്ഞാല് എല്ലാവരും ഉൾപ്പെട്ടിട്ടില്ല. അപ്പൊ നമ്മൾ സമ്മിന്റെ ഇതാണ് കൊടുക്കുക കേട്ടോ. അത് നിങ്ങൾ മറരുത്. മോസ്റ്റ് ഓഫ് ദ എന്ന് പറഞ്ഞാല് സമ്മാണ്. അപ്പൊ സം സ്റ്റുഡൻസ് ആർ ഒബീഡിയൻ, അതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്മെന്റ്. സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മോസ്റ്റ് ഓഫ് ദ എന്നുള്ളൊക്കെ ഉള്ളതിനെ സമ്മിലേക്കൊക്കെ മാറ്റാം കേട്ടോ. ഇപ്പൊ ചിലപ്പോ ഓളിന് പകരം എവരി എന്നുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളൊന്ന് ഓർത്തേക്കണം. ഓളിന് പകരം എവരി കണ്ടു കഴിഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിന് നമ്മൾ ഇപ്പൊ എവരി സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ് എന്നാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്റ്റാൻഡേർഡ് ആക്കിയിട്ട് ആദ്യം കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ വെച്ച് ചേർത്തിട്ട് ഓൾ വെച്ചിട്ട് എഴുതിയിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അതൊന്ന് ചെയ്ത് നോക്കിയ പെട്ടെന്ന്. ഓക്കെ, മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ്. ടൈം എടുക്കോ? ടൈം എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തുടങ്ങാം കേട്ടോ. ഇത് മോസ്റ്റ് ഓഫ് ദ, അതായത് സം ആയതുകൊണ്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് സം സ്റ്റുഡൻസ് ആർ ഒബീഡിയൻ എന്നുള്ള രീതിയിലേക്ക് തന്നെ നമ്മൾ മാറ്റി അല്ലെ. മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡന്റ് ആർ ഒബീഡിയൻ മീൻസ് സം സ്റ്റുഡൻസ് ആർ ഒബീഡിയൻ. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസ്. നമ്മൾ പറഞ്ഞു സമ്മിന് 3 ഡയഗ്രാം ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ ആ 3 ഡയഗ്രാം വെച്ചിട്ടും എന്ത് ചെയ്യണം, നമ്മൾ ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കണം. എന്നിട്ട് ആ 3ലും എന്തുണ്ട്, ട്രൂ ആയെങ്കിലേ നമുക്ക് അതിനൊരു ട്രൂ സ്റ്റേറ്റ്മെന്റ് കിട്ടുള്ളൂ. ഇവിടെ നോക്കൂട്ടോ, ഇത് ട്രൂ ആണെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഈസ് ടേക്കൺ ടു ബി ട്രൂ, നമുക്ക് കണ്ടെത്തേണ്ടതും ട്രൂ ആയിരുന്നു. നേരത്തെ നമുക്ക് ട്രൂ ആണെങ്കിൽ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു കണ്ടെത്തേണ്ടിയിരുന്നത്. ഇപ്പോ ട്രൂ ആണെങ്കിൽ ട്രൂ സ്റ്റേറ്റ്മെന്റ്, അതിനോട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ആ ഒരു വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മള് ട്രൂ ആണ് നോക്കേണ്ടത്, ആ ഒരു ഇത് കൊണ്ടുവരണം. ഇനി നമ്മൾ പിന്നെ നോക്കേണ്ടത് സമ്മിന് 3 ഡയഗ്രാം ഉണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സം സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ് ഇങ്ങനെ വരക്കാം അല്ലെ. പിന്നെ എന്താണ്, നിങ്ങൾക്ക് ഇതിന്റെ ഒരു ലോജിക് മനസ്സിലാവണില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ പഠിച്ചു വെക്കുക. 3 ഡയഗ്രാം ഉണ്ട് ലോജിക് സം നോട്ടിന് 3 ഉണ്ട്. ആ 3 ഇതിലും പഠിച്ചു വെക്കുക. ഇപ്പൊ ഇവിടെ സം സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ്, ഇങ്ങനെ ഇത് സ്റ്റുഡൻസ്, ഇത് ഒബീഡിയന്റ്, ഇത് ഒബീഡിയന്റ്, ഇത് സ്റ്റുഡൻസ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുക. ഇത് ഞാൻ ഇവിടെ ഈ സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ ഇവിടെ തന്നിരിക്കുന്നത്. ഇത് ഞാൻ ഇങ്ങനെ സ്ലൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ട, ഇങ്ങനെ മാറ്റി കളിക്കേണ്ട വിചാരിച്ച് ഇവിടെ തന്നെ കൊടുത്താണ്. ഇനി നമ്മൾ നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കാം. ഇതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന്റെ പിന്നെ 3 പിന്നെ ഡയഗ്രാമത്തിലും കിട്ടിയതാണ് കേട്ടോ ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. ഇത് എല്ലാത്തിനും ഓരോന്നിന്റെ അടിയിലാണെന്ന് ചിന്തിക്കാം. ഓക്കെ, ഓൾ ഒബീഡിയന്റ്, ഫസ്റ്റത്തെ ഒന്നാമത്തെ ഓപ്ഷൻ എടുക്കുക. 3 ഡയഗ്രാമിലും നമ്മൾ ട്രൂ ആണോ ഫോൾസ് ആണോ നോക്കണം. എന്നിട്ട് 3ലും ട്രൂ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ അത് ട്രൂ എന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. 1ൽ ട്രൂ 2 ഫോൾസ്, അല്ലെങ്കിൽ 2 ട്രൂ 1 ഫോൾസ് ഒന്നും ആയാലും നമുക്ക് ട്രൂ ആയിട്ട് എടുക്കാൻ പറ്റില്ല. 3ലും ട്രൂ കിട്ടുന്നുണ്ടോ നോക്കാം. നോക്കിക്കോളൂ. ഓൾ ഒബീഡിയന്റ് പേഴ്സൺസ് ആർ സ്റ്റുഡന്റ്, ട്രൂ ആണോ ഫോൾസ് ആണോ? ഈ ഡയഗ്രാമിൽ നോക്കിയിട്ട് ഓൾ ഒബീഡിയന്റ് പേഴ്സൺ സ്റ്റുഡൻസ് ആണോ? അല്ലല്ലോ. കുറച്ച് ഇവിടെ ഈ കിടക്കുന്ന ഒബീഡിയന്റ് പേഴ്സൺസ് ഒന്നും എന്തല്ല, സ്റ്റുഡൻസ് അല്ല. ഇവിടുത്തെ കുറച്ച് ഭാഗം മാത്രമുള്ളൂ എന്ത്, സ്റ്റുഡൻസ് ഉള്ളൂ. അപ്പൊ ഫോൾസ് ആണ്. ഒന്നാമത്തെ ഡയഗ്രാം നോക്കിയിട്ട് ഒന്നാമത്തെ സെന്റൻസ് ഫോൾസ് ആണ്. ഇനി രണ്ടാമത്തെ ഡയഗ്രാമിലേക്ക് നോക്കാം. ഓൾ ഒബീഡിയന്റ് പേഴ്സൺസ് ആർ സ്റ്റുഡൻസ്. ഇവിടെ കണ്ടോ, ഓൾ ഒബീഡിയന്റ് പേഴ്സൺ, ഇതാണ് ഈ ഓ കിടക്കുന്ന ഈ സർക്കിൾ ആണ്. ഒബീഡിയന്റ് പേഴ്സൺസ് ആർ എന്താണ്, സ്റ്റുഡൻസ് ആണ്. ഇത് കറക്റ്റ് അല്ലേ, ട്രൂ അല്ലേ? ഈ രണ്ടാമത്തെ ഡയഗ്രാം ഒന്നാമത്തെ സെന്റൻസ് ആയിട്ട് നോക്കുമ്പോൾ, അല്ല, ഒന്നാമത്തെ സെന്റൻസ് രണ്ടാമത്തെ ഡയഗ്രാം ആയിട്ട് നോക്കുമ്പോൾ ട്രൂ ആണ് അല്ലെ. ഓൾ ഒബീഡിയന്റ് പേഴ്സൺസ് ആർ സ്റ്റുഡൻസ് അല്ലെ. ഈ സ്റ്റുഡൻസ് എന്ന വലിയ സർക്കിളിനുള്ളിൽ അല്ലെ ഒബീഡിയന്റ് മൊത്തം കിടക്കുന്നത്. ഇനി അത് ട്രൂ ആണ്. ഇനി നാലാമത്തെ ഡയഗ്രാം നോക്കുക. ഓൾ ഒബീഡിയന്റ് പേഴ്സൺസ് ആർ സ്റ്റുഡന്റ്. ഓൾ ഒബീഡിയന്റ് പേഴ്സൺസ് ആർ സ്റ്റുഡൻസ് ആണോ? അല്ല. ഓൾ സ്റ്റുഡൻസ് ഒബീഡിയന്റ് ആണ് ഇതില്. പക്ഷെ ഓൾ ഒബീഡിയന്റ് സ്റ്റുഡന്റ് അല്ല. കണ്ടോ, ഈ പുറത്ത് കിടക്കുന്ന ഒബീഡിയന്റ് ഒന്നും സ്റ്റുഡന്റ് അല്ല. ഈ ഉള്ളിൽ കിടക്കുന്ന ഒബീഡിയന്റ് മാത്രമേ ഉള്ളൂ സ്റ്റുഡന്റ്. മനസ്സിലായോ? ഓക്കെ, അപ്പോ ഇത് ഫോൾസ് ആണ്. ഇനി രണ്ടാമത്തെ സെന്റൻസ് എടുക്കാം. 3 ഡയഗ്രാമത്തിൽ ഓരോ സെന്റൻസ് നോക്കണം കേട്ടോ. ഓൾ സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ് ആണോ? ഓൾ സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ് ആണോ? അല്ല. കുറച്ച് സ്റ്റുഡൻസ്, ഈ കിടക്കുന്ന സ്റ്റുഡൻസ് ഒന്നും ഒബീഡിയന്റ് അല്ല. അപ്പൊ ഇതിൽ ഫോൾസ് ആണ്. ഇനി ഓൾ സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ് ആണോ? ഇതിലാണോ? കണ്ടോ, ഈ കിടക്കുന്ന പുറത്തൊക്കെ ഈ ഒബീഡിയന്റിന്റെ പുറത്തല്ലേ. അപ്പൊ ഇതിലും അല്ല. ഇനി ഇതിൽ നോക്കാം. ഓൾ സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ്, ഇത് കറക്റ്റ്, ഇതിൽ ട്രൂ ആണ്. കാരണം എല്ലാ സ്റ്റുഡൻസും ഒബീഡിയന്റ് ആണ്. കാരണം ഈ ഒബീഡിയന്റ് എന്ന വലിയ സർക്കിളിനുള്ളിലാണ് സ്റ്റുഡൻസ് മൊത്തം കിടക്കുന്നത്. അപ്പോ ഇത് ട്രൂ ആണ്. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് അവസ്ഥ?
ഓക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. ഇങ്ങനെ ഓരോ സർക്കിൾ ഡയഗ്രാം എന്നൊക്കെ പറയുമ്പോ ഓരോ ഡയഗ്രാമിൽ നോക്കണം. ക്ലിയർ? ഓക്കെ. ഇനി മൂന്നാമത്തെ സെന്റൻസ് എടുക്കുക. സം സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ്. കറക്റ്റ് ആണോ? അല്ലെ? സം സ്റ്റുഡൻസ്, കുറച്ച് സ്റ്റുഡൻസ് ഒബീഡിയന്റ് ആണ്. ഇതാ ഇത്രയും കിടക്കുന്ന ഭാഗ പോർഷൻസ് സം സ്റ്റുഡൻസ് ഒബീഡിയന്റ് ആണ്. അപ്പോ മൂന്നാമത്തെ സെന്റൻസ് ഒന്നാമത്തെ ഡയഗ്രാമിൽ ട്രൂ ആണ്. നമ്മൾ ഇവിടെ കൊടുത്തു, ട്രൂ കൊടുത്തു. ഇനി നോക്കൂ, രണ്ടാമത്തെ സെന്റൻസ് നോക്കൂ. സം സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ്. ഇവിടെതാ സം സ്റ്റുഡൻസ് ഒബീഡിയന്റ് ആണ് അല്ലെ? ഈ ഇവിടെ കിടക്കുന്ന ഈ ഒബീഡിയൻസിന്റെ ഇവിടെ കിടക്കുന്ന കുറെ സ്റ്റുഡൻസ് ഒബീഡിയന്റ് ആണ്. അപ്പൊ ഇവിടെയും ട്രൂ ആണ്. ഇനി സം സ്റ്റുഡൻസ് ഇവിടെ നോക്കൂ, ഇവിടെയും അങ്ങനെ തന്നെ. സം സ്റ്റുഡൻസ് ഈ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന സ്റ്റുഡൻസ് എന്താണ്? ഒബീഡിയന്റ് ആണ്. അപ്പൊ ഇവിടെ എന്താണ്? ഇതിലും ട്രൂ ആണ്. ഇത് മൂന്നാമത്തെ ഓപ്ഷൻ മൂന്നിലും ട്രൂ ആണ്. ഇനി നോക്കൂ, സം സ്റ്റുഡൻസ് ആർ നോട്ട് ഡിസൊബീഡിയന്റ്. നാലാമത്തെ സെന്റൻസ് സം സ്റ്റുഡൻസ് ആർ നോട്ട് ഡിസൊബീഡിയന്റ്. ട്രൂ അല്ലേ? അതായത് ഇത്ര ഒബീഡിയന്റ് ആണ്, ഈ ഭാഗത്തൊന്നും ഒബീഡിയന്റ് അല്ലാത്ത സ്റ്റുഡൻസ് അല്ലേ ഈ പുറത്ത് കിടക്കണത്. അപ്പോ സം സ്റ്റുഡന്റ് ആർ നോട്ട്, ഒരു മിനിറ്റ്, ഇത് ഇങ്ങനെ നോക്കിയാൽ മതി കേട്ടോ, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. സം സ്റ്റുഡൻസ് ആർ നോട്ട് ഒബീഡിയന്റ്. ഈ സെന്റൻസ് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നോട്ട് ഡിസ്, രണ്ട് നോട്ട് വന്നിട്ടുണ്ട് അല്ലെ? രണ്ട് നെഗറ്റീവ് വന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് പോസിറ്റീവ് ആവും അല്ലേ? രണ്ട് നെഗറ്റീവ് വരും പോസിറ്റീവ് ആവും എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? അതിനെ രണ്ടിനെയാണ് കളയാം. രണ്ട് നെഗറ്റീവ് എടുത്ത് വന്നതുകൊണ്ട് അപ്പൊ ഈ സെന്റൻസ് എന്താവും? സം സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ് എന്നാവും. എങ്ങനെ മനസ്സിലായോ? നോട്ടും ഡിസും വന്നത് കൊണ്ട് രണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാം. ഒന്ന് ഇപ്പൊ നോട്ട് വരാതെ സം സ്റ്റുഡൻസ് ആർ ഡിസൊബീഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല കേട്ടോ. അങ്ങനെ തന്നെ നോക്കണം. ഇവിടെ നോട്ടും ഡിസും ഒരുമിച്ച് വന്നോണ്ട് രണ്ടിനെയും കളഞ്ഞിട്ട് നമുക്ക് എന്താക്കാം? സം സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ് എന്നുള്ള സെന്റൻസ് കിട്ടും. സം സ്റ്റുഡൻസ് ആർ ഒബീഡിയന്റ് എന്നുള്ള സെന്റൻസ് അല്ലേ ഈ മൂന്നാമത് കിടക്കണേ? മൂന്നാമത്തിൽ നമ്മൾ ആൾറെഡി നോക്കിയതാണ്, പിന്നെ നോക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ടൈം മാനേജ് ചെയ്യേണ്ട ഒരു ട്രിക്ക് ആണ് കേട്ടോ. മൂന്നാമത്തിൽ എല്ലാം ട്രൂ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ദെൻ അഗെയിൻ നാലാമത്തിലും എന്താണ്? ട്രൂ ആണ്. ഓക്കെ ആണോ? ഇങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ സി ആണ് ആൻസർ. നോക്കൂ, സി 3 and 4 ആണ് ഇതിനെ സംബന്ധിച്ച്. പിന്നെ ട്രൂ ആയിട്ടുള്ള സെന്റൻസ്. ഇനി ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് ഓൾസോ ടേക്കൻ ടു ബി ട്രൂ. വിച്ച് ഓഫ് ദ ഫോളോവിംഗ് പേർ സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി ക്ലെയിംഡ് ടു ബി ഫോൾസ് എന്നാണെങ്കിൽ ഏതാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുക? ഈ ഒരു സെന്റൻസിന് വേണ്ടി ഫോൾസ് ആയ ഇത് ഏതാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യപ്പോ? ഗൈസ് ഏത് ഓപ്റ്റ് ചെയ്യും? ഇവിടെ ട്രൂ എന്നുള്ളിടത്ത് ഫാൾസ് ആയിരുന്നു എങ്കിൽ നമ്മൾ ഏത് ഓപ്റ്റ് ചെയ്യും? എന്താണോ ഡൗട്ട്? ഇത് രണ്ടും ട്രൂ ആണ്, ഇത് രണ്ടും ഫാൾസ് ആണ് നമ്മൾ പറഞ്ഞില്ലേ? നമ്മൾ ഓപ്റ്റ് ചെയ്യും അല്ലെ? ഒന്നാമത്തെ രണ്ടാമത്തെ ഇങ്ങോട്ട് നോക്കൂ, ഇത് രണ്ടിലും ഫാൾസ് ആണ്. ഏതെങ്കിലും ഒന്നിൽ ഫാൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാൾസ് കാറ്റഗറിയിലേക്ക് പോകും കേട്ടോ. 3 ഡയഗ്രാം വെച്ചിട്ട് നോക്കൂ. നമ്മള് ഏതെങ്കിലും ഒന്നിൽ നമ്മൾ എന്ത് കണ്ടാൽ ഫോൾസ് കണ്ടു കഴിഞ്ഞാൽ ഫോൾസ് ആയി. ട്രൂ ആവണമെന്നുണ്ടെങ്കിൽ 3ലും ട്രൂ ആവണം. ഓക്കെ, അപ്പൊ ഇതാണ്. ഇനി നോക്കൂ, രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് പെട്ടെന്ന് ചെയ്തേ. ഒരു വിതിൻ 1 മിനിറ്റ്, നമ്മള് 1 മിനിറ്റ് ആൻഡ് ഒരു 5 സെക്കൻഡ് ഒക്കെയാണ് ഓരോ ക്വസ്റ്റ്യൻസിന് നമുക്ക് കിട്ടുക. ആ ഒരു ഇതിലെടുത്തേ. NTA എക്സാം എഴുതാണെന്നുള്ള ഒരു ഫീലിൽ ഇതൊന്ന് പെട്ടെന്ന് വർക്ക്ഔട്ട് ചെയ്തേ. All tubes are cycle, some cycles are bike. If the statement are true, choose the true. True ആണെങ്കിൽ true തന്നെയാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഡയഗ്രാം വരയ്ക്കുക. ഓൾ ട്യൂബ്സ് ആർ സൈക്കിൾ എന്നുള്ളൊരു ഡയഗ്രാം വരയ്ക്കുക. അപ്പോ ഏതിന്റെ ഉള്ളിൽ വരും എന്നുള്ളത് കൃത്യമായിട്ടുള്ള ധാരണ വേണം. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഫുൾ മാറിട്ടോ ഗൈസ്. ഓൾ ട്യൂബ്സ് ആർ സൈക്കിൾ. അപ്പൊ ഏത് വലിയ സർക്കിൾ വരക്കണം, ഏത് എന്തിന്റെ ഉള്ളിൽ വരക്കണം എന്നുള്ളത്. പിന്നെ സം സൈക്കിൾസ് ആർ ബൈക്സ്. അതിന് നമ്മൾ 3 ഡയഗ്രാം വരയ്ക്കേണ്ടി വരും. സമ്മിന് 3 ഡയഗ്രാം ഉണ്ട്. അപ്പൊ നമ്മൾ അത് 3 വെച്ചിട്ട് നോക്കണം. അപ്പൊ ടൈം പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓക്കെ, ജസ്റ്റ് നോക്കിക്കോളൂ. സമ്മിന്റെ 3 ഡയഗ്രാം ഞാൻ വരച്ചിട്ടില്ല. ഞാൻ അതിന്റെ 3 ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നോക്കാം കേട്ടോ. ഓൾ സ്റ്റേറ്റ്മെന്റ് ഇല്ലല്ലോ. ഓക്കെ, ഓൾ ട്യൂബ്സ് ആർ സൈക്കിൾ.
എങ്ങനെ വരയ്ക്കാം? ഓൾ ട്യൂബ്സ് ആർ സൈക്കിൾ. ഇവിടെ ഇങ്ങനെയാണ് വരയ്ക്കാം. ട്യൂബ്സിന്റെ ഒന്നാമത്തെ സ്റ്റേറ്റ് ഇത് ഈ ബൈക്ക് ഇപ്പൊ അടുത്ത സെന്റൻസ് ഇതിലാണ് വരുന്നത്. ഇത് നോക്കൂ. എങ്ങനെ വരയ്ക്കും? ഓൾ ട്യൂബ്സ് ആർ സൈക്കിൾ. എല്ലാ ട്യൂബും സൈക്കിളിന്റെ ഉള്ളിലാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ഡയഗ്രാമിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഓൾ ട്യൂബ്സ് ആർ സൈക്കിൾ. എല്ലാ ട്യൂബ്സും സൈക്കിൾസ് ആണ്. ഇനി സം സൈക്കിൾസ് ആർ ബൈക്സ്. ഇത് നോക്കൂ. സം സൈക്കിൾസ് ആർ ബൈക്ക്. ഇങ്ങനെ വരച്ചൂടെ? Guys, some cycles are bike. ഇങ്ങനെയും വരക്കാം, ഇങ്ങനെയും വരക്കാം. നോക്കിക്കോളൂ. രണ്ടാമത്തെ ഡയഗ്രാം നോക്കൂ. ഫസ്റ്റ് ഇത് സൈക്കിള്, വലിയ സർക്കിള് സൈക്കിള്, ഇത് ട്യൂബ്. അത് നമ്മൾ ഒന്നാമത്തെ സെന്റൻസ് ആൾ ട്യൂബ്സ് ആർ സൈക്കിൾ. പിന്നെ സം സൈക്കിൾസ് ആർ ബൈക്സ് എന്ന് പറഞ്ഞോട്ട് എന്തുണ്ട്? കുറച്ച് ഇങ്ങനെയും വരക്കാം, പുറത്തിലേക്കും വരക്കാം. പിന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇങ്ങനെ ബൈക്ക് ഇതിന്റെ ഉള്ളിലാക്കിയിട്ട് നമുക്ക് വരക്കാം. ഓക്കെ ആണോ ഗൈസ്? ഇനി നമ്മൾ ഇതില് ഓരോ സ്റ്റേറ്റ്മെന്റ് നോക്കാം. രണ്ട് ഡയഗ്രാമിലും നോക്കണം കേട്ടോ. സം ബൈക്സ് ആർ നോട്ട് സൈക്കിൾ. ഒന്ന് നോക്കിക്കോളൂ. ഇതിലെന്താണ് മൂന്ന് ഡയഗ്രാം ഇല്ലാത്തതെന്ന് ചോദിച്ചാല് ഇത് സമ്മിൻ്റെത് മാത്രമല്ലല്ലോ. ഓൾ ഇവിടെ വേറൊരു ഒന്നാമത്തേല് ഓൾ ട്യൂബ്സ് ആർ സൈക്കിൾ എന്നുള്ളൊരു ഇതും വന്നിട്ടുണ്ട്. അപ്പോ ഈ സൈക്കിളും ബൈക്സും എന്താണ്? പരസ്പരം കണക്റ്റഡ് ആണ്. ഈ സൈക്കിളും ട്യൂബും കണക്റ്റഡ് ആണ്. അപ്പൊ നമുക്ക് ഈ ഒരു രണ്ട് ഡയഗ്രാമിന്റെ ആവശ്യമുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇതിന്റെ ഓപ്ഷൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. നോക്കോളൂ. സം ബൈക്സ് ആർ നോട്ട് സൈക്കിൾ. സം ബൈക്സ് ആർ നോട്ട് സൈക്കിൾ. ഒന്നാമത്തെ ഡയഗ്രാമത്തിന്റെ ഇതും രണ്ടാമത്തെ ഡയഗ്രാമത്തിന്റെ ഇതും ആണ് കേട്ടോ. അങ്ങോട്ട് എല്ലാം ഒരു സ്ക്രീൻ കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്താണ്. നോക്കിക്കോളൂ. ഇതാണ് ഇതിന്റെ ഞാൻ ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് എഴുതിയത്. സം ബൈക്സ് ആർ നോട്ട് സൈക്കിൾ എന്ത് വരും ഒന്നാമത്തില്? ഒന്ന് പറഞ്ഞേ. ആൻസർ വന്നിട്ടുണ്ട്, നോക്കാം. അത് ഇതിന്റെ ആണോ? ഇതിന്റെ ആൻസർ ആണോ അറിയില്ല, നോക്കാം. സം ബൈക്സ് ആർ നോട്ട് സൈക്കിൾ ട്രൂ ആണോ ഫാൾസ് ആണോ ഗൈസ്? ഒന്ന് പറഞ്ഞേ. സം ബൈക്സ് ആർ നോട്ട് സൈക്കിൾ. ഫാൾസ് അല്ലേ? സം ബൈക്സ്, കുറച്ച് ബൈക്സ് സൈക്കിൾ അല്ലേ? ആണ്. ഇവിടെ കുറച്ച് സൈക്കിൾ ആണ്. ഇവിടെ ഉണ്ടോ? കുറച്ച് സൈക്കിള്, സം ബൈക്സ്, കുറച്ച് ബൈക്സ് സൈക്കിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തെ സെന്റൻസ് ഒന്നാമത്തെ ഡയഗ്രാമിൽ ഫാൾസ് ആണ്. ഇനി ഒന്നാമത്തെ സെന്റൻസ് രണ്ടാമത്തെ ഡയഗ്രാമിൽ നോക്കാം. സം ബൈക്സ് ആർ നോട്ട് സൈക്കിൾ. ഇവിടെ നമ്മൾ വരച്ചത് എല്ലാ ബൈക്സും സൈക്കിൾ ആണ് എന്നുള്ള രീതിയിലാണ് വരച്ചത് അല്ലേ? അപ്പൊ ഈ ഒരു സെന്റൻസിലും എന്താണ്? അത് ഫാൾസ് ആണ്. തെറ്റല്ലേ ആ സെന്റൻസ്? ഇനി നോ സൈക്ലിസ്റ്റ് ട്യൂബ് എന്നാ പറഞ്ഞത്. നോ സൈക്ലിസ്റ്റ്, ഒറ്റ സൈക്കിളും ട്യൂബ് ആയതില്ല അല്ലേ? ഉണ്ട്. ഇത്രയും ഭാഗത്തുള്ള സൈക്കിളൊക്കെ ട്യൂബാണ് അല്ലേ? അപ്പോ ഈ സെന്റൻസ് ഒന്നാമത്തെ ഡയഗ്രാമിലും ഫാൾസ് ആണ്. ഇനി രണ്ടാമത്തെ ഡയഗ്രാം നോക്കാം. നോ സൈക്ലിസ്റ്റ് ട്യൂബ്. ഇവിടെ അങ്ങനെ തന്നെയല്ലേ? നോ സൈക്ലിസ്റ്റ് ട്യൂബ്. ഇവിടെ കിടക്കുന്ന സൈക്കിളൊക്കെ ട്യൂബാണ്. അപ്പൊ അതും ഫാൾസ് ആണ്. അപ്പോ രണ്ടാമത്തെ സെന്റൻസ് രണ്ടാമത്തിനും ഫാൾസ് ആണ്. ഇനി സം ട്യൂബ്സ് ആർ ബൈക്സ്. സം ട്യൂബ്സ് ആർ ബൈക്ക്. ബൈക്കും ട്യൂബും ഒരു ബന്ധവും നമുക്ക് തന്നിട്ടില്ല. അപ്പൊ എന്താണ് അത്? സം ട്യൂബ്സ് ആർ ബൈക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണോ? അതും ഫാൾസ് ആണ്. ഒരു തമ്മിൽ ഒരു റിലേഷനും ഇല്ല, ബൈക്കും ട്യൂബും തമ്മിൽ. മനസ്സിലായോ? ഇവിടെ ഉണ്ടോ? ഇവിടെ ഇല്ല. ബൈക്കും ട്യൂബും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ?
ബൈക്കും പിന്നെ സൈക്കിളും തമ്മിലുണ്ട്, ട്യൂബും സൈക്കിളും തമ്മിലുണ്ട്. പക്ഷെ ബൈക്കും ട്യൂബും തമ്മിൽ ഒരു റിലേഷനും ഇല്ല. അപ്പോ സം ട്യൂബ്സ് ആർ ബൈക്സ്, ഇതും എന്താണ്? രണ്ടിലും ഫോൾസ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? ഡി, നൺ ഓഫ് ദീസ്. ഇതൊന്നും അല്ല ആൻസർ. ഇതിലൊന്നും ആൻസേഴ്സ് ഇല്ല എന്നാണ് വരിക. എന്തെങ്കിലും മനസ്സിലായ ഗൈസ്? മനസ്സിലായിട്ടുണ്ടോ? അതെ, കുറച്ചും കൂടെ ഇതിലുള്ള ഒരു ഞാൻ 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. ഇതില് ഈ ഒരു 3 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തത്. ഇനി വെൻ ഡയഗ്രാം വെച്ച് ചെയ്യുന്ന കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഗൈസ്, എന്താണ് അവസ്ഥ? ഞാൻ ഒരു ടോപ്പിക്കും കൂടി എടുക്കാന്ന് വിചാരിച്ചിട്ട് PPT മൂഡ് ആൻഡ് ഫിഗർ ചെറിയൊരിതാണ്. പക്ഷെ നിങ്ങൾ എല്ലാവരും അടുത്തിട്ടുണ്ടാവും. മീ ടു ടയർഡ്. അപ്പോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം മൂഡ് ആൻഡ് ഫിഗർ. ഇതുവരെ ഉള്ളതിൽ വെൻ ഡയഗ്രാമിലോ നമ്മളെ ഇമ്മീഡിയറ്റ് ഡിഡക്റ്റ് ഇൻഫറൻസിലോ എന്തെങ്കിലും ഡൗട്ടോ ക്ലിയർ ആവായോ ഉണ്ടെങ്കിൽ ക്ലാസ് ഒന്നും കൂടി കേൾക്കുക. നിങ്ങൾക്ക് ഏറ്റവും നന്നതായിരിക്കും. ഇത്രയും സമയം ഞാൻ വിശദീകരിച്ച് പറഞ്ഞല്ലേ, ക്ലാസ് നിങ്ങൾ ഒന്നും കൂടി കേൾക്കുക. പിന്നെ എന്നിട്ട് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെൻ ഡയഗ്രാം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ആദ്യം ഞാൻ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞില്ലേ, എന്താ വെച്ചാല് ഇതന്നെ ആദ്യം ഒന്ന് ക്ലിയർ ആക്കുക. ഓരോന്നും ഏതൊക്കെ ഏതിന്റെ ഉള്ളിൽ വരും എന്നുള്ളത് കുറെ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ ഈ ഒരു കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷന്റെ വെൻ ഡയഗ്രാം സമ്മിന് 3 വരും, ആ സമ്മിനോട്ടിന് 3 വരും. അതും ക്ലിയർ ആക്കി തറാക്കി വെക്കുക. ദെൻ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും, സ്വാഭാവികമാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ വർക്ക്ഔട്ടിലൂടെ ക്ലിയർ ആക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. എല്ലാം കൂടി എന്തൊക്കെയോ എന്നായി ഒന്നും ചിന്തിക്കണ്ട. ഇനി അങ്ങനെ തോന്നി അത്രയും എന്താണ് കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഓരോ ഭാഗം ഓരോ ദിവസമൊക്കെ ആയിട്ട് കേട്ടിട്ട് അങ്ങനെ ഓരോ ഭാഗം ക്ലിയർ ആക്കി കൊണ്ടുപോയിട്ട് അടുത്ത ഭാഗം പഠിക്കാം. അത്രേ വഴിയുള്ളൂ. കാരണം കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഓക്കെ ഗൈസ്, ഓക്കെ. അപ്പോൾ താങ്ക് യു എവരിവൺ. അപ്പോൾ see you in next class. Okay, bye.